പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സെക്ഷനിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെ ഞങ്ങൾ വെൽക്കം ചെയ്യുകയാണ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ച് ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ഈവനിങ് സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഒന്നിച്ച് ചേർന്ന് കടന്നു വരുവാന്ന് കൊണ്ടോട് നൽകിയ സാവകാശത്തിനായ സ്തോത്രം. പ്രത്യേകമായി ഇന്നത്തെ ശുശ്രൂഷ അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. തിരുമഹത്വം ഞങ്ങളുടെ മേൽ വെളിപ്പെടണം കർത്താവെ. ഞങ്ങളെ ആയിരിക്കുന്നിടങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക സാന്നിധ്യം ഉണ്ടാകണം. ക്രോശങ്ങളെ ക്ഷമിക്കണം. ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണം. ഈ ശുശ്രൂഷ അനേകർക്ക് അനുഗ്രഹമാക്കി മാറ്റണം. അവിടുന്ന് അങ്ങനെ ചെയ്യാൻ പോകുന്ന കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ നടുവിലേക്ക് അയച്ചിരിക്കുന്ന അവിടുത്തെ പ്രിയമകൾക്കായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. തൻ്റെ ജീവിതാനുഭവങ്ങൾ ഞങ്ങൾക്ക് വലിയ ധൈര്യത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം മുറ്റുമായി സമർപ്പിക്കുന്നപ്പോൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സമയം മുതൽ ആശ്രവാദ പ്രാർത്ഥന വരെ നിൻ്റെ കൃപയുണ്ടാകണം. അങ്ങനെ ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മാനമോഹത്തോടെ എത്തേക്ക് തരുന്നു. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറണമേ. ആമേൻ. ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മളൊരു അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ്, അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യമാണ് കേൾക്കാൻ പോകുന്നത്. കർത്താവിൻ്റെ ഒരു അത്ഭുത നടത്തിപ്പിൻ്റെ ഒരു സാക്ഷ്യമാണ്. അതിനുവേണ്ടി നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് USA നിന്ന് പ്രിയ ഡോക്ടർ ഷീബയാണ്. പ്രിയ സിസ്റ്റർ നമ്മൾ സ്നേഹത്തോടെ നമ്മുടെ ആസാദിലേക്ക് വെൽക്കം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്റർ. സുഖമായിരിക്കുന്നേ? സുഖമായി. ഇപ്പം അവിടെ നല്ല മഴയല്ലയോ ഇന്ന് മുതൽ? 2 ആഴ്ചയായിട്ട് വീക്കെൻഡിലെ മഴ കിട്ടുന്നു ഞങ്ങൾക്ക്. മഴ കിട്ടുന്നുണ്ട്. ഓക്കെ. USA ഏത് സ്ഥലത്താ? അരിസോണ, ഫീനിക്സ്. അരിസോണയില. ഓക്കെ 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 സിസ്റ്റർ. അരിസോണ സാധാരണ മരുഭൂമിയായിട്ടൊക്കെയാണല്ലോ ഞങ്ങളൊക്കെ കേട്ടിട്ടുള്ളത്. മരുഭൂമിയാണ്. അത് വളർന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ഡെവലപ്മെന്റ് വന്നുകൊണ്ടിരിക്കുന്നു. അതെ അതെ. റോയ് പാസ്റ്റർ അരിസോണയിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് മണിക്ക് വന്നിട്ടുണ്ട്. റോയ് ചെറിയാൻ പാസ്റ്റർ. മരുഭൂമിയിൽ മഴ പെയ്യുന്നു അല്ലേ? സന്തോഷമുള്ള കാര്യം. അപ്പൊ എല്ലാ വർഷങ്ങളിലും മഴയുണ്ടോ അരിസോണ മരുഭൂമിയിൽ? വല്ലപ്പോഴൊക്കെയുള്ള മഴക്കാലം പോലെ നമുക്കില്ല, എന്നാൽ വല്ലപ്പോഴൊക്കെ മഴ കിട്ടും. ഓ ശരി. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള മരുഭൂമികൾ ഈ ഗൾഫ് മരുഭൂമികളാ. അമേരിക്കയിലെ മരുഭൂമി എന്ന് കേൾക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം. അമേരിക്കയിലെ മരുഭൂമിയിലാണെങ്കിലും നാട്ടിലെവിടെയാണ്? നാട്ടിലെ തൃശ്ശൂർ ജില്ലയിലെ മറ്റത്തൂർ എന്ന വില്ലേജിലെ ഒരു സ്ഥലമുണ്ട്, കോടാലി, വെള്ളിക്കുളങ്ങര. കോടാലിയിലാണ് ഞാൻ ജനിച്ചതും വളർന്നതും. പിന്നെ അത് അമ്മ വീടാണ് അവിടെ. ഈ തൃശ്ശൂരെ സ്ഥലത്തിന്റെ പേരുകളൊക്കെ വളരെ രസകരമാണ്. കാരണം നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള തൃശ്ശൂരുകാരൊക്കെ പേര് പറയുമ്പോൾ നമുക്ക് സംശയം തോന്നും. അത് എനിക്കൊന്ന് തൃശ്ശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനമായതുകൊണ്ട് അവിടെയുള്ള ആളുകളും വളരെ കാൽപ്പനികമായിട്ടാണ് പേരുകൾ ഇടുന്നത്. എന്റെ വീട് എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ പേര് 3 മുറി എന്നാണ്. അതായത് 3 റോഡ് കൂടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് 3 മുറി. പിന്നെ ഞാൻ ജനിച്ചത് കോടാലി. പിന്നെ 3 മുറിയിൽ നിന്ന് കുറച്ചങ്ങോട്ട് പോയാൽ അവിടെ ഒരു 9ങ്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അതാണ് എൻ്റെ വീടിരിക്കുന്ന സ്ഥലം. ആ 9ങ്കൽ എന്ന് പറയാൻ കാരണം അവിടെ ഒരു ക്ഷേത്രമുണ്ട്, അതിൽ 9 ദേവന്മാരുണ്ട്. അപ്പോൾ അങ്ങനെ ആ സ്ഥലത്തിന് 9ങ്കൽ എന്നുള്ള പേര് വന്നു. അങ്ങനെ രസകരമായ പേരുകളാണ് ഫസ്റ്റ് പറഞ്ഞത്. അതെ അതെ. തൃശ്ശൂര് നല്ലൊരു നാടാണ്. അതുപോലെ തൃശ്ശൂരെ വീട്ടുപേരുകളും ഒക്കെ പ്രത്യേകതയുള്ളത്. ഞങ്ങളുടെ മധ്യതിരുവിതാംകൂറുമായിട്ടൊക്കെ ആ കാര്യത്തിൽ പേരുകളുടെ കാര്യത്തിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. ജനിച്ചു വളർന്നത് തൃശ്ശൂരാണല്ലേ? ജനിച്ചു വളർന്നത് തൃശ്ശൂര്. അമ്മയുടെ സ്ഥലം കോടാലിയിലാണ് ജനിച്ചതും. 4ാം ക്ലാസ് വരെ ഞാൻ അമ്മ വീട്ടിലായിരുന്നു. അതുകൊണ്ട് കോടാലി എനിക്ക് പ്രിയപ്പെട്ട സ്ഥലമാണ്. ശരി ശരി. അപ്പം ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കാം. എന്താണ് സാന്റി പറഞ്ഞു, വലിയ ദൈവിക നിയോഗം അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയാനുണ്ടെന്ന് അറിഞ്ഞു. ജീവിതത്തിൽ ഞാൻ സാന്റി പറഞ്ഞ് ചെറുതായിട്ടൊന്ന് അനുഭവങ്ങളൊക്കെ കേട്ടു. നമ്മുടെ ഷാജി പാസ്റ്റർ ചാനലിൽ വന്ന സിസ്റ്റർ തൻ്റെ അനുഭവങ്ങളൊക്കെ കുറച്ചൊന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറേ കാര്യങ്ങളൊക്കെ കേട്ടു. ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് അനുഭവങ്ങൾ കേൾക്കണം. ചെറിയ പ്രായം മുതലുള്ള ജീവിതാനുഭവങ്ങൾ കേൾക്കണം. അത് അനേകർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഞാൻ പ്രേക്ഷകരോട് പറയുക, വളരെ വ്യത്യസ്തതയുള്ളൊരു ജീവിതാനുഭവം നമ്മൾ കേൾക്കാൻ പോകുന്നത് ഡോക്ടർ ഷീബ ദിവാകരൻ USA അരിസോണയിൽ നിന്ന് നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നു. നമുക്ക് ഈ ഡോക്ടറുടെ സാക്ഷ്യം ഒന്ന് കേൾക്കാം. ഡോക്ടർക്ക് എന്താ പറയാനുള്ളതെന്ന് ചെറിയ പ്രായം മുതലുള്ള അനുഭവം പറയാം കേട്ടോ. ഞങ്ങൾ കേൾക്കാൻ റെഡിയാണ്. അത്യാവശ്യം ഉണ്ടെങ്കിൽ ഇനി ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കും. തീർച്ചയായും ചോദിച്ചോളൂ പാസ്റ്റർ. അപ്പൊ എനിക്ക് ഒരു ഡയറക്ഷൻ കിട്ടും. തീർച്ചയായിട്ടും. എന്നാലും നമ്മുടെ പ്രേക്ഷകർ പറയുന്നത് അധികം ചോദ്യം ചോദിക്കില്ലെന്ന്, പാസ്റ്റർ സംസാരിക്കാൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. അതുകൊണ്ട് അത്യാവശ്യമുള്ളത് ഞാൻ ചോദിക്കാം. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്തു ധൈര്യമായിട്ട്.
ഓക്കെ, ദൈവത്തിന് നന്ദി. ഞാനൊരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. അത് 105-ാമത്തെ സങ്കീർത്തനം, 1-ാം വാക്യം, 2-ാം വാക്യം, 2 വാക്യങ്ങൾ കേട്ടോ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ. അവന് പാടുവിൻ, അവന് കീർത്തനം പാടുവിൻ, അവന്റെ സകല അത്ഭുതങ്ങളെയും കുറിച്ച് സംസാരിപ്പിൻ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാസ്റ്റർ ഫിന്നിക്കും കുടുംബത്തിനും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും, അതിലുപരിയായി ഇതിന് മുഖാന്തരമായി ദൈവം ഒരുക്കിയ ബൈബിൾ ഓൺലൈൻ ബൈബിൾ സ്കൂൾ സെമിനാരി നടത്തുന്ന പാസ്റ്റർ ഷാജി മാത്യുവിനും എൻ്റെ സ്നേഹവന്ദനം. സെമിനാരി സ്റ്റുഡൻ്റ് ആയിരിക്കാൻ സാധിച്ചതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഈ യേശുവിനെ സാക്ഷീകരിക്കാനായിട്ട് ഈ മീഡിയയിൽ ആസാദി ചാനലിൽ വരാൻ കാരണമായത്. ദൈവം ഒരുക്കിയ ഈ നല്ല ദിവസത്തിനായും നല്ല സമയത്തിനായും ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. 34 വർഷത്തെ അനുഭവം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ സമയം കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ ഞാൻ നിങ്ങളുമായി എന്നെ കേൾക്കുന്ന സകലരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. പാസ്റ്റർ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചു വളർന്നത് തൃശ്ശൂര് കോടാലി എന്ന സ്ഥലത്താണ്. കോടാലി എൻ്റെ അമ്മ വീടാണ്. വീട്ടിൽ ഞങ്ങളെ അച്ഛൻ, അമ്മ, 5 പെൺമക്കളാണ്. ആ 5 പെൺമക്കളിൽ മൂത്തവളായിട്ടാണ് ഞാൻ ജനിച്ചു വളർന്നത്. തുടക്കത്തിലെ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാൻ ഉള്ളത്, എൻ്റെ അമ്മ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. എൻ്റെ അനിയത്തി, എൻ്റെ തൊട്ട് താഴെ അനിയത്തി ഉണ്ടായതിനു ശേഷം 28-നോ 56-നോ ദിവസത്തിന് ശേഷം ചോറ് കൊടുക്കാൻ വേണ്ടി ഗുരുവായൂർ അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ സംഭവത്തില് എന്നെയും കൂടെ കൂട്ടി. എനിക്ക് അന്ന് 2 വയസ്സുണ്ട്. അപ്പൊ പോകുന്ന വഴിക്ക് ഞാൻ ബസ്സിൽ കയറിയത് മുതൽ കരയാൻ തുടങ്ങി. അപ്പോൾ കോടാലിന്ന് ബസ്സിൽ കയറി കൊടകര വരെ ഞാൻ കരഞ്ഞപ്പോ ബസ്സിലുള്ള ഡ്രൈവർ ഇങ്ങനെ, അച്ഛൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു, അതിൽ നാട്ടുകാരൻ തന്നെയാ. അപ്പൊ പുള്ളി അച്ഛനോട് പറഞ്ഞു, ദിവാകര, നിനക്ക് ഗുരുവായൂർ എത്തണം എന്നുണ്ടെങ്കിൽ നീ കൊച്ചിനെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. എൻ്റെ അച്ഛനും അമ്മയും കൊടകര ഇറങ്ങി എന്നെ തിരിച്ച് കോടാലിയിൽ അമ്മയുടെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഗുരുവായൂർ പോയൊരു കഥ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോ അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, ആ ദിവസവും അമ്മ പറഞ്ഞു കേട്ടത്, ആ ദിവസം അമ്മ കോലൊടിച്ചിടുന്ന ഒരു പരിപാടി പണ്ട് ഇങ്ങനെ കേട്ടിട്ടോ ഉണ്ടോ അറിയില്ല. കോലൊടിച്ചിട്ടു അമ്മയുടെ കൂടെ ഇനി എന്നെ ഒരു അമ്പലത്തിലേക്ക്, ഗുരുവായൂർക്ക് പ്രത്യേകിച്ചും കൊണ്ടുപോവില്ല. ഞാൻ വലുതായി വളർന്ന് ഗുരുവായൂർ പോകുന്ന സമയത്ത് പോയാൽ മതി, അമ്മയായിട്ട് എന്നെ ഗുരുവായൂർക്ക് കൊണ്ടുപോവില്ല എന്നൊരു ഒരു കാര്യം അമ്മ കോലൊടിച്ചിട്ട്, അതായത് സത്യം ചെയ്തു. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് പറയാൻ കാരണം, ചെറുപ്പത്തിലെ ദൈവം, ഞാൻ ജനിച്ചു വീഴുന്നതിന് മുന്നേ എന്നെ കണ്ടിട്ടുണ്ട്, നമുക്കെല്ലാം അറിയാം, ബൈബിൾ അറിയുന്നു, നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. എന്നാൽ ചെറുപ്പത്തിലേ തന്നെ അങ്ങനെ ഒരു വേർതിരിവ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ജനിച്ചു വളർന്നത് അമ്മ വീട്ടിലായതുകൊണ്ടും അമ്മയുടെ അച്ഛൻ, എൻ്റെ അച്ഛൻ വളരെ വളരെ സ്ട്രിക്റ്റ് ആയ ഒരാളാണ്. അപ്പോൾ ഞാൻ ഓർമ്മ വെക്കുന്നത് മുതൽ ഇങ്ങനെ തടുക്കുപായ, ഒരു കുഞ്ഞു പായ ഇട്ടിട്ട് സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ചൊല്ലണ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. ഞാൻ നന്നായി തന്നെ അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകുന്നു. 10-ാം ക്ലാസ് പഠിക്കുന്നവരേക്കും ഞാൻ സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കുന്ന ഒരു കൂട്ടത്തിലായിരുന്നു. എൻ്റെ വീട്ടിൽ അത് മുടങ്ങാതെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ മാത്രമായിരുന്നു. എൻ്റെ സഹോദരികളെക്കാളും ഒക്കെ എന്നും ഈ സന്ധ്യക്ക് വിളക്ക് വെച്ച് നാമം ജപിക്കും. പിന്നെ തൊട്ടടുത്ത അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകും. 5 മിനിറ്റ് നടക്കാനുള്ളൊരു ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. അങ്ങനെ അമ്പലത്തിൽ പോകും. എല്ലാ കാര്യങ്ങളും, ശിവനായിരുന്നു എൻ്റെ ആരാധനാമൂർത്തി. പിന്നെ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നും എല്ലാം അമ്പലമായിട്ട് നല്ല അടുത്ത ബന്ധമുള്ള ഒരാളാണ് ഞാൻ. എന്നാൽ അമ്മ വീട്ടിലായാലും അച്ഛൻ വീട്ടിലായാലും സ്വന്തം അമ്പലങ്ങളുണ്ട്, തറവാട്ട് വക അമ്പലങ്ങളുണ്ട്, ഉത്സവങ്ങളുണ്ട്. അതൊന്നും ഒരു മുടക്കമില്ലാണ്ട് ചെയ്തു പോകുന്ന ഒരു വീട്ടിലാണ്, ഒരു ഹിന്ദു ഈഴവ സമുദായത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. തൊട്ടടുത്ത എല്ലാം അമ്പലങ്ങളിൽ ഉത്സവങ്ങൾ, കാര്യങ്ങൾ എല്ലാത്തിനും പങ്കുകൊള്ളും. അതൊക്കെ വലിയ ഇഷ്ടമുള്ള കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ജനിച്ച് അവിടെ വളർന്നു. 10-ാം ക്ലാസ് വരെ സത്യം പറഞ്ഞാൽ
അമ്പലത്തിലൊക്കെ ഞാൻ പോകുന്നുണ്ടെങ്കിലും ഒരു സത്യാന്വേഷിയായിരുന്നു ഞാൻ. അതായത് ദൈവം, ഒരു സത്യദൈവം ഉണ്ടെന്ന് അമ്മ യേശുവിനെ അറിഞ്ഞിട്ടില്ല, പക്ഷെ അമ്മ എന്നും പറയും, അല്ല എന്ത് പറയുമ്പോഴും അമ്മ പറയാറുണ്ട്, സത്യദൈവം ഉണ്ട്, നമ്മൾ ആരെയും അതുകൊണ്ട് ചതിക്കരുത്, വഞ്ചിക്കരുത്, ദൈവം കാണുന്നു. അപ്പോ അത് വെച്ച് അതൊരു ഉള്ളിലൊരു ഇങ്ങനെ വാക്കായിട്ട് അമ്മയുടെ വാക്ക് എപ്പോഴും ഇങ്ങനെ മനസ്സിൽ കിടക്കാറുണ്ട്. എനിവേ 10ാം ക്ലാസ് പഠിത്തം എന്ന് പറഞ്ഞാൽ പഠിക്കാൻ കുഴപ്പമില്ലാത്ത ഒരു കൂട്ടത്തിലായിരുന്നു. അങ്ങനെ അമ്മയുടെ വീട്ടിലായിരുന്നു കൊണ്ട് തന്നെ അമ്മയുടെ ഒരു അനിയത്തി, ഇളയമാന്ന് ഞങ്ങൾ വിളിക്കും, ഇളയമെന്നില്ല, മരിച്ചുപോയി. പിന്നെ അമ്മയുടെ ഒരു ആങ്ങള, മൂത്ത ആങ്ങള, അമ്മയുടെ മൂത്തല്ല, അമ്മയുടെ തൊട്ട് താഴെ മൂന്ന് അമ്മാവന്മാരിലെ മൂത്ത അമ്മാവൻ. ഈ രണ്ടുപേരും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എൻ്റെ പഠനത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അമ്മ വീട്ടിൽ നിന്നതുകൊണ്ടും അവരെനിക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമായിരുന്നു. വളരെ ചെറുപ്പത്തിലെ 1ാം ക്ലാസ്സിൽ സ്കൂൾ അടച്ചിരിക്കുമ്പോൾ 2ാം ക്ലാസ്സിലെ പുസ്തകം കൊണ്ടുവന്ന് വെച്ച് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് 10ാം ക്ലാസ് വരെയും ചെയ്തു പോന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. അങ്ങനെ പഠിപ്പിൽ അവിടെ നിന്നത് കൊണ്ടായിരിക്കണം കൂടുതൽ അനിയത്തിമാരെക്കാളും കൂടുതൽ പഠിപ്പിൽ മുന്നേറുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ പഠിപ്പെല്ലാം ഒരുവിധം കുഴപ്പമില്ലാതെ ഇങ്ങനെ പോവുകയാണ്. അച്ഛൻ കാളവണ്ടി, സ്വന്തം കാളവണ്ടിയല്ല, കാളവണ്ടി കൊണ്ടുപോകും. അമ്മ ഒരു സത്യം പറഞ്ഞാൽ വാതരോഗിയായിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് ഒരുപാട് ഹോസ്പിറ്റലൈസേഷനും മരുന്നുകളും കാര്യങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. 5ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ സ്കൗട്ടിങ് ഗൈഡിങ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കൂളിലൊക്കെ അന്ന് ഉണ്ടായ ഒരു പരിപാടി, ഞാൻ ഗൈഡിങ്ങിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു, മോളെ ഇനി നിനക്ക് സ്കൂൾ വിട്ട നേരത്തെ വീട്ടിൽ വരണം, കാരണം വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്, ആട് പശു അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, പുല്ല് പറിക്കണം, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഗൈഡിങ്ങിലാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നേരം വൈകും, 1 മണിക്കൂറോ 1.5 മണിക്കൂറൊക്കെ ചിലപ്പോൾ വൈകും. അപ്പോൾ പറഞ്ഞു, ഇനി മോൾക്ക് പോകാൻ പറ്റില്ല, വീട്ടില് ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് തന്നെ എനിക്കുള്ളിലൊരു ഭാരമായി. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു. അവിടെ നിന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ പഠിക്കണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ മുടങ്ങൂലോ എന്ന് ഓർത്തപ്പോൾ എനിക്ക് സങ്കടമായി. എനിവേ അങ്ങനെ ഞാൻ പഠിച്ച് 10 കഴിഞ്ഞു. പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത്, പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയിരിക്കുന്ന സമയത്ത് ഞാൻ കോട്ട ആശ്രമത്തിലേക്ക് പോകാനായിട്ട് പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയർ സ്കൂൾ എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ അയൽപ്പക്കത്തുള്ള ഒരു സഹോദരി, റോമൻ കാത്തലിക് സഹോദരിയാണ്. ആ സഹോദരി ഇപ്പൊ മരിച്ചു, കുറച്ച് നാളായിട്ടുള്ള മരിച്ചിട്ട്. ആ സഹോദരി ഇങ്ങനെ കോട്ട ആശ്രമത്തിലേക്ക് പോകാനായിട്ട് വെറുതെ എന്നെ ക്ഷണിച്ചു. അപ്പൊ എനിക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പാഠം ഉണ്ടായിരുന്നു. പാഠത്തിൽ ഒരു മലയാളം പാഠം, കാൽവരിയിൽ എന്നാണോ അല്ലെങ്കിൽ കാൽവരിയിൽ നിന്ന് എന്നാണോ എനിക്കറിയില്ല പാഠത്തിന്റെ തലക്കെട്ട്. അതിൽ യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ചാണ് പറയുന്നതും, എന്നിട്ട് ക്രിസ്ത്യാനികളുടെ ദൈവം എന്ന് യേശു എഴുന്നേറ്റു എന്ന് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അതിന്റെ ഒരു ചെറിയൊരു. അപ്പൊ അത് അന്ന് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഉള്ളിൽ ഭയങ്കര ഒരു ഇഷ്ടം, യേശുവിനോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു അസ്വസ്ഥത ഉണ്ടായ ശരീരത്തിന്. അത് ബ്ലീഡിങ് ആയിരുന്നു. ആ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ പീരീഡ്സ് വന്നു കഴിഞ്ഞാൽ ബ്ലീഡിങ് നിൽക്കില്ല, ഒരുപാട് അങ്ങനെ ബ്ലീഡിങ് ചെയ്യുന്ന ഒരവസ്ഥ. ഹോസ്പിറ്റലിൽ അന്ന് പോകാൻ പറ്റിയ ഹോസ്പിറ്റലിൽ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി. 28 ദിവസത്തെ അവരൊരു ഹോർമോൺ ഗുളിക തരും, അത് കഴിച്ചു. അതുകൊണ്ടൊന്നും അത് ഭേദമായില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അയൽപക്കത്തുള്ള ഒരു ചേച്ചി എൻ്റെ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ചേച്ചി ഇങ്ങനെ മൂന്നുമുറി പള്ളിയിലെ ഒരു മിഷൻ ധ്യാനം നടക്കുന്നുണ്ട്, കപ്പുച്ചിയൻ മിഷൻ അച്ഛന്മാരാണ് അന്ന് ധ്യാനിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ധ്യാനത്തിലേക്ക് എന്നെ പറഞ്ഞു വിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ധ്യാനത്തിലേക്ക് വൈകുന്നേരം 5 മണിക്ക് ശേഷമായിരുന്നു ആ ധ്യാനം. അത് സ്കൂളിന്റെ അങ്കണത്തിലായിരുന്നു ധ്യാനം. അങ്ങനെ ഞാൻ അവിടേക്ക് കടന്നുപോയി. 3ാം ദിവസം അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിത്ത് അച്ഛന്റെ പേര് രഞ്ജിത്ത് എന്നാണ്, കപ്പൂച്ചിയൻ മിഷൻ അച്ഛനാണ്. അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഗർഭാശയ സംബന്ധമായി അസ്വസ്ഥതയായി ഇവിടെ വന്നിരിക്കുന്ന ചിലരെ യേശു തൊടുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് ഈ എന്താ പറയാ സൗഖ്യം വളരെ അത്യാവശ്യമായിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ വയറ്റിൽ തൊട്ട് ഞാൻ എഴുന്നേറ്റ് നിന്ന് വിശ്വസിച്ച അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും അവനവൻ്റെ വയറ്റിൽ തൊട്ട് വിശ്വസിച്ച് സൗഖ്യം പ്രാപിക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ എൻ്റെ വയറ്റിൽ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു, ദൈവം എനിക്ക് സൗഖ്യം തരുന്നു എന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു. ജീവിതത്തിൽ ആദ്യമായിട്ട്, നമ്മളിതൊന്നും നമുക്ക് പരിചയമുള്ള കാര്യങ്ങളല്ലല്ലോ.
അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എനിക്ക് ബ്ലീഡിംഗ് ഇല്ല. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായി. അന്ന് തുടങ്ങി എനിക്ക് ദൈവത്തിൽ വളരെ എന്താ പറയാ സന്തോഷമായി. എന്നുവെച്ചാൽ അസുഖം മാറി, വിശ്വാസം കൂടി എന്ന് പറഞ്ഞാൽ യേശുവിനെ ഒരുപാട് ഇഷ്ടമായി. എന്നാൽ പിറ്റേ ദിവസം 5 ദിവസമായിരുന്നു ധ്യാനം. പിറ്റേ ദിവസം 2 ദിവസം ധ്യാനത്തിന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് വിട്ടില്ല. കാരണം അപ്പത്തേനും നാട്ടുകാരും കണ്ടവരൊക്കെ ബഹളം വെച്ചു. എന്താ ഞാൻ പള്ളിയിൽ പോണേന്ന് ചോദിച്ച് അമ്മയുടെ അടുത്ത് ബഹളം വെച്ചപ്പോൾ പിന്നെ അമ്മയ്ക്ക് പേടിയായി. കാരണം 5 പെൺമക്കളാണ് ഞങ്ങള്. അങ്ങനെ എനിക്ക് സങ്കടമായി. ഞാൻ എൻ്റെ കയ്യിൽ ഒരു ചെറിയ പാട്ടുപുസ്തകം കിട്ടിയിരുന്നു അവിടുന്ന്. ആ പാട്ടുപുസ്തകം എടുത്തിട്ട് ഞാൻ മേലെ, ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞ ഒരു ഇച്ചിരി മലമ്പ്രദേശമാണ്, കുന്നുണ്ട്. ആ കുന്നിന് മേലെ പോയിരുന്ന എനിക്ക് അവിടെ പള്ളിയിൽ നടക്കുന്ന കാര്യങ്ങൾ ചെറുതായിട്ട് കേൾക്കാം. അതായത് വളരെ സ്പഷ്ടമല്ല ഒന്നും, എന്നാൽ പാട്ട് പാടുന്നതൊക്കെ എനിക്ക് കേൾക്കാം. ഞാൻ അങ്ങനെ പുസ്തകം കൈപിടിച്ച് പള്ളിയിൽ മലയിൽ ഒരു കുന്നിൽ, ഞങ്ങളുടെ വീടിന്റെ മേലെ കുന്നിൽ ചെന്നിരുന്നിട്ട് ഞാൻ ഈ പാട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ദൈവത്തോട് അവിടെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി പോന്നു. അങ്ങനെ ആ 10ാം ക്ലാസ്സും അങ്ങനെ ബ്ലീഡിങ്ങും എല്ലാം അവിടെ സ്റ്റോപ്പായി. 10ാം ക്ലാസ് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഈ കോട്ടയ്ക്ക് പോകാനുള്ള അവസരം കിട്ടുന്നത്. കോട്ടയ്ക്ക് പോകാനായിട്ട് അന്ന് ഞാനും എൻ്റെ അനിയത്തിയും, തൊട്ട് താഴെ അനിയത്തിയും വീട്ടിൽ 2 അയൽപ്പക്കാരും കൂടിയാണ് പോകുന്നത്. അവിടെ ചെന്ന് വചനങ്ങളൊക്കെ കേട്ടു. കോട്ടയിൽ ചെന്ന് വചനങ്ങൾ കേട്ടു തുടങ്ങിയപ്പോൾ എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി. അതായത് ഞാൻ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ തൊഴുന്ന, പോകുന്ന അമ്പലത്തിലുള്ള ദൈവങ്ങളും ഈ ദൈവവും തമ്മിലുള്ള വ്യത്യാസം എനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പക്ഷെ എനിക്കത് അന്ന് ആരോട് ചോദിക്കാനോ പറയാനോ ഒന്നും ഒരു നിവൃത്തിയില്ല. എനിവേ കോട്ടയിൽ നിന്ന് എനിക്കൊരു ന്യൂ ടെസ്റ്റമെന്റ്, സങ്കീർത്തനങ്ങളും സദൃശ്യവാക്യങ്ങളും ഉള്ള ഒരു ന്യൂ ടെസ്റ്റമെന്റ് എനിക്ക് കിട്ടി. അപ്പൊ ഞാനത് എൻ്റെ കയ്യിൽ വെച്ച് ഞാനത് വായിക്കാൻ തുടങ്ങി. അങ്ങനെ പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ഒരു വഴിത്തിരിവ്, ആദ്യത്തെ വഴിത്തിരിവ് പ്രീ ഡിഗ്രിക്കുള്ള അഡ്മിഷൻ കിട്ടാം. ചെറുപ്പത്തിൽ തുടങ്ങി എനിക്ക് നഴ്സാവണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല. അമ്മ രോഗിയായതുകൊണ്ടാണോ, അല്ലെങ്കിൽ വെള്ള കോട്ടിട്ട് സിസ്റ്റർമാരിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ ഉള്ള സന്തോഷം കൊണ്ടാണോ എനിക്കറിയില്ല. നഴ്സാവണം. 5ാം ക്ലാസ്സിൽ തുടങ്ങി എനിക്ക് നഴ്സാവണമെന്ന് വലിയ ആഗ്രഹം. പിന്നെ ഞാനും പലവിധ രോഗങ്ങൾ, ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്ന് പോരാൻ എനിക്ക് നേരം ഉണ്ടായിട്ടില്ല. ചെറുപ്പത്തിലേ ഗൃഹിണി പിടിച്ചായിരുന്നു. നന്നായിട്ട് വലിയ വയറൊക്കെ ആയി അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്നും അസ്വസ്ഥതയും അസുഖങ്ങളും ആയുർവേദവും കഷായവും മരുന്നുമായിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എൻ്റെ കാര്യത്തിൽ, അമ്മയുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അപ്പോൾ നഴ്സാവണമെന്ന് ആഗ്രഹിച്ച് ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അപ്പോൾ 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെ അവസ്ഥയൊക്കെ അറിയാലോ. ഒരു കണക്കിന് പഠിച്ചു. ഒരു 72% മാർക്കാണ്. അന്ന് SSC ആയിരുന്നു. 1987 ബാച്ച്, എല്ലാം എടുത്തു കളഞ്ഞ ഒരു ബാച്ചായിരുന്നു അത്. SSC ബാച്ചിലായിരുന്നു. അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് പ്രീ ഡിഗ്രിക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് 4 കോളേജിൽ അയച്ചു. 4 കോളേജിൽ നിന്നും 3rd ഗ്രൂപ്പിന്, 3 കോളേജിൽ നിന്ന് 3rd ഗ്രൂപ്പിന് വന്നു. ഇപ്പൊ എൻ്റെ ഹൃദയം അങ്ങ് വല്ലാതെ എന്താ പറയാ വേദനിച്ചു. കാരണം എനിക്ക് 2nd ഗ്രൂപ്പാണ് വേണ്ടത്. നഴ്സ് ആവണമെങ്കിൽ 2nd ഗ്രൂപ്പ് വേണം. നാട്ടിൽ നഴ്സ് ആവണമെങ്കിൽ 2nd ഗ്രൂപ്പ് വേണം. പുറത്തൊന്നും പോയി നഴ്സിംഗ് പഠിക്കാനുള്ള പൈസയും നമുക്കില്ല. അതുകൊണ്ട് വേറെ ഏത് ഗ്രൂപ്പിനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ചു അച്ഛൻ്റെ വീട്ടിൽ നിന്ന് പഠിക്കാം. അച്ഛൻ്റെ വീട് എന്ന് പറഞ്ഞാൽ വടമ അഷ്ടമിച്ചിറ മാളയ്ക്കടുത്ത്. അങ്ങനെ മാള കാർമൽ കോളേജിൽ 3rd ഗ്രൂപ്പിന് പോയി ചേരാനായിട്ട് തീരുമാനിക്കുകയാണ് വീട്ടിൽ നിന്ന്. അങ്ങനെ 3 ജോഡി കളർ ഡ്രസ്സാണ്, യൂണിഫോം. അതെടുത്ത് തയ്യാറായി ഞാനും അമ്മയും. എത്രയോ 100-300 പൈസ 300 എനിക്കറിയില്ല എത്ര കറക്റ്റ്, 1000-ന് താഴെയാണ് അഡ്മിഷൻ ഫീ വേണമായിരുന്നു. 350 രൂപയാന്ന് തോന്നുന്നു. അങ്ങനെ പൈസയും ഉണ്ടാക്കി ഞാനും അമ്മയും കൂടി അച്ഛൻ്റെ വീട്ടിൽ ചെന്ന് അച്ഛൻ്റെ ബന്ധുവായ ഒരു പാപ്പൻ എന്ന് പറയും, പാപ്പനെയും കൂട്ടി ഞങ്ങൾ മാള കാർമൽ കോളേജിൽ ചെന്നിട്ട് അഡ്മിഷൻ കൗണ്ടറിൽ അമ്മ നിന്നുകൊണ്ട് അപ്പൊ ഞാൻ കരയുവാ. എനിക്ക് സങ്കടം, കാരണം 3rd ഗ്രൂപ്പ് അല്ലേ. അഡ്മിഷൻ കൊടുക്കാനായിട്ട് കൗണ്ടറിൽ നിന്ന് അമ്മ ഈ റെസീറ്റ്, അപ്ലിക്കേഷൻ്റെ ഇതും ഈ പൈസയും കൂടി അമ്മ അങ്ങനെ നീട്ടി വെക്കുക. കൗണ്ടർ റെക്കോർഡ് വെക്കുമ്പോൾ അമ്മ അസിസ്റ്റന്റ് മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിക്കുക, സിസ്റ്ററെ 3rd ഗ്രൂപ്പ് പഠിച്ചു കഴിഞ്ഞാൽ നഴ്സാവാൻ പറ്റുമോ? അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, അതിനെന്താ കുഴപ്പമില്ല, 3rd ഗ്രൂപ്പ് പഠിച്ചാലും നഴ്സാവാം. ഞാൻ പറയാം അവിടെ നിന്നിട്ട് അമ്മോട്, അമ്മ പറ്റില്ല അമ്മ, സിസ്റ്റർ കള്ളം പറയണതാ. അമ്മോടെ അടുത്ത് ഞാൻ പറയാം ആ സമയത്ത് പതുക്കെ. എന്താ അവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആ അമ്മ കൊടുത്ത പൈസയും ആ റെസീറ്റും തിരിച്ചു വാങ്ങിക്കുകയാണ്. ഇങ്ങനെ തിരിച്ചെടുത്തിട്ട് അമ്മ എന്നോട് പറയാ, വാ മോളെ നമുക്ക് പോവാം, ഇത് നമുക്ക് വേണ്ട. അത് ദൈവത്തിന്റെ ഒരു വലിയ അത്ഭുത പ്രവൃത്തിയാണെന്ന് ഞാൻ പിന്നെ മനസ്സിലാക്കി. കാരണം അത് സാക്ഷ്യത്തിന്റെ വേറൊരു ഭാഗം.
അപ്പൊ കൂടെ വന്ന പാപ്പൻ ചോദിച്ചു, അതെന്താ ലീല അങ്ങനെ, അമ്മയുടെ പേര് ലീല എന്നാണ്, അതെന്താ ലീല അങ്ങനെ, ഇനി എന്ത് ചെയ്യും കൊച്ച്? അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല ചേട്ടാ കുഴപ്പമില്ല, ദൈവം അവൾക്ക് വേറെ എന്തെങ്കിലും കണ്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞാനും അമ്മയും കൂടി മാളയെന്ന് വീട്ടിലെത്തുക. അന്ന് വൈകുന്നേരം വീട്ടിലെത്തിയപ്പോ അവിടെ ഞാൻ കാണുന്നത് തൃശ്ശൂർ കേരളവർമ്മയെന്ന്, ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടൊരു കോളേജാണ് അത്. കാരണം മിക്സഡ് കോളേജാണ്. എല്ലാവരും പേടിപ്പിച്ചു അമ്മേനെ, മോളെ അങ്ങനെ വിടരുത്, മോള് തെറ്റിപ്പോവും, വഴിതെറ്റും, ആൺപിള്ളേരുള്ള കോളേജാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് സമരമുണ്ട് എന്നും. എനിവേ ആ സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ തൃശ്ശൂർ കേരളവർമ്മയെന്ന് ഇങ്ങനെ ആപ്ലിക്കേഷൻ ഇത് റിസീവ് ചെയ്തതായിട്ടും എന്നെ 3rd ഗ്രൂപ്പിന് ക്ഷണിച്ചതായിട്ടും എനിക്ക് ഒരു പേപ്പർ വന്ന് കിടക്കാം. എൻ്റെ ഹൃദയം എന്താ പറയാ പൊട്ടി. കാരണം 3rd ഗ്രൂപ്പ് ഉപേക്ഷിച്ചിട്ട് ഇവിടെ വന്നത് ഇപ്പൊ ആകെയുള്ള ഒരു ഇതാണ്. ഇനി വേറെ ഒരു കോളേജിലും ഇല്ല. ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്, മാള കാർമൽ, സേക്രഡ് ഹാർട്ട് ചാലക്കുടി, കേരളവർമ്മ തൃശ്ശൂർ, ഈ 4 സ്ഥലത്താണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായത്. കേരളവർമ്മേന്നു അത് അവസാനത്തെ ആയിട്ട് ഇത് വന്നപ്പോൾ എൻ്റെ ഹൃദയം വളരെ വേദനിച്ചു. ഞാൻ പറഞ്ഞു, ഇനി എന്താ ചെയ്യാ, എനിവേ പോകാം. അങ്ങനെ കേരളവർമ്മയിലേക്ക് ഞാനും അമ്മയും കൂടി പോയി അഡ്മിഷൻ ഒക്കെ ചെയ്യുക. അഡ്മിഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ക്യാൻറ്റീനിലേക്ക് പോവുക. അപ്പൊ എൻ്റെ അമ്മയുടെ ഹൃദയം പൊട്ടിക്കരയുക. ഞാൻ വെച്ചാൽ ഞങ്ങൾ രണ്ടാളും കരയാൻ തുടങ്ങി. അവിടെ നിന്ന് ക്യാൻറ്റീനിൽ നിന്ന് ഞങ്ങൾ രണ്ടുപേരും കരയുക. കരയുന്ന സമയത്ത് ഒരു സീനിയർ സ്റ്റുഡന്റ് കടന്നു വന്ന് ഞങ്ങളോട് ചോദിച്ചു, എന്താ അമ്മയും മോളിൽ നിന്ന് കരയണേന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞു, മോനെ ഇവൾക്ക് നഴ്സിംഗ് പഠിക്കണം, ഇവൾക്ക് 2nd ഗ്രൂപ്പ് വേണം എന്നാണ് ആഗ്രഹം, പക്ഷേ എല്ലായിടത്തു നിന്നും കിട്ടിയത് 3rd ഗ്രൂപ്പാണ്. അപ്പൊ ഈ സീനിയർ സ്റ്റുഡന്റ് ഈ സഹോദരൻ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു, കുഴപ്പമില്ല, 2 മാസം 3rd ഗ്രൂപ്പിൽ ഇരിക്കട്ടെ, അത് കഴിയുമ്പോൾ ഇവിടെ കുട്ടികള് 1st ഗ്രൂപ്പിൽ നിന്നും 2nd ഗ്രൂപ്പിൽ നിന്നും കുറെ പേര് തിരിച്ചു പോകും. അപ്പോൾ ഷീബയ്ക്ക് 2nd ഗ്രൂപ്പിലേക്ക് കയറാൻ ഒരു ചാൻസ് ഉണ്ടാവും, അത് കിട്ടും ഉറപ്പാന്ന് പറഞ്ഞു. അപ്പോൾ അത് നമുക്കൊരു ആശ്വാസമായിട്ട് തോന്നി. ആ വാക്കിന്റെ പുറകെ നമ്മൾ വീട്ടിലെത്തി. 2 മാസം ഞാൻ കേരളവർമ്മയിൽ ഈവനിങ് ഷിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതായത് 3rd ഗ്രൂപ്പിന്റെ ഷിഫ്റ്റ് ഈവനിങ് ആണ്. 11 മണി തുടങ്ങി 4 മണി വരെ. പിന്നെ വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം 7-8 മണി രാത്രി. നാട്ടുകാർക്ക് പ്രശ്നമായി, വീട്ടുകാർക്കും പ്രശ്നമായി. കാരണം ഞാൻ വീട്ടിൽ സന്ധ്യയ്ക്ക് വെളിയിലിറങ്ങാത്ത ഒരാള് 8 മണിക്ക് കോളേജ് കഴിഞ്ഞിട്ട് വരുന്നത്. എനിവേ 2 മാസം കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ പോലെ 2nd ഗ്രൂപ്പിലേക്ക് കയറാനിടയായി. 2nd ഗ്രൂപ്പിലേക്ക് കയറി. എനിക്ക് ദൈവം അവിടെ ഒരു സീറ്റ് എനിക്ക് തന്നു. എൻ്റെ കൂടെ 2-3 പേര് കൂട്ടുകാരുണ്ടായിരുന്നു, 2nd ഗ്രൂപ്പ് ആവശ്യമായിട്ടുള്ളവര്. അവർ ഞങ്ങൾ ഒരുമിച്ച് 2nd ഗ്രൂപ്പിലേക്ക് കയറി. ഇനി അവിടെ നിന്നാണ് നമ്മുടെ പ്രശ്നം തുടങ്ങുന്നത്. മലയാളം മീഡിയത്തിൽ പഠിച്ച ഞാന് 2nd ഗ്രൂപ്പിൽ ചെന്നിരുന്നപ്പോൾ എനിക്ക് ഒരു കഥയും അറിയുന്നില്ല. അവിടെ എന്താ പറയണതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അവരെന്തൊക്കെയോ പറയുന്നു. പ്രീ ഡിഗ്രി എന്താ പറയാ, ഫസ്റ്റ് ബെഞ്ചിൽ അല്ല, ഫസ്റ്റ് മുന്നിലിരുന്ന കുട്ടികളൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ളവർ, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവർ, ഡോക്ടേഴ്സിന്റെയും എഞ്ചിനീയേഴ്സിന്റെയും ഒക്കെ മക്കള്, അവരും പ്രൊഫസറൊക്കെ ആയിട്ട് നല്ല കോൺവെർസേഷൻ നടക്കുന്നുണ്ട്. നമ്മൾ പറയിലിരുന്നിട്ട് എന്തോ കേൾക്കുന്നുണ്ട്, എന്തോ ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് എഴുന്നേറ്റ് പോരും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ എനിക്ക് കെമിസ്ട്രി എന്ന് പറഞ്ഞു, ഫിസിക്സും കെമിസ്ട്രിയും വളരെ ടഫായി. എനിക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും പറ്റില്ല. അപ്പൊ ഞാൻ ഈ കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് രാത്രി വീട്ടിലിരുന്ന് എൻ്റെ പണി കരച്ചില്ല, അമ്മയുടെ പണി ആശ്വസിപ്പിക്കില്ല. അങ്ങനെ അമ്മയും കരയും, ഞാനും കരയും. ഇങ്ങനെ ഒരു കണക്കിന് പ്രീ ഡിഗ്രി എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്തും ബൈബിൾ ഇങ്ങനെ വായിക്കുമായിരുന്നു, ന്യൂ ടെസ്റ്റമെന്റും സങ്കീർത്തനത്തിലായിരുന്നു എൻ്റെ ആശ്രയം മുഴുവൻ. അത് വലിയ സന്തോഷമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കഥയൊന്നും അറിയില്ല ആ സമയത്ത്. ദാവീദാര, ആസഫാര ഒന്നും അറിയില്ല. നമ്മളിങ്ങനെ ഇത് വായിച്ച് നമുക്ക് ആശ്വാസം കിട്ടുന്ന പോലെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് തോന്നി. അങ്ങനെ 2nd ഗ്രൂപ്പ് ഒരു 50% മാർക്കിൽ പാസ്സായി. ഞാൻ ഇത് എടുത്തു പറയേണ്ട ഒരു കാര്യം, പ്രീ ഡിഗ്രിക്ക് 2nd ഗ്രൂപ്പിൽ 2nd ക്ലാസ് കിട്ടിയത് എന്നോട് പറഞ്ഞപ്പോൾ കൂട്ടുകാർ, ഞാൻ റിസൾട്ട് നോക്കാൻ പോവാ, റിസൾട്ട് നോക്കി തിരിച്ചു വരുന്ന കൂട്ടുകാർ പറയും, നീ പഠിക്കേണ്ട ഷീബ, നിനക്ക് 2nd ക്ലാസ് ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, നോ വേ, നീ ആരെങ്കിലും പേര് തെറ്റിക്കണ്ടതായിരിക്കുന്നു. ആ പുള്ളിക്കാരെ അടുത്ത് ഞാൻ പറഞ്ഞു ചെന്നപ്പോൾ 2nd ക്ലാസ്, നമുക്കന്ന് 2nd ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്വർഗം കിട്ടണ പോലെ. കാരണം നമ്മൾ തോൽക്കുന്നു വിചാരിച്ചിട്ടാണ് നടക്കുന്നത്. ആക്ച്വലി ഫസ്റ്റ് ഇയർ തോറ്റതാ, ഇംഗ്ലീഷിൽ തോറ്റു, ഫിസിക്സിൽ തോറ്റു. എൻ്റെ ജീവിതത്തിൽ തോൽവി ആദ്യമായിട്ട് ഞാൻ അറിയണത് അപ്പോഴാണ്, അതായത് പഠിത്തത്തിന്റെ കാര്യത്തിൽ. അപ്പം നോക്കിയപ്പോ വീട്ടിൽ ഞാൻ പറഞ്ഞില്ല, കാരണം അമ്മയ്ക്ക് ഷോക്കാവും. 2nd ഇയറിൽ എഴുതിയെടുക്കാലോ, അങ്ങനെയുള്ള ഒരു ആശ്വാസത്തിലാണ് ഞാൻ ഇത് എല്ലാം കൊണ്ട് മുന്നോട്ട് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഈ റിസൾട്ട് മാർക്ക് ലിസ്റ്റ് കിട്ടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഫിസിക്സിൽ 1 മാർക്ക് കുറഞ്ഞു എന്നുണ്ടെങ്കിൽ ഞാൻ പ്രീ ഡിഗ്രിക്ക് തോറ്റു പോകുമായിരുന്നു.
അപ്പൊ ദൈവം കറക്റ്റായിട്ട് അവിടെ ഒരു അത്ഭുതം ചെയ്തിട്ടാണ് ഞാൻ പ്രീ ഡിഗ്രി ജയിച്ചത്. അപ്പൊ ഇത് പറയുന്നത് ബാക്കിയുള്ള സാക്ഷ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ്. എനിവേ, ദൈവത്തെ അങ്ങനെ ബൈബിള് വായിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രി കഴിഞ്ഞ് എനിക്ക് നഴ്സിംഗിന് പോകണമെന്ന് ആഗ്രഹം. നഴ്സിംഗിന് എവിടെയും കിട്ടിയില്ല. അപ്പൊ ഞാനൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സായിട്ട് കോട്ടയം കുറവിലങ്ങാട്ടിലേക്ക് കടന്നുപോയി. ഒരു കൂട്ടുകാരി മുഖാന്തരമാണ് പോയത്. അങ്ങനെ അത് പഠിച്ച് ഈറോഡ് എന്താ പറയാ അതിന്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് കടന്നുപോയി. 3 മാസം അവിടെ നിന്നു. മലേറിയ വന്നു, തിരിച്ചു വന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരു സിസ്റ്ററായിട്ട് കഞ്ചിക്കോട് അസീസി മിഷനിൽ എനിക്ക് നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ഇന്റേൺഷിപ്പ് എടുക്കാൻ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവസരം കിട്ടി. അവിടെ വെച്ച് എനിക്ക് കൂടുതലായിട്ട് കാത്തലിക് കാര്യങ്ങൾ പഠിക്കാനും പ്രാർത്ഥനയിലും മാതാവിന്റെ ഭക്തിയിലും കൊന്ത ചൊല്ലാനും പ്രാർത്ഥന ലീഡ് ചെയ്യാനും ഞാൻ വളരെ ആക്റ്റീവായിരുന്നു. അങ്ങനെ അസീസി മിഷനായിരുന്നു സിസ്റ്റേഴ്സ്. അങ്ങനെ അവരോട് കൂടെ എല്ലാ കാര്യങ്ങളിലും വളരെ ഭംഗിയായി എല്ലാം ചെയ്തു പോന്നു. അങ്ങനെ അവിടുത്തെ 1 വർഷം കഴിഞ്ഞ് KG ഹോസ്പിറ്റല് കോയമ്പത്തൂര് എനിക്ക് അവിടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ആയിട്ട് ജോലി കിട്ടി. അങ്ങനെ ജോലി കിട്ടുന്ന സമയത്താണ് ജോലി കിട്ടി. അപ്പൊ ഞാൻ എന്നും ഈ ബൈബിള് സങ്കീർത്തനം 5 ചാപ്റ്റർ വായിച്ചിട്ട് ഞാൻ ദൈവത്തോട് രാത്രി കിടക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറയും, ദൈവമേ, ഞാനൊരു നേഴ്സ് ആവണമെന്നാണല്ലോ ആഗ്രഹിച്ചത്, എന്നാൽ ഞാൻ ഇന്നൊരു നഴ്സിംഗ് അസിസ്റ്റന്റ് ആണ്. അപ്പോഴും ഞാൻ പറയും, ദൈവമേ, നീ അതാണ് എനിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എനിക്കത് മതി. ഇതിൽ കൂടെ ആയാലും എനിക്ക് രോഗികളെ സേവിക്കാം, എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എൻ്റെ സേവനം കൊടുക്കാം എന്ന് പറഞ്ഞ് ഞാൻ സ്വയം സമാധാനിക്കുക. അങ്ങനെ 1 വർഷം കഴിഞ്ഞു. ആ ഡിസംബറിൽ അമ്മ എനിക്കൊരു എഴുത്തെഴുതാ, മോളെ നീ നാട്ടിൽ വരണം, ഇങ്ങനെ ലാൽ മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഇരിഞ്ഞാലക്കുടയിൽ ഞാനൊരു നഴ്സിംഗിന്റെ ഫോം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഒരു 25 കിലോമീറ്റർ ദൂരമുള്ളൂ. നമുക്കത് അറിയേയില്ലായിരുന്നു അങ്ങനെ ഒരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ടെന്ന്. അമ്മ ഒരു ചായക്കടയിൽ നിന്ന് പേപ്പർ വാങ്ങിച്ച് വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു വൈകുന്നേരങ്ങളിൽ. അങ്ങനെ അതിൽ വന്ന ഒരു അഡ്മിഷന്റെ ഇതിലാണ് അമ്മ അത് കണ്ടത്. അങ്ങനെ അമ്മ അത് ഇങ്ങനെ വിളിക്കുകയല്ല, അന്നൊക്കെ ലെറ്റർ എഴുതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തിരിച്ചൊരു ലെറ്റർ എഴുതി, അമ്മ ഇതെങ്ങനെ നടക്കും, നമ്മുടെ കയ്യിൽ 10 പൈസയില്ല, പ്രൈവറ്റ് സ്കൂളാണ് അത്, അപ്പൊ അവിടെ പോയി പഠിക്കണമെങ്കിൽ നമുക്ക് പൈസ വേണം. അപ്പൊ അങ്ങനെ ഞാൻ നാട്ടിലേക്ക് വന്നു അപ്ലിക്കേഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. അപ്പൊ അമ്മ എന്നോട് പറഞ്ഞു, ദൈവം നടത്തും. ഒരു ജീവിക്കുന്ന ദൈവമുണ്ട്, നമ്മയ്ക്ക് നല്ല വിശ്വാസമാണ്. അതാരാന്ന് അമ്മയ്ക്ക് അറിയില്ല, എന്നാൽ ആ ദൈവത്തിൽ ജീവിക്കുന്ന ദൈവം ഉണ്ടെന്നുള്ള വിശ്വാസം അമ്മയ്ക്ക് വളരെ വലുതായിരുന്നു. അത് ഞങ്ങൾ എന്നും കണ്ടുകൊണ്ടാണ് വളർന്നത്. അങ്ങനെ ഞാൻ വന്നു, ഫോം ഫില്ല് ചെയ്ത് കൊടുത്തു. അവിടെ അഡ്മിഷന് പോയി. അവിടെ അഡ്മിഷൻ ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാ എന്താ പറയുക വന്നേക്കുന്ന എല്ലാവരും തന്നെ എന്നെക്കാളും നല്ല മാർക്കുള്ളവരും നല്ല എൻട്രൻസ് ഒക്കെ എഴുതിയിട്ട് കിട്ടാണ്ട് വന്നേക്കുന്ന ആൾക്കാരാ. അപ്പൊ എനിക്ക് വീണ്ടും പേടിയായി, ദൈവമേ, ഞാനിവിടെ ഇത്രേ ഉള്ളൂ, 500 ആപ്ലിക്കേഷൻ ഉണ്ട്, 500 പിള്ളേർ ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ട്, 20 സീറ്റാണ് അവിടെ ഉള്ളത് ആകെ. ഞാനിങ്ങനെ പേടിച്ച്, അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്കൊരു ജോലി ഉണ്ടല്ലോ, ഞാൻ അവിടെ നിൽക്കും എന്നുള്ളതിൽ എനിക്ക് സമാധാനം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഇന്റർവ്യൂ ചെയ്ത സമയത്ത് ആ പ്രിൻസിപ്പാളാണെങ്കിൽ തമിഴ്നാട്ടിൽ വർക്ക് ചെയ്ത് റിട്ടയർഡായ ഒരു പുള്ളിക്കാരിയാണ്, മലയാളിയാണ്. പക്ഷെ എന്നാൽ തമിഴിനോടാണ് പുള്ളിക്ക് പ്രിയം. ഞാൻ കോയമ്പത്തൂരാന്ന് പറഞ്ഞപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു, തമിഴ് വായിക്കാനോ എഴുതാനൊക്കെ അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. കാരണം അവിടെ ചെന്ന് ഞാൻ തമിഴ് വായിക്കാനോ എഴുതാനോ ഒക്കെ പഠിച്ചു. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷമായി, പുള്ളിക്ക് ഭയങ്കര കാര്യമായി. പുള്ളി ഒരു പേപ്പർ എടുത്ത് വെച്ച് എന്നോട് വായിപ്പിച്ചു. അപ്പൊ ഞാനത് വായിച്ചു കൊടുത്തു. അങ്ങനെ അവിടെ എനിക്ക് നഴ്സിങ്ങിന് പിന്നെ ഒരു അച്ഛൻ്റെ ഒരു ബന്ധു ആയിട്ടൊരു റെക്കമെൻഡേഷൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി ആയപ്പോൾ എനിക്ക് നഴ്സിംഗ് കിട്ടി. നഴ്സിംഗിന് കിട്ടി എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, നഴ്സിംഗ് 250 രൂപ മാസം മെസ് ഫീ കൊടുക്കണം. പിന്നെ കുറച്ച് ട്യൂഷൻ ഫീ ഉണ്ട്, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നോട് ആദ്യത്തെ പ്രാവശ്യം നഴ്സിംഗ് സ്കൂളിൽ ട്യൂഷൻ ഫീ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിലില്ല, ഞാൻ പഠിച്ചിട്ട് ജോലി കിട്ടുമ്പോൾ ഞാൻ തരാം എന്ന് പറഞ്ഞ ഒരവസ്ഥ എൻ്റെ ജീവിതത്തിലുണ്ട്. അമ്മ എനിക്കൊരു എഴുത്ത് അയച്ചു തന്നയച്ചു, ഇത് അവിടുത്തെ ഡയറക്ടർ സാറിന് കൊടുക്കാൻ പറഞ്ഞിട്ട്. ഞാൻ നാണക്കേടുകൊണ്ട് ഞാനത് കൊടുത്തില്ല. കാരണം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഇപ്പോൾ, എൻ്റെ മോള് നഴ്സിംഗ് പഠിക്കട്ടെ, അതായിരുന്നു. 3000 രൂപ വേണമായിരുന്നു അഡ്മിഷൻ ഫീസ്. എനിക്ക് 1500 രൂപയാണ് എൻ്റെ കയ്യിൽ ഉണ്ടായത് ചെന്നപ്പോൾ. ബാക്കിയുള്ളത് പിന്നെ തരാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അഡ്മിഷൻ കയറിയത്. പിന്നെ എൻ്റെ ഒരു അനുജത്തി ജോലി ചെയ്തിട്ടാണ് എൻ്റെ മെസ് ഫീ
അവിടുത്തെ കാര്യങ്ങൾ ഓരോ മാസം നീങ്ങിക്കൊണ്ടിരുന്നത്. 3-ാം വർഷം അവസാനത്തെ മാസം മെസ് ഫീ കൊടുക്കാൻ ഇല്ലാതെ എൻ്റെ വാർഡൻ ഒരു ടീച്ചറാണ് എനിക്ക് മെസ് ഫീ കൊടുത്തത്. ഇത് ഞാൻ പ്രത്യേകം എടുത്ത് പറയുവാണ്. കാരണം നമ്മൾ പോകുന്ന അവസ്ഥ മനസ്സിലാക്കാൻ ദൈവം ഇന്നും എന്നെ സഹായിക്കുന്നു. പിന്നെ അങ്ങനെ നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്ക് നഴ്സിംഗ് ഫസ്റ്റ് ഇയർ ആയിരിക്കുമ്പോൾ അപ്പൻഡിക്സിന്റെ ഒരു സർജറി വേണമായിരുന്നു. പെട്ടെന്ന് ഒരു വയറുവേദന വന്നു. വീട്ടിൽ നിന്ന് ആൾക്കാർ വരുന്നതിന് മുന്നേ ഈ അച്ഛൻ്റെ ബന്ധു എന്ന് പറഞ്ഞ ആ പുള്ളിയെ വിളിച്ചിട്ട്, വെല്ലിച്ചിനെ വിളിച്ച് കൺസെന്റ് സൈൻ ചെയ്ത് സർജറി ചെയ്യുമായിരുന്നു. അങ്ങനെ സർജറി കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര സങ്കടം. ഓപ്പറേഷൻ ചെയ്ത ആ പ്രായമല്ലേ, ഓപ്പറേഷൻ ചെയ്തത് കൊണ്ടുണ്ടായ ഒരു എന്താ പറയാ, എന്താ പറയാ, ദേഷ്യം, ഒരു ഉള്ളിലുള്ള ഒരു ആകെ ഒരു അസ്വസ്ഥത. അങ്ങനെ സർജറി കഴിഞ്ഞ് 10 ദിവസം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്ന് എനിക്ക് അമ്മയുടെ അടുത്ത് ഭയങ്കര ദേഷ്യം, എന്താണെന്നറിയില്ല, ഭയങ്കര ദേഷ്യം. അപ്പൊ അമ്മയുടെ ചേച്ചി വെല്ലിമ്മ, വെള്ളിക്കുളങ്ങര ആണ് വീട്. ചേച്ചി അമ്മയുടെ വല്യമ്മ എന്നെ കാണാൻ വന്നു. വല്യമ്മ എന്നോട് പറഞ്ഞു, അമ്മ വല്യമ്മയുടെ അടുത്ത് പറഞ്ഞു, ചേച്ചി ഇവളെ കൊണ്ടക്കോ, എനിക്ക് ഇവളെ നോക്കാൻ പറ്റില്ല, ഇവൾക്ക് എന്നോട് ഇവിടെ ഭയങ്കര ദേഷ്യ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാൻ വന്നിട്ടുള്ളൂ വീട്ടില്, വന്ന ദിവസം തന്നെ. അപ്പൊ വല്യമ്മ പറഞ്ഞു ശരി പോരാൻ പറഞ്ഞു. അങ്ങനെ വല്യമ്മയുടെ കൂടെ ഞാൻ പോയി. വല്യമ്മയുടെ വീട്ടിൽ 2 പെൺമക്കളുണ്ട്, എൻ്റെ ചേച്ചിമാരാ, എന്നിൽ മൂത്തവരാ. അതിൽ ഒരു ചേച്ചി അന്ന് സന്ധ്യക്ക് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ആ ചേച്ചി ഇന്നില്ല, മരിച്ചു. എൻ്റെ അടുത്ത് പറഞ്ഞു, ഷീബ നിനക്ക് യേശുവിനെ ഭയങ്കര ഇഷ്ടമാണല്ലോ, അതേ ഇവിടെ തൊട്ടടുത്തൊരു പ്രാർത്ഥനയുണ്ട്, നീ പോരുന്നുണ്ടോ? ഞാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ പോന്നേക്കാന്ന് പറഞ്ഞ് ആ ചേച്ചിയുടെ കൂടെ ആ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയി. അവിടെ അതൊരു പാസ്റ്ററായിരുന്നു. ആ വീട്ടിലേക്ക് അവരുടെ അയൽപ്പക്കത്ത് വാടകയ്ക്ക് താമസിക്കുകയാണ്. അവർ ആദ്യമായിട്ട് അവിടെ വന്നേക്കാണ്. ആ പാസ്റ്ററിന്റെ ആദ്യത്തെ വിശ്വാസിയാണ് ഞാന്. അങ്ങനെ കൊണ്ടു ചെന്നു. അപ്പൊ ആ പാസ്റ്ററിന്റെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ എൻ്റെ ഉള്ളിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി. കാരണം ഞാൻ കാത്തലിക് ഇതിൽ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ആ സമയം. അപ്പൊ എനിക്ക് ചോദ്യങ്ങൾ വന്നു തുടങ്ങി. ഓരോ കാര്യങ്ങളും ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാസ്റ്ററോട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഇതെങ്ങനെയാ മധ്യസ്ഥ പ്രാർത്ഥന, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, മാതാവിനോടുള്ള പ്രാർത്ഥന, ഒരുപാട് കാര്യങ്ങൾ ഞാൻ സംശയം എന്നെ പാസ്റ്ററോട് ചോദിച്ചു. ആ പാസ്റ്റർ എല്ലാം എനിക്ക് ബൈബിളിലൂടെ, വചനത്തിലൂടെ അത് വ്യക്തമാക്കി തന്നു. വചനം വായിച്ചപ്പോ പാസ്റ്റർ അത് വചനഭാഗം എനിക്ക് കാണിച്ചു തന്നു. ഞാൻ വായിച്ചപ്പോ എനിക്ക് ബോധ്യം ദൈവം തന്നു. കാരണം പാസ്റ്റർമാർ പറയുമ്പോൾ നമുക്ക് പല രീതിയിൽ അത് എടുക്കാം. പക്ഷെ ദൈവം എൻ്റെ ഉള്ളിൽ ഒരു കൺവിക്ഷൻ തന്നു, ഒരു ബോധ്യം തന്നു എന്ന് എനിക്ക് മനസ്സിലായി. അത് മനസ്സിലാക്കി പിന്നെ അവിടെ നിന്ന് ഞാൻ വീട്ടിലേക്ക്, സ്കൂളിലേക്ക്, എന്താ പറയാ, 10 ദിവസത്തെ അവധി കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ അവിടെ രക്ഷിക്കപ്പെട്ടു. ദൈവത്തെ രക്ഷിതാവും എൻ്റെ സ്വന്തം രക്ഷകനായി ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടിട്ടാണ് ഞാൻ പിന്നെ സ്കൂളിലേക്ക് തിരിച്ചു പോകുന്നത്. അവിടെ ചെന്ന് ഞാൻ ബൈബിൾ വായിക്കാനും തുടങ്ങി. പേഷ്യൻസിനോടൊക്കെ എന്താ പറയാ, വചനം അല്ല യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അതിനാകെ പ്രശ്നമായി അവിടെ. കാരണം എൻ്റെ വാർഡ് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷീബ ബൈബിൾ വായിക്കരുതെന്ന് പറഞ്ഞു. അത് ശ്രീനാരായണ ഗുരുവിന്റെ ഒരു സ്ഥാപനമാണ് ഈ പഠിക്കുന്ന സ്ഥലം. എന്നോട് പറഞ്ഞു ഷീബ ബൈബിൾ വായിക്കരുത് എന്ന് എന്നെ വിളിച്ചു പറഞ്ഞു. പിറ്റേ ദിവസം ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഷീബ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഷീബോട് ഇന്നലെ പറഞ്ഞത് തെറ്റാണ് എന്ന് പറഞ്ഞു. ടീച്ചർ തന്നെ ദൈവം തോന്നിച്ചു, അല്ലെങ്കിൽ ടീച്ചറുടെ ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വന്നു. എനിവേ ഒരുപാട് സംശയം, ഒരുപാട് ടെൻഷൻ അവിടെ. പിന്നെ വീട്ടിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞ്, ചർച്ചിലേക്ക് പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ വീട് കഴിഞ്ഞിട്ടാണ്, വീടിന്റെ സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ്, 2-3 സ്റ്റോപ്പ് കഴിഞ്ഞിട്ടാണ് ചർച്ച്. അപ്പൊ ഞാൻ എന്നും അല്ല, കിട്ടുന്ന ഞായറാഴ്ചയൊക്കെ ഇവിടുന്ന് കള്ളം പറഞ്ഞ്, സത്യം പറയാലോ കള്ളം പറഞ്ഞിട്ടാ പോവാറ്. അമ്മയ്ക്ക് വയ്യ എന്ന് പറഞ്ഞിട്ടാ, അമ്മയ്ക്ക് വയ്യ ഓൾറെഡി, അത് അവർക്ക് എല്ലാവർക്കും അറിയാം. അമ്മയ്ക്ക് വയ്യ, അമ്മേനെ കാണാൻ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ ചർച്ചിൽ പോയിട്ട് ആരാധന കഴിഞ്ഞ് വീട്ടിലിറങ്ങാണ്ട് തിരിച്ചു വരുമായിരുന്നു. കാരണം വീട്ടിലിറങ്ങാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്തോ എങ്ങനെയോ ആരോ ബസ്സിന്റെ ഡ്രൈവറോ കണ്ടക്ടറോ ആരോ ഒരാള് അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു, ഷീബ വീട്ടിൽ വന്നിട്ടുണ്ടായോ? അപ്പൊ അച്ഛൻ പറഞ്ഞില്ല, ഇന്ന ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, വണ്ടി ഉണ്ടായല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിവേ അവർക്ക് മനസ്സിലായി, വീട്ടുകാർക്ക് പിന്നെ പതുക്കെ മനസ്സിലായി ഞാൻ ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ള കാര്യം. നാട്ടിലൊക്കെ ഒരുപാട് പ്രശ്നമായിരുന്നു. ഞാൻ കൊന്തയും വെന്തിങ്ങും ഒക്കെ ഇട്ട് നടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ നാട്ടുകാരും ബന്ധുക്കളൊക്കെ ഒരുപാട് വീട്ടിലമ്മേനെ പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ അതൊക്കെ തരണം ചെയ്ത് വിശ്വാസത്തിന്റെ ഇതിലേക്ക് വന്നു. അത് കഴിഞ്ഞ് ഞാൻ അങ്ങനെയാണ് യേശുവിനെ അറിയുന്നത്, ശരിയായി അറിയുന്നത് അവിടെ നിന്നാണ്. അത് കഴിഞ്ഞ് അറിഞ്ഞെങ്കിലും ഞാനത്
ഒരുപാട് കാര്യമായിട്ട് അങ്ങനെ എനിക്ക് എടുക്കണമെന്ന് ഉള്ളൊരു ബോധ്യം ഉണ്ടായില്ല. ഈ നമ്മുടെ നിത്യരക്ഷ അല്ലെങ്കിൽ നിത്യരാജ്യം, എറ്റേണിറ്റി, ഇതിനെ കുറിച്ചൊന്നും ഒരു ബോധം അന്നൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അങ്ങനെ പിന്നെ നമുക്ക് പാട്ടിലെ പ്രാർത്ഥനയില്ല, വല്ലപ്പോഴുള്ള ആരാധനയേ ഉള്ളൂ. അവിടെ കിട്ടണത് വളരെ കുറച്ചായിരുന്നു കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ എനിക്ക് ബൈബിള് വായിക്കുമായിരുന്നു, സങ്കീർത്തനം വായിക്കും, ന്യൂ ടെസ്റ്റ്മെന്റ് വായിക്കും, അങ്ങനെ. അല്ലാതെ ഒരു സീരിയസ്നെസ് ഉണ്ടായില്ല. അപ്പോഴും ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങൾ പിന്നെയും കുറച്ചൊക്കെ ഇങ്ങനെ ബാക്കിയുണ്ടായിരുന്നു. ഈ നിത്യതയെ കുറിച്ച് കേട്ടപ്പോ, ദൈവം തിരിച്ചു വരുമോ, യേശുവിന്റെ വരവിനെ കുറിച്ച് കേട്ടപ്പോ, നമ്മളെല്ലാരും കൊണ്ടുപോവോ, അത് കഴിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് കൂട്ടി നിർത്തുവോ എല്ലാവരെയും, എന്നിട്ട് നമ്മളെ ന്യായം വിധിക്കുവോ, ഇത്രയും മനുഷ്യരെ കൂട്ടി നിർത്തണമെങ്കിൽ എത്രയോ സ്ഥലം വേണം. അതാ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിച്ചു തന്നൊക്കെ. ഈ മനുഷ്യരെ ഈ ഭൂമിയിലുള്ള എല്ലാവരും കൂട്ടി നിർത്തണമെങ്കിൽ എത്ര സ്ഥലം വേണം, അപ്പൊ എവിടെയായിരിക്കും ദൈവം ഇവരെയൊക്കെ കൂട്ടി നിർത്തുക, ഇതൊക്കെ വെറുതെയാ, അങ്ങനെ ഒരു തോന്നൽ എൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായി. അപ്പൊ അതൊരു കാര്യമാക്കാതെ പോയി. പിന്നെ നമുക്കതിനുള്ള ശിക്ഷണമോ അല്ലെങ്കിൽ കാര്യങ്ങളോ പഠിപ്പിക്കലോ ഒന്നും അതിനെക്കുറിച്ച് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ 3 വർഷം 4 വർഷം പിന്നെ 1 വർഷം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാലില് അന്നൊന്നും എനിക്ക് ഒരു പാസ്റ്ററായിട്ടുള്ള ബന്ധമോ അങ്ങനെയൊന്നും ഇല്ല, ഫോണില്ല, അങ്ങനെ കണക്ഷനൊന്നും ഇല്ല. പിന്നെ എൻ്റെ ഉള്ളില് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി വരാൻ തുടങ്ങി. ആങ്സൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാനിക് അറ്റാക്ക്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ശ്വാസം വിടാൻ പറ്റില്ല, തലയെ കുളിക്കാൻ പറ്റില്ല, വെള്ളമൊഴിക്കാൻ പറ്റില്ല. മെസ്സിൽ ചെന്നിരുന്ന ഭക്ഷണം കഴിക്കാൻ വായിൽ വെക്കുമ്പോൾ അത് ഒരു വായു വെച്ചിട്ട് പുറത്തിറങ്ങി തുപ്പിക്കളഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന ഒരു അവസ്ഥ. ഞാൻ എൻ്റെ വെയിറ്റ് വളരെ കുറഞ്ഞു. ക്ലാസ്സിലിരുന്ന് ഭയങ്കരമായിട്ട് ഉറങ്ങാൻ തുടങ്ങി. എല്ലാത്തിലും പ്രശ്നം, ഭയങ്കര പ്രശ്നം. അപ്പോൾ എൻ്റെ ടീച്ചേഴ്സ് അമ്മേനെ വിളിപ്പിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. അമ്മ നേരെ പോയത് ഒരു മന്ത്രവാദി അല്ലെങ്കിൽ തന്ത്രിയുടെ അടുത്തേക്ക് നോക്കാൻ വേണ്ടിയിട്ട്, എന്താ എൻ്റെ കൊച്ചിന് പറ്റിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതെനിക്കറിയില്ലായിരുന്നു. അത് കഴിഞ്ഞ് അമ്മ സ്കൂളിലേക്ക് തിരിച്ചു വന്നു. ഈ നഴ്സിംഗ് സ്കൂളിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞു. ഞാനിപ്പോഴും അത് ഓർക്കുന്നുണ്ട്. അമ്മ എവിടെ വെച്ചാ പറഞ്ഞത്, എവിടെ വെച്ചാണ് ആ സംഭവം ഉണ്ടായെന്ന്. ഞാൻ വാർഡിലായിരുന്നു. അങ്ങനെ വാർഡിന്റെ പുറകിൽ ഇറങ്ങിയിട്ട് അമ്മേനെ കാണാൻ വേണ്ടി വന്ന അമ്മ ഇങ്ങനെ പറഞ്ഞു, മോളെ നിനക്കുള്ള പ്രശ്നം എന്താന്ന് ഞാൻ കണ്ടുപിടിച്ചു, ഞാൻ ഇങ്ങനെ ഒരാളുടെ അടുത്ത് പോയിണ്ടായിരുന്നു, കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അമ്മയെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇന്ന ആള് ഇന്ന പോലെ നീ നശിക്കാൻ വേണ്ടി ചെയ്തതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അമ്മോട് പറഞ്ഞു, ഓക്കെ, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിന്റെ വലിയൊരു ശക്തി, എനിക്കൊരു സമാധാനം ഉള്ള പോലെ ഒരു സമാധാനം എൻ്റെ ഉള്ളിലേക്ക് വീണിട്ട് ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല അമ്മ, ഇനി പേടിക്കാനില്ല, ഇനി ബാക്കിയുള്ള കാര്യമൊക്കെ ദൈവം നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മേനെ പറഞ്ഞയച്ചിട്ട് ഞാൻ ശക്തമായിട്ട് ബൈബിള് വായിക്കാൻ തുടങ്ങി. അന്ന് രാത്രികളിൽ ഞാൻ ഉറങ്ങിയിട്ടില്ല. എൻ്റെ കൂട്ടുകാരി റൂംമേറ്റ് ഉണ്ട് ആ സമയത്ത്, ഫസ്റ്റ് ഇയർ റൂംമേറ്റ് പേടിച്ചു, ഇവൾക്ക് എന്താ പറ്റണേന്ന് അറിയില്ല. പലരും എന്നെ കുറിച്ച് പറഞ്ഞു എനിക്ക് മാനസികമായിട്ട് അസ്വസ്ഥത ഉണ്ട്. ഞാൻ തന്നെ വിചാരിച്ചു എനിക്ക് മനസ്സിന് എന്തോ പറ്റി, എനിക്ക് വട്ടായി. ഞാൻ എൻ്റെ കൂട്ടുകാരി, ഒരു നല്ല കൂട്ടുകാരി, അവളെ വിളിച്ചു പറഞ്ഞു, എനിക്ക് എന്തോ മാനസികമായിട്ട് അസ്വസ്ഥതയുണ്ട്, എനിക്ക് തോന്നുന്നു, എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ അവളെടുത്ത് പറയുമ്പോൾ അവൾ എന്നോട് പറയും, ഇല്ല ശിവ, നിനക്ക് ഒരു കുഴപ്പമില്ല, നീ പേടിക്കൊന്നും വേണ്ട, അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കണം. ഒരേ ഒരു കൂട്ടുകാരി അവിടെ ഉണ്ടായുള്ളൂ. ബാക്കിയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എന്നെക്കുറിച്ച് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്ന അവർക്ക് പേടിച്ചിട്ടാണ്, ഒന്നുമില്ല. അങ്ങനെ ഞാൻ ആ വർഷം സ്കൂൾ അടച്ചിട്ട് വീട്ടിലേക്ക് പോവാണ്. വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് വീടിനകത്തേക്ക് കയറാൻ പറ്റില്ല. കാരണം അത്രയ്ക്കും എനിക്ക് ആങ്സൈറ്റിയാ, ഭയങ്കരമായ ആങ്സൈറ്റി. ഞാൻ നോക്കുന്നത് ആ പേപ്പറാ. ഭയങ്കരമായ ആങ്സൈറ്റി. ഞാൻ എന്നിട്ട് വീടിന് ചുറ്റും, ഇത് വീട്ടിൽ ആരോടും പറയുന്നില്ല ഇങ്ങനെ എനിക്ക് അസ്വസ്ഥത മനസ്സിനുണ്ട് എന്നുള്ളത്. വീടിനകത്ത് കയറാൻ പറ്റില്ല. വീടിന് ചുറ്റും ഞാനിങ്ങനെ നടന്ന് ഇങ്ങനെ ദൈവത്തോട് നിലവിളിക്കുക, ഉള്ളില്, പുറത്തല്ല, പ്രാർത്ഥിക്കുക. അപ്പോ ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ചെറിയ കോഴിക്കൂടിന്റെ അടുത്ത് ഒരു ചെറിയ പേപ്പർ കഷ്ണം, ആ പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോട്ടയ്ക്ക് പോയ സമയത്ത് നമുക്കൊരു വചനപ്പെട്ടി കിട്ടുമായിരുന്നു. ആ വചനപ്പെട്ടിയിൽ ഉണ്ടായ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അല്ലാതെ അവിടെ അങ്ങനെ ഒരു ഇത് വരാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. ഉണ്ടായ ഒരു കഷ്ണം പേപ്പറാണ്. അത് ഞാൻ ഇവിടെ ഇപ്പൊ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, ഇപ്പൊ എനിക്ക് ഇവിടെ കാണാനില്ല.
എനിവേ പേപ്പറാണ്. ആ പേപ്പർ ഇതാ എഴുതിയത്. 2 തിമോത്തി 1:7 ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അത് ഒരു കടലാസായിരുന്നു, ഒരു ചെറിയ കഷ്ണം കടലാസ്. അത് ഒരു മണ്ണിൽ കിടക്കുമായിരുന്നു. അത് ഞാനിങ്ങനെ എൻ്റെ കൺമുന്നിൽ പെട്ടു. അത് ഞാൻ എടുത്തിട്ട് മണ്ണ് തുടച്ചു കളഞ്ഞ്, ചുമന്ന പേപ്പറാ, വെളുത്ത പേപ്പറാ, മണ്ണായ കാരണം ചുമന്നിരിക്കുന്നു, എടുത്തു കളഞ്ഞ് ഞാൻ തട്ടി ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ എഴുതി വെക്കുന്നത് ഭീരുത്വത്തിന്റെ ആത്മാവിനെയല്ല ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, പകരം ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ. അത് വായിച്ചതും എൻ്റെ ഉള്ളിൽ അതൊരു എന്താ പറയാ ശക്തിയായി തന്നെ തുടർന്നു. അതിനുശേഷം എൻ്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വന്നു. കാരണം എൻ്റെ ദൈവം തന്നേക്കണ ആത്മാവ് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ലാന്നും സ്നേഹത്തിന്റെയും ശക്തിയുടെയും സുബോധത്തിന്റെ ആത്മാവാണെങ്കിൽ എൻ്റെ ഉള്ളിലുള്ളത് ആ ശക്തിയായിരിക്കണം, ആ സുബോധമായിരിക്കണം, ആ സ്നേഹമായിരിക്കണം. എൻ്റെ ഉള്ളിൽ വളരെ വ്യത്യാസം അന്ന് മുതൽ വരാൻ തുടങ്ങി. ഞാൻ കൂടുതലായിട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ തുടങ്ങി, ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെ നഴ്സിംഗ് സ്കൂള് ഭംഗിയായി അവിടെ കഴിഞ്ഞു, ബോണ്ട് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഡൽഹിയിലേക്ക്, അവിടെ നിന്ന് ഞാൻ കൽക്കത്ത ഒരു റെയിൽവേ എക്സാം എഴുതാൻ പോയിരുന്നു. പക്ഷെ അവിടെ അത് കിട്ടിയില്ല. അവിടെ നിന്ന് ഡൽഹിയിലേക്ക് ഒരു എക്സാം എഴുതാൻ പോയി. ഇന്റർവ്യൂ കഴിഞ്ഞു. ഡൽഹി എയിംസിൽ ജോലി ചെയ്യാനായിട്ട് കടന്നുപോയി. 1997 ഡൽഹിയിലേക്ക് പോകുന്നത്, ഡിസംബറിൽ. ഡൽഹി ചെന്ന് ഒരു വർഷത്തെ കാലം എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിൽ നിന്ന് വളരെ അകന്നു നിന്ന ഒരു സമയമാണ്. എനിക്ക് അവിടെ ഒരുപാട് പാസ്റ്റേഴ്സോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരും ഒന്നും ഉണ്ടായിട്ടില്ല. എന്നാൽ ഉണ്ടായ ചിലരുണ്ട്. അവര് ദൈവത്തിനോട് ഞാൻ അടുക്കുന്നതിന് പകരം അകലുന്നതിന് കാരണമാക്കി, അങ്ങനെ പറയാം. കാരണം ഈ സമയം ദൈവനാമ മഹത്വത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ വേറെ ആരെയും ഒന്നും പേര് ദുഷിക്കാനോ വേറെ ഒന്നിനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് തിക്ത അനുഭവങ്ങൾ ഉണ്ടായ ഒരു സമയം ഡൽഹിയിൽ ഉണ്ടായിട്ടുണ്ട്. ദൈവ മക്കളിൽ നിന്നും ദൈവദാസന്മാരിൽ നിന്നും. എനിവേ അവിടെ നിന്ന് ഡൽഹിയിൽ നിന്നാണ് ഞാൻ പിന്നെ ദൈവത്തെ കൂടുതലായിട്ട് അറിയാൻ ഇടയായത്. അകന്നു നിൽക്കുന്ന സമയത്ത്, ദൈവത്തിൽ നിന്ന് അകന്നു നിന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ ഒരു വലിയൊരു എന്താ പറയാ മരണത്തിന്റെ അവസ്ഥ വന്നു. ആ മരണത്തിന്റെ അവസ്ഥയിലാണ് ഞാൻ ദൈവത്തെ വീണ്ടും കണ്ടുമുട്ടുന്നത്. വേറെ ഒന്നുമല്ല, ചിക്കൻ പോക്സ് വന്നു. ചിക്കൻ പോക്സ് വന്ന് എനിക്ക് എൻ്റെ ശരീരത്തിലുള്ള എല്ലാ പാടുകളും അല്ലെങ്കിൽ എല്ലാം ആ ചിക്കൻ പോക്സിൽ നിന്ന് ആയിരുന്നു. ശരീരത്തിൽ എന്താ പറയാ സൂചി വെക്കാൻ ഇടയില്ലാത്ത രീതിയിൽ എല്ലാം ശരീരത്തിലെല്ലാം ചിക്കൻ ബോക്സ്. ഡൽഹിയിൽ ചൂടിന്റെ സമയമാണ് ഇത് വന്നത്. വന്നിട്ട് ആ പീരീഡ്സ് വന്നു, അതിന്റെ കൂടെ ബ്ലീഡിങ് നിന്നില്ല, ശരീരത്തിലെ ബ്ലഡ് മുഴുവൻ പോയി. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിലായി. 6 യൂണിറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ 3 ദിവസം കൊണ്ടും 10ഓളം പ്ലാസ്മ FFP, അത് 10 ദിവസം ഭക്ഷണം ഇല്ലാതെ. അവർ വന്ന് സ്കാൻ ചെയ്തു, അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി. അവിടെ അകത്ത് കുഴപ്പമൊന്നുമില്ല. അൺനോൺ യൂട്രൈൻ ബ്ലീഡിങ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് ഡയഗ്നോസിസ് ചെയ്തത്. അങ്ങനെ ഞാൻ ഒരു രാത്രിയിൽ എൻ്റെ കയ്യിലെ വെയിനെല്ലാം കഴിഞ്ഞു, അതായത് കിട്ടാണ്ടായി. 5 യൂണിറ്റ് ബ്ലഡ് തന്നതിന് ശേഷം 6ാമത്തെ യൂണിറ്റ് ബ്ലഡ് കൊണ്ട് വെച്ചിട്ട് എൻ്റെ വെയിൻ നോക്കിയപ്പോൾ അത് പോയി കിടക്കുക. എന്നിട്ട് പീഡിയാട്രിക്സിൽ, അതായത് കുഞ്ഞു പിള്ളേരെ നോക്കുന്ന യൂണിറ്റിലെ നഴ്സുമാർ വന്നിട്ട് എൻ്റെ കൈ, അവർ കുത്താൻ നല്ല വിദഗ്ധരാണ്. ഞാനും അവിടെ വർക്ക് ചെയ്യുന്നതാണ്, പീഡിയാട്രിക്സിലാണ് ആ സമയത്ത് ഞാനും വർക്ക് ചെയ്തത്. പീഡിയാട്രിക് ICUലെ നഴ്സുമാർ വന്നിട്ട് എൻ്റെ കയ്യിൽ ഓട്ട, അതായത് അരിപ്പ പോലെ ആക്കി എന്ന് പറയാം. അതായത് 19ഓളം കുത്ത് എൻ്റെ ഓൾ ശരീരം, കാലടക്കം, 2 കൈ അടക്കം എനിക്ക് ആ ദിവസം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആർക്കും ആ വെയിൻ കിട്ടിയില്ല. അങ്ങനെ ഞാനൊരു ആ രാത്രിയിൽ അനസ്തെറ്റിസ്റ്റ് വന്ന് കട്ടവൺ, അന്ന് പറയാ കട്ടവൺ പ്രൊസീജിയർ എന്നാ പറയാ, വെയിൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ നീഡിലിട്ട് സ്റ്റിച്ച് ചെയ്ത് നമുക്ക് എന്താ തരണ്ടേന്ന് വെച്ചാൽ അതിൽ കൂടെ തരാം. അന്നൊന്നും ഈ സെൻട്രൽ ലൈൻ ഇടുന്ന ഒരു സമ്പ്രദായം അവിടെ ഉണ്ടായിട്ടില്ല. ഹോസ്പിറ്റലിൽ എന്തുകൊണ്ടോ അവരതല്ല ചെയ്തത്, കട്ട് ഡൗൺ ചെയ്യാനാണ്. അപ്പോൾ ഈ അനസ്തെറ്റിസ്റ്റിനെ ഞാൻ കാത്തിരിക്കുക. രാത്രിയിൽ 9 മണി തുടങ്ങി ഒരു 12 മണി വരെ ഡോക്ടർ അവിടെ ഒരു സർജറിയിലാണ്. ആ സർജറി കഴിഞ്ഞ് വന്നിട്ട് വേണം എനിക്ക് ഇത് കട്ട് ഡൗൺ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ കാത്തിരിക്കുന്ന സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെറുപ്പത്തിലേ തുടങ്ങി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങൾ, അന്ന് വരെ ഉണ്ടായ കാര്യങ്ങൾ ഒരു TV സ്ക്രീനിൽ കൂടെ നമ്മൾ എങ്ങനെ കാണാം?
അതുപോലെ എൻ്റെ ഹൃദയത്തിൽ കൂടെ ഇങ്ങനെ, എൻ്റെ മനസ്സിൽ കൂടെ ഇങ്ങനെ പോകാൻ തുടങ്ങി, ഒന്നും വിടാതെ. അപ്പൊ ഞാൻ ഓർത്തു, ദൈവമേ, അന്നൊക്കെ നീ എന്നെ സൂക്ഷിച്ച ദൈവ, അന്നൊക്കെ നീ എന്നെ വിടുവിച്ച ദൈവ. ഞാൻ എന്തുമാത്രം ഞാൻ രക്ഷിക്കപ്പെട്ട ആളെ, എന്തുമാത്രം ഞാൻ ദൈവത്തിൽ നിന്ന് മാറിപ്പോയി, അല്ലെങ്കിൽ ദൈവമായിട്ടൊരു ബന്ധമില്ലാതായി പോയി. അതങ്ങോട്ട് വന്നപ്പോൾ ആ ഓർമ്മ എല്ലാം സ്ക്രീനിൽ കൂടെ പോണ പോലെ ഞാൻ കണ്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ ജീവിക്കുന്ന ദൈവമെങ്കിൽ എന്നെ ഈ കിടക്കയിൽ എഴുന്നേൽപ്പിക്കുക, ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കുന്നതായിരിക്കും. അന്ന് രാത്രി ഞാൻ അവിടെ ഒരു ദൈവമായ ഒരു ഉടമ്പടി ചെയ്യാനിടയായി. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് സ്റ്റൂൾ എടുത്തിട്ടിട്ട് എൻ്റെ അടുത്തിരുന്നു. സിസ്റ്ററെ കൈ നീട്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഡോക്ടറെ, ഒന്നുകൂടെ ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി, ഞാൻ പറഞ്ഞു, ഇല്ല, ഇത്രയും കുത്ത് തന്നെ ഇവിടെ കുത്തിയിട്ടുണ്ട്, ഇനി ഞാൻ കുത്താൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒരു വട്ടം എനിക്ക് ചാൻസ് തരാൻ പറഞ്ഞു. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു സ്ഥലത്ത് ആ പുള്ളി നീഡിലിട്ടിട്ട് ഒറ്റ കുത്ത്, ഞാൻ പറഞ്ഞായിരുന്നു ഒരു കുത്തേ കുത്താൻ പാടുള്ളൂ, കൂടുതൽ കുത്തരുത്. പുള്ളിക്ക് ഡോക്ടർ എനിക്ക് അവിടെ ഒരു IV ഇടാനായിട്ട് ദൈവം സഹായിച്ചു. ഡോക്ടർ IV ഇട്ടതും ഞാൻ ഈ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ മറന്നുപോയി. പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക്, ഇതൊരു മിറക്കിളാണല്ലോ, 50 കുത്ത് കുത്തിയിട്ട് ഇപ്പൊ 51ാമത്തെ കുത്തില് എനിക്ക് ഇത് കിട്ടിയേക്കും. അപ്പൊ അതിന്റെ മുന്നിൽ നടന്ന കാര്യം പെട്ടെന്ന് ഞാൻ ഓർത്തു. അങ്ങനെ ആ രാത്രി കൊണ്ട് 1 യൂണിറ്റ് ബ്ലഡും തന്ന് പിറ്റേ ദിവസം രാവിലെ ആയപ്പോ അതും പോയി. ആ ഡോക്ടർ ഇട്ട ചെറിയ വെയിനായിരുന്നു ഇവിടെ, അത് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ റൗണ്ട്സ് കാത്ത് കിടക്കുക, ഡോക്ടേഴ്സിന്റെ റൗണ്ട്സ്. വന്നപ്പോൾ അവർ പറഞ്ഞു, സിസ്റ്ററെ, ഇനി സിസ്റ്ററിനെ വിളിക്കണം, കാരണം ഞാൻ അവിടുത്തെ നേഴ്സാണല്ലോ, ഇനി ലിക്വിഡായിട്ട് എന്തെങ്കിലും കഴിച്ചു തുടങ്ങാം. 10 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട്, ലിക്വിഡായി വെള്ളം കുടിച്ചിട്ടോ ഒക്കെ എല്ലാവിടെയും എല്ലാം ഇത് മരിച്ചു എന്ന്. സത്യം പറഞ്ഞാൽ 3.7 ആയിരുന്നു എൻ്റെ ഹീമോഗ്ലോബിൻ. ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അത്. അതിന് ഓക്സിജൻ തരുന്നുണ്ടായിരുന്നു, കാരണം ഹീമോഗ്ലോബിൻ കുറയുമ്പോൾ നമുക്ക് ശ്വാസം കിട്ടില്ല. അപ്പോൾ ഓക്സിജൻ തരുന്നുണ്ടായിരുന്നു. ഞാൻ കിടന്നിരുന്നത് ബ്ലഡ് പൂൾ, മേത്ത് മുഴുവൻ ചിക്കൻ പോക്സ്. അതായത് ഒരു പെറ്റിക്കോട്ട് ഇട്ടിട്ടുണ്ട്, വെള്ള തുണി കൊണ്ട് തന്നെ മൂടിയുണ്ട്. എടുത്ത് തുണി തുറന്നു കഴിഞ്ഞാൽ ആൾക്കാർ അതേ വശം ഇങ്ങനെ തിരിച്ചടച്ചിട്ട് പോകും. അതുപോലെ ചിക്കൻ പോക്സ് ആയിരുന്നു മേത്ത് മുഴുവനും. എനിവേ, ദൈവം അവിടെ നിന്ന് 10 ദിവസം കഴിഞ്ഞ് അവിടുന്ന് ഡിസ്ചാർജ് ആവാൻ എന്നെ സഹായിച്ചു. ഡിസ്ചാർജ് ആവാൻ സഹായിച്ച് ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് 2 മാസം ലീവ് എടുക്കേണ്ടി വന്നു. കാരണം ഈ ഹീമോഗ്ലോബിൻ ഒന്ന് പിക്കപ്പ് ആവാനായിട്ട് 2 മാസം ലീവ് എടുത്ത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ 7.9 ഹീമോഗ്ലോബിൻ, അത്രേ ആയിട്ടുള്ളൂ. എനിവേ, ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യണം, അത്രേ ഉള്ളൂ നമുക്ക് ലീവ് അവിടെ. ഇത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യുന്ന സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും തകർന്ന ഒരവസ്ഥ ഉണ്ടാവുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്ത് എൻ്റെ അന്ന് വരെ എന്നെ നോക്കിയിരുന്ന അല്ലെങ്കിൽ എന്നെ സഹായിച്ച എൻ്റെ കൂട്ടുകാരായിരുന്നവർ ഒരാളൊഴിച്ച് എല്ലാവരും, ഞാൻ കയറിപ്പോ ഞാൻ ഡ്യൂട്ടി വാർഡിൽ ചെന്നിട്ട് ആരും എന്നോട് മിണ്ടുന്നില്ല, ആരും എന്നോടൊന്നും ചോദിക്കുന്നില്ല, ശിവ നിനക്ക് എങ്ങനെയുണ്ട്, എന്തായി, ഒന്നും ചോദിക്കുന്നില്ല. എല്ലാവരും മുഖം തിരിച്ച് നടക്കുന്ന ഒരവസ്ഥ. അപ്പൊ എനിക്ക് പെട്ടെന്ന് എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്, എന്താ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ എൻ്റെ കൂട്ടുകാരി ഒരാള് എൻ്റെ അടുത്ത് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഷീബ, ഞാൻ നിന്നോടൊരു കാര്യം പറയാൻ പോവാ, നീ വിഷമിക്കരുത്. ഇവിടെ എല്ലാവരും നിനക്ക് അബോർഷൻ കഴിഞ്ഞിട്ടാണ് ബ്ലീഡിങ് ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചേ, ഈ ഭൂമി ഒന്ന് പിളർന്നെങ്കിൽ 2ആയി പോയെങ്കിൽ എനിക്ക് അകത്തേക്ക് ഇറങ്ങി പോകാമായിരുന്നു. അങ്ങനെ ഹൃദയത്തിൽ ഒരു വേദന വന്നു. ഞാൻ ആ ദിവസം എങ്ങനെയോ 4 മണി വരെ നിന്ന് ആ ഷിഫ്റ്റ് കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തി, റൂമിലെത്തി. അകത്ത് കയറി ഞാൻ വാതിലടച്ചിട്ട് ഞാൻ ഇങ്ങനെ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എന്തിനെന്നെ രക്ഷിച്ചു? ഞാൻ ചോദിച്ച ചോദ്യം ദൈവത്തോട്, ദൈവം, നീ എന്തിനാ എന്നെ രക്ഷിച്ചത്? ഞാൻ മരിച്ചു പോയെങ്കിൽ എത്ര നന്നായിരുന്നു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ എൻ്റെ 2 കൈയും പൊക്കിയിട്ട് ഞാൻ നിന്നിട്ട് ഞാൻ ദൈവത്തോട് നിലവിളിക്കാം. ഞാനൊരു ശബ്ദം കേൾക്കുമല്ലോ എൻ്റെ ഹൃദയത്തിലൊരു, ഞാൻ അന്ന് ബൈബിള് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ കേട്ടിട്ടില്ല. ഇങ്ങനെ പറയുക, നിന്റെ ജീവിതത്തിൽ ഉണ്ടായതൊന്നും ഞാൻ അറിയാതെ ഉണ്ടായിട്ടില്ല എന്ന് ഒരു അപ്പൊ എൻ്റെ ഉള്ളിൽ വന്ന ആ ശക്തി എന്താന്ന് എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല. ഞാൻ കുതിച്ച് ചാടുക ആ റൂമില്, എനിക്കറിയില്ല റൂഫിൽ തൊട്ടോന്ന്, അത്രമാത്രം ശക്തിയിൽ ഞാൻ കുതിച്ച് ചാടിയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, ദൈവമേ, നീ എന്നോട് കൂടെയുണ്ടെങ്കിൽ എനിക്കത് മതി. ഈ ലോകം എന്നെ വിട്ടാലും, ഈ ലോകം എന്നെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല. നീ എന്നോട് കൂടെയുണ്ടെങ്കിൽ
എനിക്ക് അത് മതി എന്ന് പറഞ്ഞിട്ട് ഒരു ശക്തി പ്രാപിച്ചിട്ടാണ് ഞാൻ ആ റൂമിൽ നിന്ന് ഇറങ്ങണത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ഡ്യൂട്ടിക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുക, എല്ലാം ഡ്രസ്സൊക്കെ യൂണിഫോമൊക്കെ ഇട്ട് പോവാൻ റെഡി ആയിരിക്കണ മുന്നേ ഞാൻ TV തുറന്നു വെച്ചിട്ട് ഒരു ഇത് കാണും. സൂര്യ TV-ലാണെന്ന് ഞാൻ തോന്നുന്നു. നമ്മുടെ പോൾ ദിനകരൻ അങ്കിള് ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഞാൻ TV ഓൺ ചെയ്ത് റിമോട്ട് എടുത്ത് ഓൺ ചെയ്തപ്പോൾ എൻ്റെ നേരെ ഇങ്ങനെയാണ് ഞാൻ കാണുന്നത്. എൻ്റെ നേരെ നോക്കിയിട്ട് പോൾ ദിനകരൻ അങ്കിള് കൈ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയുക, നിന്റെ ജീവിതത്തിൽ ദൈവം അറിയാതെ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന്. അപ്പൊ ഞാൻ ഓർത്ത്, ഇത് ഇന്നലെ ഞാൻ കേട്ട വചനാണല്ലോ, ഇതിപ്പോ രണ്ടാമത് എന്നോട് പറയുന്നത്. അപ്പൊ എനിക്ക് കൺഫർമേഷനായി. അവിടെ നിന്നാണ് ശരിക്കും എൻ്റെ യേശുവിലുള്ള യാത്ര തുടങ്ങുന്നത്. ഞാൻ ഡ്യൂട്ടി ചെന്നിട്ട് ഞാൻ ചോദിച്ചു, എന്നെ അപ്പോഴത്തേനും അവിടെ നിന്ന് വേറെ വാർഡിലേക്ക് മാറ്റി കിഡ്നി ട്രാൻസ്പ്ലാന്റിലേക്കാക്കി. ആ കിഡ്നി ട്രാൻസ്പ്ലാന്റിൽ ഞാൻ ആയിരുന്നുകൊണ്ടാണ് ഞാൻ അമേരിക്കയിലെ ഈ ഹോസ്പിറ്റലിലേക്ക് വരാൻ കാരണം ഇന്ന്. ഇപ്പൊ ദൈവം അന്ന് അവിടെ എനിക്ക് ചെയ്തത് അത് ദൈവം ഇവിടെ പിന്നീട് നന്മയ്ക്കാക്കി മാറ്റി. എനിവേ, ഞാൻ അസിസ്റ്റന്റ് അടുത്ത് ചോദിച്ചു, എനിക്കിങ്ങനെ ഒരു ബൈബിൾ പഠിപ്പിക്കുന്ന ചർച്ചിൽ പോകണം, എന്നെ ഒന്ന് സഹായിക്കാവോ എന്ന് ചോദിച്ചപ്പോൾ ആ സിസ്റ്റർ, പുള്ളിക്കാരി ഒരു ഹിന്ദിക്കാരിയായിരുന്നു, ആ സിസ്റ്ററിന്റെ കൂടെ കൊണ്ടുപോയി. അങ്ങനെയാണ് ഞാൻ AG-യിൽ പാസ്റ്റർ റോബർട്ട് ജയരാജിന്റെ ചർച്ചിലേക്ക് ഞാൻ അവിടെ ഡൽഹിയിൽ ചെല്ലാനിടയായത്. അങ്ങനെ അവിടുന്ന് എന്താ പറയാ, ഒരുപാട് ദൈവത്തിൽ വളരാനും അവിടുന്ന് എന്നെ ദൈവം സഹായിച്ചു. എന്നാൽ അതിനിടയ്ക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായി. എനിക്ക് സ്നാനം എന്നതിനോട് വലിയ താല്പര്യം ഉണ്ടായില്ല. അതെല്ലാം ഒരു വെറുതെയാണ് എന്നുള്ളൊരു തോന്നലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനതിൽ വിശ്വസിച്ചില്ല. അങ്ങനെ ഒരു 2001 ഡിസംബറിൽ ഒരു എന്താ പറയാ, ഒരു പാസ്റ്ററിന്റെ ഒരു 31st പരിപാടി കഴിഞ്ഞ് ഇരിക്കുമ്പോൾ ആ പാസ്റ്ററും വൈഫും കൂടെ കൊണ്ടുവിട്ടു. ഇത് വേറെ ഹോസ്റ്റലിന്റെ അടുത്തുള്ള ഒരു ഇതിലാണ് കേട്ടോ. അതിനിടയ്ക്ക് വേറെ ഒരുപാട് സംഭവങ്ങളുണ്ട്, അത് വേറൊരു ഭാഗമായിട്ട് പറയേണ്ടതാണ്. എന്നാൽ ഇങ്ങനെ ഇട്ടപ്പോൾ കൊണ്ടുവിട്ടപ്പോൾ ഈ പാസ്റ്റർ എന്നോട് പറഞ്ഞു, ഷീബ സിസ്റ്ററെ സ്നാനപ്പെടണം കേട്ടോ, ഇങ്ങനെ നടന്നാൽ പോരാ. അപ്പൊ ഞാൻ മടുത്തു. അതായത് ഒരുപാട് ആൾക്കാരെ എന്നോട് ഇപ്പൊ സ്നാനപ്പെടണം പറയണത്. അപ്പൊ ഞാൻ രാത്രിയിൽ അന്ന് ഹോസ്റ്റലിൽ വന്നിട്ട് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, എല്ലാവരും പറയുന്നു സ്നാനം ആവശ്യമാണെങ്കിൽ നീ എന്നോടൊന്ന് സംസാരിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരു പ്രാർത്ഥിച്ച് ഞാൻ രാത്രി കിടന്നിട്ട് പാസ്റ്റർ വിശ്വസിക്കാന്നറിയില്ല, എനിക്ക് സുന്ദരമായൊരു സ്വപ്നം ദൈവം കാണിച്ചു തരാം. അത് പറയാനൊന്നും ഞാൻ സമയം എടുക്കുന്നില്ല. അതൊരു പടം വരയ്ക്കാൻ പറഞ്ഞാൽ ഞാൻ വരയ്ക്കുന്ന ആളല്ല, പക്ഷെ എനിക്ക് വരയ്ക്കാൻ പറ്റും. പക്ഷെ അതുപോലെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും ഇന്നും ആ സ്വപ്നത്തിന്റെ ഓരോ ചെറിയ കാര്യങ്ങളും. അങ്ങനെ ദൈവം സുന്ദരമായൊരു സ്വപ്നം കാണിച്ചു തരാം. ആ സ്വപ്നം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കണത് എനിക്ക് സ്നാനപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ടാ. ഞാൻ എന്നിട്ട് പാസ്റ്റർ റോബർട്ട് ജയരാജിന്റെ ചർച്ചിൽ ചെന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് സ്നാനപ്പെടണം. അത് ജനുവരി 1 തീയതി. എന്താണ് ആ സ്വപ്നത്തിൽ കണ്ടത്? ആ സ്വപ്നത്തിൽ കണ്ടത് ഒരു വലിയ കുളം പാസ്റ്ററെ. ഒരു കുളത്തില് അതിന്റെ സൈഡിൽ ഒരു പാറ നിൽക്കണം. ആ പാറയില് ഞാൻ അള്ളി പിടിച്ചേക്ക. ഒരു കൈ ആ പാറയിൽ ഞാൻ ഇങ്ങനെ അള്ളി പിടിച്ചേക്കണു. എൻ്റെ ഒരു കൈ ഞാൻ കുളത്തിൽ ഇങ്ങനെ പാറയിൽ ഞാൻ പിടിച്ചിട്ടുണ്ട്. എൻ്റെ കൈ എത്താവുന്ന രീതിയിൽ ഒരു നവജാത ശിശു ഈ വെള്ളത്തിൽ മുങ്ങി പോകുന്നു. അപ്പോൾ എനിക്ക് ആ കൊച്ചിനെ രക്ഷിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് രക്ഷിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുക പാറയില്. എനിക്ക് നീന്തൽ അറിയത്തില്ല ആ സമയത്ത്, ഇപ്പോഴും നീന്താൻ അറിയത്തില്ല. അപ്പൊ ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുക. എനിക്ക് കുഞ്ഞിനെ രക്ഷിക്കണം എന്നുണ്ട്, പക്ഷെ എനിക്ക് കൈവിട്ട് രക്ഷിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം. അപ്പൊ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഇതെന്താ ഇങ്ങനെ ഈ സ്വപ്നം? എനിക്കൊന്നും മനസ്സിലാവണില്ല. അപ്പോൾ അന്ന് രാവിലെ എഴുന്നേറ്റിട്ട് ആ സ്വപ്നത്തെ കുറിച്ച് ഞാൻ മറന്നു കേട്ടോ. അത് കഴിഞ്ഞ് സ്നാനത്തിന്റെ കാര്യം വന്നപ്പോൾ പെട്ടെന്ന് ഈ സ്വപ്നം എൻ്റെ ഉള്ളിലേക്ക് വന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ, നീ എനിക്കൊരു സ്വപ്നം കാണിച്ചു തന്നല്ലോ, എന്താ അതിന്റെ കാര്യം? എനിക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ ദൈവത്തോട് ഞാൻ ചോദിച്ചത്, സ്നാനം ആവശ്യമാണെങ്കിൽ എന്നോട് സംസാരിക്കണതല്ലേ? അപ്പോൾ ദൈവം പറയാണ്, ഞാൻ അമ്മയാ, ആ കുഞ്ഞിനെ രക്ഷിക്കാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ടോ അത്രമാത്രം നീ സ്നാനപ്പെട്ട് എൻ്റെ സമീപത്തേക്ക്, എൻ്റെ അടുത്തേക്ക് വരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നായിരുന്നു ആ സ്വപ്നം ദൈവം എന്നോട് പറഞ്ഞ് സംസാരിച്ചത്. അപ്പൊ ദൈവത്തിന്റെ മനസ്സ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. ദൈവം അത്രമാത്രം എനിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നു എന്നുള്ളത്, എന്നെ രക്ഷിക്കാൻ വേണ്ടി. അതായത് രക്ഷിക്കലാണല്ലോ, കൊച്ചു മുങ്ങിത്താഴുക അവിടെ. രക്ഷിക്കാൻ വേണ്ടി, എന്നെ നിത്യത്തിലേക്ക് ആക്കാൻ വേണ്ടി, ദൈവത്തോട് ചേർക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റിയത്.
പെട്ടെന്ന് പിന്നെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഞാൻ പാസ്റ്റർ റോബർട്ട് ജയരാജിന്റെ അടുത്ത് ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഇല്ല സിസ്റ്ററെ, ജനുവരിയിലും ഫെബ്രുവരിയിലും ഇവിടെ സ്നാനം നടത്തില്ല, ഭയങ്കര വെള്ളം ഭയങ്കര തണുപ്പാ, അതുകൊണ്ട് സ്നാനക്കുളത്തിൽ ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് സ്നാനപ്പെടണം. അങ്ങനെ ഞാൻ തൊട്ട് ഹോസ്റ്റലിൽ നിന്ന് ഒരുപാട് പേര് വേറെ ചർച്ചിൽ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ പാസ്റ്റർ ജോജി അങ്കിള്, നമ്മുടെ പേഴ്സിസ് സിസ്റ്ററിന്റെ സഹോദരൻ, അവരെ ചർച്ചിലേക്ക് പോയി. അവിടെ ചെന്നിട്ട് പാസ്റ്ററോട് കാര്യം പറഞ്ഞു. പാസ്റ്റർ എനിക്ക് ക്ലാസ് ഒക്കെ തന്നു. അവിടെയാണ് ഞാൻ ഫെബ്രുവരി 25 സ്നാനപ്പെട്ടത്. പിന്നെ അവിടെയാണ് കുറച്ച് നാള് ചർച്ചിൽ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഞാൻ ദൈവത്തിൽ വളർന്നതും, അല്ലെങ്കിൽ ദൈവത്തിൽ തിരിച്ചു വന്നതും, സ്നാനപ്പെട്ടതും. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമേരിക്കയ്ക്ക് പോരാനായിട്ട്, അത് കഴിഞ്ഞ് എൻ്റെ വിവാഹം കഴിഞ്ഞു. അത് വേറൊരു കഥയാണ് ഇതിൻ്റെ. എൻ്റെ ജീവിതത്തിൻ്റെ വേറൊരു ഭാഗമാണ്. ഞാൻ പറഞ്ഞ മൂന്നാമതൊരു സാക്ഷ്യമായിട്ട് പറയേണ്ട അത്രയും ഒരു വലിയ സംഭവമാണ്. എനിവേ, വിവാഹം കഴിഞ്ഞു. കഴിഞ്ഞ് ഞങ്ങൾ അമേരിക്കയ്ക്ക് പോരാൻ വേണ്ടിയിട്ട്, എനിക്കത്ര താല്പര്യമില്ല, എന്നാൽ എൻ്റെ ഹസ്ബൻഡ് അമേരിക്കയ്ക്ക് പോരാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, പൈസ കൊടുത്ത് പോരാനുള്ള രീതിയിൽ ഞങ്ങളൊന്ന് ശ്രമിച്ചു. വിശ്വാസിയായിരുന്നു ആ മനുഷ്യൻ, അതായത് നമ്മൾ ഈ പറഞ്ഞ ബ്രോക്കർ. പുള്ളി പ്രാർത്ഥിച്ച് പൈസയൊക്കെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് പ്രാർത്ഥിച്ച് പൈസ 1,00,000 രൂപയും ഈ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ച്, പുള്ളിയുടെ വീട് നല്ലൊരു വലിയ സ്ഥലത്താണ് പുള്ളി താമസിച്ചതൊക്കെ. പുള്ളിയുടെ വീടായിരുന്നു എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. പുള്ളിയുടെ വാടകയ്ക്കായിരുന്നു നമുക്കറിയില്ലായിരുന്നു. എനിവേ, പുള്ളിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഹൃദയത്തിൽ തോന്നിച്ച് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, ദൈവം പറയുന്ന അയാളൊരു കള്ളനാണെന്ന്. നമ്മൾ 1,00,000 രൂപയും കൊടുത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം കൊടുത്ത് ഇറങ്ങി വരുന്ന വഴിക്കാണ് ഇത് പറയുന്നത്. എന്നെ പറയാൻ പറ്റിയതൊക്കെ എൻ്റെ ഹസ്ബൻഡ് ചീത്ത പറഞ്ഞു ആ സമയത്ത്, ഓൺ ദ വേ. കാരണം ഇതൊക്കെ കൊടുത്തിട്ട് നീ എന്താ ഈ പറയണേന്നുള്ള അർത്ഥത്തിൽ. എനിവേ, ഇനി ഞാനൊന്നും വേണ്ടിയില്ല. അവിടുന്ന് എനിക്ക് പറയാനുള്ളത് ദൈവം പറഞ്ഞത് ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഇന്നും ഒരു സാക്ഷ്യമായിട്ട് പുള്ളിയുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്. അപ്പം അത് ഒരു വലിയൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. പിന്നെ ഞാൻ അറിയുന്നില്ല അവിടെ എന്താ നടക്കണമെന്ന്. ഈ മനുഷ്യൻ പൈസ കൂടുതലായി ചോദിച്ച് ഒരു 7,00,000 രൂപയോളം, അതായത് എയിംസിൽ ഞാൻ ജോലി ചെയ്തതും ബാങ്കിൽ നിന്ന് എടുത്തതും എല്ലാം കൂടെ 7,00,000 രൂപയോളം. അപ്പം ഇടയ്ക്ക് ചോദിക്കുകയാണ്, ഇപ്പൊ ഹസ്ബൻഡിനെ കുറിച്ചല്ലേ പറഞ്ഞത്? അല്ല, ഹസ്ബൻഡ് സമയമുണ്ട്. വിവാഹം ഇതിന്റെ ഇടയ്ക്ക് കഴിഞ്ഞായിരുന്നോ, ഈ പറഞ്ഞ സ്നാനത്തിനൊക്കെ മുമ്പ് തന്നെ? ഇപ്പോ ഇതിനിടയ്ക്ക് ഈ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിനൊക്കെ ശേഷം കഴിഞ്ഞത്. ഹസ്ബൻഡിനെ കുറിച്ച് പറഞ്ഞ, പുള്ളി റോമൻ കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ്. അച്ഛനാവാൻ 10 കൊല്ലം പഠിച്ചതാണ്. അത് കഴിഞ്ഞ് 1 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കാണുന്നത്. എന്താ പറയാ, ഒരു ഫാമിലി സുഹൃത്ത് എന്ന നിലയ്ക്കാണ് കാണുന്നത്. കണ്ട സമയത്ത് ഞാൻ വിശ്വാസിയാണല്ലോ. അപ്പോൾ എനിക്ക് ഒരു ഇതുണ്ടായിരുന്നു, ദൈവത്തിന് ഹസ്ബൻഡിനെ അല്ലെങ്കിൽ ഈ അച്ഛനാവാൻ പഠിച്ച ആളെ ദൈവത്തിന് വേണ്ടി ഉപകരിക്കും എന്ന് ദൈവം എനിക്കൊരു എന്താ പറയുക, ഒരു കാഴ്ചപ്പാട് തന്നതുകൊണ്ടാണ് ഞങ്ങൾ ഫ്രണ്ട്സ് ആയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് 10 കൊല്ലത്തിന് ശേഷമാണ് വിവാഹത്തിൽ എത്തിച്ചേർന്നത്. അതൊരു കഥയാണ്. ഒരു സഹോദര ബന്ധ വിവാഹത്തിൽ കലാശിച്ചു, അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് ഈ വിവാഹം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മനുഷ്യന് 10,00,000 രൂപയോളം, അല്ല 7,00,000 രൂപയോളം നമ്മുടെ കയ്യിൽ നിന്ന് നമുക്ക് പോയി. പിന്നെ നമ്മൾ സഹിക്കുന്നത് കടക്കാരാണ്, ബാങ്കുകാര്, ജപ്തിക്കാര്, ഡ്യൂട്ടിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി മാറി. അതായത് എയിംസിൽ ഞാൻ ജോലി ചെയ്യുന്നു. ജോലി സ്ഥലത്തേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് പേടിയാണ്. കാരണം ജോലി സ്ഥലത്ത് വരെ ആൾക്കാർ വന്നിട്ട്, ഈ ബീഹാർ സഹോദരന്മാർ വന്നിട്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ബാങ്കിൽ നിന്ന് പിരിക്കാൻ വരുന്നവരുണ്ടല്ലോ, അങ്ങനെ അവർ വന്ന് നമ്മളെ അസഭ്യം പറയണു, നമ്മളെ ജോലിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥ. അങ്ങനെ 1.5 കൊല്ലം ഞാൻ എയിംസിൽ ജോലി ചെയ്യാൻ പറ്റാണ്ട് അടച്ചിട്ട ഒരവസ്ഥയുണ്ടായിരുന്നു. അത് എൻ്റെ ജീവിതത്തിലെ ഇരുണ്ട കാലം എന്ന് പറഞ്ഞാലും അവിടെ നിന്നാണ് യേശുവിനെ വളരെ അനുഭവിച്ചറിയാൻ എനിക്ക്
അവസരം ഉണ്ടാവുന്നത്. അത് ഭക്ഷണം പോലും ഇല്ലാതെ പ്രാർത്ഥന മാത്രമായിട്ട് ജീവിച്ചൊരു കാലഘട്ടമായിരുന്നു. ഭക്ഷിക്കാൻ നമ്മുടെ കയ്യിലൊന്നുമില്ല. നമ്മൾ 5 മക്കളും അച്ഛനും അമ്മയും ആയിരിക്കുന്ന സമയത്ത് പോലും ഒരു സമയം ഒരു നേരം പോലും പട്ടിണി കിടന്നിട്ടില്ല. പക്ഷെ ഇത് ദിവസങ്ങളോളം നമ്മൾ പട്ടിണി കിടത്ത അവസ്ഥയുണ്ടായിട്ടുണ്ട്. മക്കാം മാലിക്കിന് ഒരു സ്റ്റോർ റൂം ഉണ്ട് അവിടെ, അത് ഓപ്പൺ ആണ്. അതിൽ ചാക്കിൽ ഗോതമ്പ് കൊണ്ട് വെച്ചിട്ടുണ്ടാവും. അവര് പാടത്ത് വിളയിച്ചിട്ട് അവര് പാടത്ത് ഉണ്ടായ ഗോതമ്പാണ് അവർ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാ. ഒരു ദിവസം ഞങ്ങൾ ഇങ്ങനെ പോലും ചിന്തിച്ചു, അതിൽ നിന്ന് കുറച്ച് ഗോതമ്പ് എടുത്ത് കഞ്ഞി വെച്ചാലോ എന്ന്. പക്ഷെ ചെയ്തില്ല കേട്ടോ, ദൈവം അതിനെ അനുവദിച്ചില്ല. അങ്ങനെ അത്രയ്ക്ക് നമ്മൾ കഷ്ടതയോടെ കടന്നു പോണ സമയത്താണ് പേപ്പർ, ഇത് മക്കാൻ മാലിക്കിന്റെ അടുത്ത് നിന്ന് പേപ്പർ എടുത്ത് വായിക്കുന്ന ഒരു സ്വഭാവം പുള്ളിക്കുണ്ട്. അങ്ങനെ പുള്ളി വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു മോദി, കെ മോദി അമേരിക്കയ്ക്ക് ആൾക്കാരെ, നഴ്സുമാരെ കൊണ്ടുവന്നു. ആകെ വേണ്ടത് പഠിച്ച് പാസ്സായാൽ മാത്രം മതി, പൈസ ഒന്നും കൊടുക്കണ്ട, നമുക്ക് പോയാലോ. അതായത് പഠിച്ച് പരീക്ഷ എഴുതി പോവാൻ പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് നമ്മൾ പൈസ കൊടുത്ത് പോവാൻ അമേരിക്കയ്ക്ക് പോകാൻ ശ്രമിച്ചത്. എന്നോടത്ത് ഇങ്ങനെ ഒരു അവസ്ഥ വരുവാണ്, പോയാലോ. പോയി ചെന്നു നോക്കി, ഒരു 2 മിനിറ്റ് നേരത്തെ വൈവ, അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു യു ആർ അക്സെപ്റ്റഡ്. അങ്ങനെ 2 വർഷക്കാലം അവിടെ നിന്ന് പഠിച്ചു. 3 എക്സാമുകളും എഴുതി പാസ്സായി. എന്നാൽ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഒരുപാട് തടസ്സങ്ങൾ വന്നായിരുന്നു, ഈ എക്സാമിൻ്റെ ഇടയ്ക്കും പഠിത്തത്തിൻ്റെ ഇടയ്ക്കും ഒക്കെ. എനിവേ ദൈവം 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ആ പ്രോസസ്സ് പൂർത്തിയായിട്ട് അമേരിക്കയിലെത്താൻ ദൈവം സഹായിച്ചു. 2006 ഒക്ടോബർ മാസത്തിലാണ് ഞങ്ങൾ അമേരിക്കയിൽ എത്തുന്നത്. അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞിട്ട്, എത്തുന്നതിന് മുന്നേ ഇടയ്ക്ക് വെച്ച് ലണ്ടൻ എയർപോർട്ടിൽ ഞാൻ ഒരു വലിയൊരു അപകടത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. എൻ്റെ കാല് കഴുകി എസ്കലേറ്ററിൽ നിന്ന് ഞാൻ പുറകോട്ട് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥയുണ്ടായി. പുറകിൽ ആരുമില്ല. ഈ മറിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് 2 മനുഷ്യര് ഓടി വന്നിട്ട് എന്നെ ഇങ്ങനെ താങ്ങുന്ന ഒരവസ്ഥയുണ്ടായി. അന്നോടുകൂടി മനസ്സിലായി ദൈവം ഇത് ഇവിടെ ഒന്ന് അവസാനിപ്പിക്കാനല്ല തീരുമാനിച്ചേക്കണത്. അങ്ങനെ കൊണ്ടുവന്നു, ഇവിടെ വന്നു ജോലി സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ആദ്യമൊക്കെ ജോലി എന്ന് പറഞ്ഞാൽ വലിയ, നമ്മൾ റെക്കോർഡ് ചെയ്യണം നമ്മുടെ ഷിഫ്റ്റ് റിപ്പോർട്ട് വന്ന ഉടനെ. അപ്പൊ ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഉള്ളിൽ പേടിയായി. നമ്മൾ ഇംഗ്ലീഷ് എന്താ പറയാ, ഒരുവിധം പിടിച്ചു നിൽക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നേക്കണത്. കാര്യമൊക്കെ എക്സാമൊക്കെ എഴുതിയതാ, പക്ഷെ ഈ റെക്കോർഡ് ചെയ്യേണ്ട അവസ്ഥ കണ്ടപ്പോൾ ഉള്ളിൽ ഭയമായി. എന്നാലും ദൈവം സഹായിച്ചു. അങ്ങനെ 3 ദിവസമുള്ള ജോലി ആഴ്ചയിൽ 6 ദിവസം ചെയ്യാനും, അങ്ങനെ 6 വർഷക്കാലം ജോലി ചെയ്ത് അങ്ങനെ പോകുമ്പോഴായാലും ഇവിടെ വന്ന് ചർച്ച്, പാസ്റ്റർ റോബർട്ട് ജയരാജ് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ചർച്ച്. AG ചർച്ചാണ് ആയിരുന്നു, ഇപ്പോൾ ഇൻഡിപെൻഡന്റ് ആണ്. ഡ്രീം സിറ്റി ചർച്ച് എന്നാണ് ഇപ്പോഴത്തെ പേര്. പാസ്റ്റർ ടോമി ബാർണറ്റിന്റെ ചർച്ചിൽ ഞങ്ങൾ ആ വർഷം തന്നെ ജോയിൻ ചെയ്യാനിടയായി. അതൊക്കെ ഒരു വലിയൊരു മിറക്കിളാണ്, എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടെന്നുള്ളതൊക്കെ. നമുക്ക് അഡ്രസ്സും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എനിവേ അവിടെ എത്തിപ്പെടാൻ, ആ വർഷം തന്നെ ഡിസംബറിൽ എത്തിപ്പെടാൻ ഇടയായി. അന്ന് തുടങ്ങി ഇന്ന് വരെ 18 വർഷക്കാലം അവിടെ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദേവദാസന്മാരുണ്ട്. ദേവദാസന്മാര് അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം നമ്മളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നടക്കണം, അവർ പറയുന്നത് കേൾക്കണം, നമ്മൾ പഠിക്കണം, ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ നിൽക്കണം. എല്ലാവരും പറയും നല്ല ചർച്ചിൽ പോയാൽ നന്നാവും. ശരിയാണ്, നല്ല ചർച്ചിൽ പോയി നന്നാവും. പക്ഷെ നല്ല ചർച്ചിൽ പോയി നന്നാവാൻ നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രമാണ്, അതിന് സമയം നമ്മൾ കണ്ടെത്തിയാൽ മാത്രമാണ് നമ്മൾ നന്നാവുള്ളൂ. എനിവേ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് എൻ്റെ ഒരു കൂട്ടുകാരി, കൂടെ ഡ്യൂട്ടി ചെയ്യുന്ന ഒരു കൂട്ടുകാരി ഇങ്ങനെ എന്നോട് ചോദിക്കുകയാണ്, ഷീബ, നിങ്ങളുടെ ചർച്ചിൽ ആരെങ്കിലും കൗൺസിലർ ഉണ്ടോ, അതായത് പ്രൊഫഷണൽ ക്രിസ്ത്യൻ കൗൺസിലേഴ്സ് ഉണ്ടോ എന്ന് ചോദിക്കുക. അപ്പം ഞാൻ ചർച്ചിൽ ചെന്ന് പാസ്റ്റർമാരുടെ അടുത്ത് ചോദിച്ചു, നമുക്ക് അങ്ങനെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അപ്പോൾ അവർ പറഞ്ഞു ആരും ഇല്ല പറഞ്ഞു. അങ്ങനെ എനിക്ക് വിഷമായി. അപ്പം ഞാനിങ്ങനെ അവിടെ ഒരു നമുക്കൊരു പ്രയർ ടവർ പണിതിട്ടുണ്ട്. ആ ടവറിൻ്റെ മുന്നിൽ കൂടെ ഞാൻ തിരിച്ചിങ്ങനെ നടക്കുന്ന വഴിക്ക് ഞാൻ എൻ്റെ എൻ്റെ ഹൃദയത്തിൽ ഒരു വേദന. ഇത്രയും 10,000 മെമ്പേഴ്സ് ഉണ്ട് ആ ചർച്ചിൽ. ഇത്രയും മെമ്പേഴ്സ് ഉള്ള ചർച്ചിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലർ ഇല്ലേ എന്ന് മനസ്സിൽ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ദൈവം എന്നോട് പറയാ, എന്നാ നീയാണ് ആ കൗൺസിലർ ആവാൻ പോണേന്ന്. അപ്പൊ ഞാൻ ഓർത്തു, എൻ്റെ ദൈവമേ, നീ എന്നോട് തന്നെയാണോ ഇത് പറയുന്നത്? അങ്ങനെ ഞാൻ അത് അന്ന് മറന്നു. ദൈവം പറഞ്ഞെങ്കിലും ഞാനത് തമാശ പറയണം, അല്ലെങ്കിൽ ഞാൻ കേട്ടതായി കുഴപ്പമായിരിക്കും, അങ്ങനെ വിചാരിച്ച് ഞാൻ ഇറങ്ങി നടന്നു. എനിവേ 2010 ഇങ്ങനെ 11 ഞാൻ ദൈവത്തോട്, ദൈവമേ, ഇതാണ് എൻ്റെ ജീവിതം. അമേരിക്കയിൽ വന്നു, നഴ്സായി അമേരിക്കയിൽ വന്നു, ഞാൻ ജോലി ചെയ്യുന്നു. ഇനി എന്താ മുന്നോട്ടുള്ള എൻ്റെ പർപ്പസ്? ഇത് അല്ല എൻ്റെ പർപ്പസ് എന്ന് എനിക്ക് അപ്പോഴേ അറിയാം.
ജോലി ചെയ്യലും പൈസ ഉണ്ടാക്കലോ അല്ലെങ്കിൽ നന്നായി ജീവിക്കല് മാത്രമല്ല എൻ്റെ പർപ്പസ്. എനിക്ക് എന്തോ ഒരു പർപ്പസ് ഉണ്ട്. അത് എന്താണെന്ന് ദൈവത്തോട് ഞാൻ ഒരു രാത്രിയിൽ ഞാൻ ചോദിക്കാം, ദൈവം എന്നോട് സംസാരിക്കാം, എഴുന്നേറ്റ് സ്കൂളിൽ പോവുക. കാരണം എനിക്ക് എന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഒരു കണക്കിന് പഠിച്ച് നഴ്സിംഗ് പഠിച്ച് ഇതിന് പഠിത്തമൊക്കെ കഴിഞ്ഞ് പുസ്തകം അടച്ചു വെച്ചു എന്ന് ഞാൻ സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് തമ്പുരാൻ കർത്താവ് എന്നോട് പറയുന്നത് എഴുന്നേറ്റ് സ്കൂളിൽ പോകാൻ. അപ്പൊ എനിക്ക് ദൈവം പറഞ്ഞ് അത് കേൾക്കണം, അതെനിക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തിട്ട് പറഞ്ഞു, ഞാൻ നാളെ മുതൽ സ്കൂളിൽ പോകാം. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ഓൺലൈൻ സ്കൂള് BSc നഴ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ 2011 സ്റ്റാർട്ട് ചെയ്ത സ്കൂള് 2020 അവസാനിക്കുന്നത്. BSc കഴിഞ്ഞു. അത് കഴിഞ്ഞ് ക്രിസ്ത്യൻ കോളേജായ GCU, ഗ്രാൻഡ് കനേൻ യൂണിവേഴ്സിറ്റി, അത് ക്രിസ്ത്യൻ കോളേജാണ്. അവിടെ സബ്സ്റ്റൻസ് അബ്യൂസില് ക്രിസ്ത്യൻ കൗൺസിലിംഗ് ആയിട്ട് മാസ്റ്റേഴ്സ് എടുക്കാൻ ദൈവം സഹായിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് അതിനിടയ്ക്ക് മെൻ്റൽ ഹെൽത്ത് പേഷ്യൻസിനെ ആയിട്ട് എനിക്ക് മെൻ്റൽ ഹെൽത്ത് എന്ന് കേട്ട് അല്ലെങ്കിൽ മാനസിക നില തെറ്റിയവരെന്ന് കേട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മെൻ്റൽ പേഷ്യൻസ് കേട്ട് കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ്. അത്രയ്ക്കും അസ്വസ്ഥത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മറ്റേ ഇതായിട്ട് എൻ്റെ ആങ്സൈറ്റി പാനിക് അറ്റാക്ക് ഒക്കെ ആയിട്ട് നഴ്സിംഗ് പഠിക്കുന്ന കാലത്ത് പുല്ലൂർ മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്ത് ഇരിഞ്ഞാലക്കുട ഒരു ഹോസ്പിറ്റലുണ്ട്. അവിടെയായിരുന്നു ഞങ്ങളുടെ പ്രാക്ടിക്കല്, സൈക്യാട്രി പ്രാക്ടിക്കല്. 2 മാസം എങ്ങനെയാണ് ഞാനത് ചെയ്തു പോന്നതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര പാനിക് അറ്റാക്കിന്റെ അസ്വസ്ഥതയുള്ള സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞതോടുകൂടി മെന്റൽ പേഷ്യൻ്റെ ഇടയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. എന്നാൽ അമേരിക്ക വന്നതിന് ശേഷം ഞാൻ ആകെ വർക്ക് ചെയ്തേക്കണതെന്ന് പറഞ്ഞാൽ ഈ ഡ്രഗ്സിനും ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അത് ഞാൻ വർക്ക് ചെയ്തത് കൂടുതലും കിഡ്നി ട്രാൻസ്പ്ലാന്റ്, ലിവർ ട്രാൻസ്പ്ലാന്റ് ആണ്, പാൻക്രിയാസ് ട്രാൻസ്പ്ലാന്റിലാണ്. എന്നാൽ അവിടെ ഞാൻ പരിചയപ്പെട്ട അല്ലെങ്കിൽ ഞാൻ ശുശ്രൂഷിച്ച എൻ്റെ രോഗികൾ എന്ന് പറഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും അങ്ങനെയുള്ള മരുന്നുകൾക്കും അല്ലെങ്കിൽ പ്രിസ്ക്രിപ്ഷൻ മെഡിക്കേഷനും അടിമപ്പെട്ട അഡിക്ഷൻ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ആ ഒരു അഡിക്ഷനെ ശുശ്രൂഷിച്ച് അവരുടെ വിഷമങ്ങൾ കണ്ടിട്ടാണ് എനിക്ക് സബ്സ്റ്റൻസ് അബ്യൂസ് കൗൺസിലിങ്ങിൽ മാസ്റ്റേഴ്സ് എടുക്കാൻ പോകാൻ ദൈവം തോന്നിച്ചതും ഞാൻ അങ്ങനെ പോയതും. അതിനും വേറൊരു മുഖാന്തരം ഉണ്ടായിരുന്നു. അതൊരു അത്ഭുതമായ വേറൊരു കഥയാണ്. അപ്പൊ അങ്ങനെ ഞാനത് ചെയ്തു. അപ്പൊ അതാണ് അഡിക്ഷനിലോട് എനിക്ക് സ്നേഹം ഉണ്ടാവാൻ കാര്യം. അത് കഴിഞ്ഞപ്പോ ഈ കോഴ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് മെന്റൽ ഹെൽത്തിനോട്, മാനസികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരോടുള്ളൊരു സ്നേഹം കൂടുതലായി വന്നു. അത് ദൈവമാക്കിയെന്ന് പറയാൻ പറ്റുള്ളൂ. കാരണം എൻ്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ എൻ്റെ മിടുക്കനുസരിച്ചല്ല. കാരണം എനിക്ക് പേടിയാ, ആ കൂട്ടരെ എനിക്ക് പേടിയാ. എന്നാൽ അങ്ങനെ ഈ ഡോക്ടറേറ്റ് എടുക്കാനായിട്ട്, സൈക്യാട്രിക് നഴ്സ് പ്രാക്ടീഷണറായിട്ട് ഡോക്ടറേറ്റ് എടുക്കാനായിട്ട് ദൈവം എന്നെ തിരഞ്ഞെടുക്കുക എന്ന് പറയാം. ഞാൻ അപ്ലൈ ചെയ്തു, യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിൽ അപ്ലൈ ചെയ്തു. ഒരുപാട് ആൾക്കാർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് 18 പേരെ അവർ നമ്മുടെ ഇതിലേക്ക് തിരഞ്ഞെടുക്കണം, ഈ സൈക്യാട്രി എന്ന ഇതിലേക്ക്. അതിലൊരാളാവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അവിടെ നിന്ന് സ്റ്റുഡൻറ് ലോണാണ് കാര്യങ്ങളൊക്കെ. എന്നാൽ അവിടെ നിന്ന് ഇന്ന് നേഴ്സായിട്ട് വർക്ക് 22 വരെ ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അപ്പോഴും ഞാൻ 2020 ഞാൻ പാസ് ഔട്ടായി, ഈ സ്കൂൾ കഴിഞ്ഞു. എന്നാൽ 2020 ഒരു സംഭവം നടന്നു. കൊറോണയുടെ കാലഘട്ടമായിരുന്നു അത്. എൻ്റെ ഹസ്ബൻഡിന് കോവിഡ് വന്നു. 2019 അമ്മച്ചി നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. നവംബറിൽ അമ്മച്ചി ഇവിടെ ഉണ്ട്. ഹസ്ബൻഡിന് കോവിഡ് വന്നു. എനിക്ക് പേടിയാ, അമ്മച്ചിക്ക് വല്ല കോവിഡ് വരുമോ എന്ന് എനിക്ക് പേടിയാ. ഞാൻ സ്കൂളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്, എൻ്റെ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 2020 ലാസ്റ്റ് വർഷമാണ്. അപ്പോൾ പ്രോജക്റ്റ് ഉണ്ട് ഞങ്ങൾക്ക് ഡോക്ടറേറ്റിന്. അങ്ങനെ പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം ഹസ്ബൻഡിന് വയ്യായ്ക വന്ന സമയം എനിക്ക് ആകെ സാറ്റർഡേ സൺഡേ ഞാൻ കോവിഡ് വാർഡിലാണ് ഡ്യൂട്ടി ചെയ്യുന്നത്. അപ്പോൾ കോവിഡ് വാർഡിൽ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ദിവസം ഒരുപാട് പേരെ ഞങ്ങൾ എന്താ പറയുക ഡെഡ് ബോഡി പാക്ക് ചെയ്യുന്നുണ്ട്. അവിടുത്തെ മാനസിക സംഘർഷവും അവിടുത്തെ ശാരീരിക ബുദ്ധിമുട്ടും എല്ലാം വേറെ. വീട്ടിൽ ഇങ്ങനെ ഹസ്ബൻഡ് അസ്വസ്ഥതയായിട്ടിരിക്കണു, വയ്യായ്ക വന്നു. രാവിലെ 5 തുടങ്ങി വൈകുന്നേരം 7 വരെ, രാവിലെ 5 തുടങ്ങി രാവിലെ 7 വരെ 2 മണിക്കൂറാണ് ഞാൻ 8 മാസം ഉറങ്ങിയേക്കുന്നത്. കാരണം ആ സമയം എനിക്ക് കിട്ടുള്ളൂ. നോക്കിയിരിക്കണം ഹസ്ബൻഡിനെ. കാരണം പെട്ടെന്ന് ഇങ്ങനെ കോവിഡിന്റെ ചുമ വന്നു കഴിഞ്ഞിട്ട് പുള്ളിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഫിറ്റ്സ് പോലെ, നമ്മുടെ അപസ്മാരം പോലെ ഒരു ചെറിയ ഫിറ്റ്സ് പോലെ ഇങ്ങനെ വരും, ബോധം പോവും. അപ്പൊ നമ്മൾ ഓടി വന്ന് വെള്ളം തെളിച്ച് തട്ടി
എണിപ്പിക്കണം. അങ്ങനെ ഒരു അവസ്ഥ. അതൊരു കുറേ കാലം, കുറച്ച് മാസങ്ങളോളം നീണ്ടു നിന്നു. അപ്പൊ അമ്മച്ചി ഞാനും മാറി മാറി നോക്കും. അമ്മച്ചിയോട് ഞാൻ പറയും, ഞാൻ രാത്രി മുഴുവൻ ഇരിക്കും. 5 മണിയാകുമ്പോൾ ഞാൻ അമ്മച്ചീനെ എഴുന്നേൽപ്പിച്ചിരുത്തും. എന്നിട്ട് ഞാനും പോയി കിടക്കാൻ ശ്രമിക്കും, 5 തുടങ്ങി 7 വരെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്കൂളുണ്ട്, വീട്ടിലെ കാര്യങ്ങളുണ്ട്, പിന്നെ ശനി ഞായറും ഡ്യൂട്ടി. അങ്ങനെയാണ് എൻ്റെ 2020 പഠിപ്പിൻ്റെ കാലഘട്ടം. എന്നാൽ ഞാൻ എൻ്റെ അഡ്വൈസർക്ക് കോളേജിലേക്ക് ഇമെയിൽ അയച്ചു, എനിക്ക് ഇത് ഫിനിഷ് ചെയ്യാൻ പറ്റില്ല സമയത്ത്, അതുകൊണ്ട് എനിക്ക് ഒരു 6 മാസം കൂടി എക്സ്റ്റൻഷന് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തു. ഞാൻ പറയട്ടെ, എനിക്ക് എക്സ്റ്റൻഷനും കിട്ടിയില്ല, അവർ ആ ഇമെയിൽ വായിച്ചുമില്ല, എനിക്ക് റെസ്പോൺസും തന്നില്ല. അപ്പൊ ദൈവത്തിന്റെ പ്രവൃത്തിയായിരുന്നു ഇത്. ആ സമയത്ത് തന്നെ തീർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക എന്നുള്ളത്. അല്ലെങ്കിൽ അത് എൻ്റെ മിടുക്കായി പോയേനെ, ഞാൻ സമയമെടുത്ത് ഇത് ചെയ്തു എന്ന് പറയാം. പക്ഷെ ആ ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് ഞാൻ ചോദിച്ചു, ദൈവം എന്താ ചെയ്യേണ്ടത്, എന്താ എൻ്റെ ജീവിതത്തിൽ നടക്കണത്, ഇതൊക്കെ കൂടി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലല്ലോ, എന്തായിരിക്കും നിന്റെ പ്ലാന്? അങ്ങനെ ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് തന്ന ഒരു മറുപടിയാ, എൻ്റെ രാവിലെ തോറും പുതിയത്, എൻ്റെ വിശ്വസ്തത വലിയത്. ടേക്ക് 1 day at a time. നീ ഒരു ദിവസം മാത്രം കണക്കിലാക്കുക, ബാക്കിയുള്ളതൊക്കെ പിന്നെ വരുമ്പോൾ അവിടെ വെച്ച് കാണാം. ഇന്നത്തേക്കുള്ളത് ഇന്ന്, നാളത്തേക്കുള്ളത് നാളെ. ആ ഒരു ആറ്റിറ്റ്യൂഡ് എൻ്റെ ഹൃദയത്തിൽ വളരാനും ഇന്നും ഞാനത് കീപ്പ് ചെയ്യുന്നു. കാരണം അത് എൻ്റെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാണ്ടാക്കാൻ കാരണമായി. എൻ്റെ എല്ലാ ഊർജവും ഉള്ളത് അന്ന ദിവസത്തേക്ക് ഉപയോഗിക്കാൻ, നാളത്തേക്ക് വേണ്ടി ചിന്തിക്കാതെ, നാളത്തേക്ക് വേണ്ടി ഭയപ്പെടാതെ, ഇന്നുള്ള ഊർജം, ഇന്നുള്ളത് എന്തൊക്കെയാണ് ദൈവം തരുന്നത്, അത് ഇന്ന് ജീവിക്കാനും, ഇന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താനും, ഇന്ന് എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും ഉപയോഗിക്കാനായിട്ട് ദൈവം ഇന്ന് എന്നെ പഠിപ്പിക്കുന്നു. അത് ആ പഠനം എൻ്റെ രോഗികൾക്ക് ഞാൻ കൊടുക്കുന്നു. ഒരുപാട് പേർക്ക് അത് ആശ്വാസമായി തീരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഞാൻ 2020 ഇത് പാസ്സാവുന്നത്, എൻ്റെ നഴ്സിംഗ് ഡോക്ടറേറ്റ് പാസ്സാവുന്നത്. അങ്ങനെ 2021 ബോർഡ് എക്സാം ഫെബ്രുവരി 25 എനിക്ക് ഫെബ്രുവരി 25 ഞാൻ എടുത്തത്, ഞാൻ സ്നാനപ്പെട്ട ദിവസമായിരുന്നു അന്ന്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ബോർഡ് എക്സാം 25 എടുക്കണം എന്നുള്ളത് പറഞ്ഞ് ഫെബ്രുവരി 25 ബോർഡ് എക്സാം ചെയ്തു. ദൈവം അത് തന്നു. ഇത്രത്തോളം ദൈവം നടത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തെ ഞാൻ അറിഞ്ഞതുകൊണ്ട് എനിക്ക് നേട്ടങ്ങളുണ്ടായി എന്നല്ല ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും എങ്ങനെ മുന്നോട്ട് പോകും, കുഞ്ഞുങ്ങളുടെ ഭാവി, അല്ലെങ്കിൽ പൈസയില്ല, സമ്പത്തില്ല, കുഞ്ഞുങ്ങളുടെ ഭാവി ഓർത്ത് മുന്നോട്ട് വിഷമിച്ച് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ പ്രയാസപ്പെട്ട് ഭാരപ്പെട്ട് ചിന്തിച്ച് നടന്ന് മുന്നോട്ട് പോകുന്ന മാതാപിതാക്കൾ ഒരുപാടുണ്ട് നമുക്കെല്ലാവർക്കും. അവരോട് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക. നിങ്ങളുടെ കുഞ്ഞുങ്ങള് ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാ. ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ദൈവം വഴി തുറക്കും. ദൈവം എന്താ പറയാ, ഇല്ലായ്മയിൽ ഉളവാക്കുന്നവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനും അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നവനുമാണ്. ആ ദൈവത്തിൽ വിശ്വസിക്കണം. പിന്നെ ആരെങ്കിലും പഠിക്കാൻ കഴിവില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് ഇംഗ്ലീഷ് ഇല്ല, എനിക്ക് അറിവില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അവരോട് എനിക്ക് കുഞ്ഞുങ്ങളോട് കൂടുതലും പറയാനുള്ളത്, ദൈവത്തിൽ ആശ്രയിക്കുക. അവൻ ജ്ഞാനം കൊടുക്കുന്ന ദൈവമാണ്. ദൈവത്താൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം ആകുന്നു. അത് ആരംഭമാവണുള്ളൂ. ദൈവത്തിൽ നിങ്ങൾ നടക്കുമ്പോൾ ആ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ദൈവം നമുക്ക് തരും. പിന്നെ സങ്കടത്തിലും ഒറ്റപ്പെടലിലും കഴിയുന്ന എൻ്റെ കൂട്ടുകാരെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആരൊക്കെ കൈവിട്ടാലും, ഞാനൊരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. യോസേഫിൽ ഉണ്ടായ ഒരു അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. 14 വർഷമായിട്ട് പിശാച് എന്ന് പറയാം ഞങ്ങളെ തകർത്ത് കളയാൻ ആഗ്രഹിച്ച ഒരു സമയമാണ്. എന്നാൽ അവിടെ ആ പ്രവൃത്തി തുടങ്ങുന്നതിന് മുന്നേ ദൈവം ഒരു വചനം തന്നു. നിനക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ലാന്ന്. അതുകൊണ്ട് അത് അറിഞ്ഞതുകൊണ്ടും അത് വിശ്വസിച്ചതുകൊണ്ടും ഇന്ന് അവരോട് പകയില്ലാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം കൃപ തന്ന്, ദൈവത്തിന്റെ സമയത്ത് ദൈവം നീതി നമുക്ക് നടപ്പാക്കും എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഈ 14 കൊല്ലം. എന്നാൽ അവിടെ സന്തോഷത്തോടു കൂടിയും നമുക്കെതിരായി നിൽക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവരെ സ്നേഹിച്ചുകൊണ്ടും മുന്നോട്ട് പോകാൻ ദൈവം എനിക്ക് ശക്തി തരുന്നു. അത് വലിയ ജീവിതത്തിന്റെ ഒരു സമാധാനമാണ്. എന്നെ കേൾക്കുന്നവർക്കറിയാം അത്
എന്താ സംഭവിച്ചേക്കണമെന്നും ചെയ്തവർക്കും അറിയാം. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിന്നാലും എങ്ങനെയൊക്കെ നിന്നാലും ഒരു കാര്യവുമില്ല. ദൈവം തന്റെ പ്രവൃത്തി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ, ദൈവം അത് തക്ക സമയത്ത് അവസാനിപ്പിക്കാൻ മതിയായവനാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് ചെയ്യും, എനിക്ക് ബുദ്ധിയില്ല, പരീക്ഷ എഴുതി പോവാൻ കഴിവില്ല, അതുകൊണ്ട് ഞാൻ വേറെ മാർഗങ്ങൾ ഉപയോഗിച്ചു പോകുന്നു എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാന് എല്ലാം തകർന്ന് ദൈവമാണ് ഇത് ചെയ്തത്, അല്ലെങ്കിൽ ദൈവത്താൽ എല്ലാം സാധ്യമെന്ന് എൻ്റെ ജീവിതത്തിൽ ദൈവം തെളിയിച്ചു. അങ്ങനെയാണ് എൻ്റെ ഈ അമേരിക്കയ്ക്ക് പോരുന്നത് മാത്രമല്ല, അമേരിക്കയിൽ വന്നിട്ടുണ്ടായ അനുഭവങ്ങൾ. ഇംഗ്ലീഷ് ന്യൂസ് കേട്ടിട്ട് തല പിടിച്ചു ഇങ്ങനെ മുടി പിടിച്ച് വലിച്ചിട്ട് എനിക്കിതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകുന്നതാണ് ഞാൻ IELTS എഴുതാൻ പ്രാക്ടീസ് ചെയ്യുമ്പോൾ. ഞാനിവിടെ ഇരുന്നിട്ട് ഇന്ന് ഇംഗ്ലീഷുകാർക്ക് ചികിത്സിക്കുക, അവരോട് സംസാരിക്കാനും അവർക്കൊരു രോഗം നിർണ്ണയിക്കാനും മരുന്ന് കൊടുക്കാനും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാനും തക്കവണ്ണം ദൈവം വളർത്തിയെങ്കിൽ അത് ദൈവം മാത്രമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. പഠിക്കുന്ന കാലത്ത് ഒരു ഇംഗ്ലീഷ് ഡിക്ഷണറിക്ക് വളരെയധികം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതി കഴിഞ്ഞതിന് ശേഷം അമ്മയുടെ അമ്മായിയുടെ വീട്ടിൽ പീച്ചിയിൽ പോയപ്പോഴാണ് അവിടെ ഒരു കീറിപ്പറിഞ്ഞ അല്ലെങ്കിൽ രണ്ടായി കിടക്കുന്ന ഒരു ഇംഗ്ലീഷ് ഇത് കണ്ടു, ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി കണ്ടു. അപ്പൊ അമ്മ അത് എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. ആ ഡിക്ഷണറിയാണ് എനിക്ക് ആദ്യം കിട്ടിയ ഒരു ഡിക്ഷണറി. ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി ഞാൻ കിട്ടാൻ ആഗ്രഹിച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഇപ്പൊ കുഞ്ഞുമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. ഇന്ന് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കുണ്ട്, മാതാപിതാക്കൾ ചെയ്തു തരുന്നുണ്ട്, അല്ലെങ്കിൽ കിട്ടാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. അതായത് ഫോണുണ്ട്, പിന്നെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ അറിവ് നേടാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് വേണ്ടത് നമ്മൾ പഠിക്കുക. നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അതിൽ സമയം ചെലവാക്കി വേസ്റ്റ് ആക്കരുത്. കാരണം ഇന്ന് മാനസികമായി ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. സോഷ്യൽ മീഡിയ മൂലം അല്ലെങ്കിൽ വീഡിയോ ഗെയിംസ് മൂലം കുഞ്ഞുങ്ങളല്ലാതായി തീരുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ലോകമെമ്പാടും നടക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കൾ വളരെ അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത്. ആ ഏരിയ മക്കൾക്ക് ഒരു കൃത്യസമയത്ത് അല്പം, അല്ലെങ്കിൽ 2 മണിക്കൂർ ഒരു ദിവസം, അത് കൂടുതലാണ്, മാക്സിമം 2 മണിക്കൂറാണ് പറയുന്നത്. അതിനുശേഷം ഉള്ള വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ, ഫോൺ യൂസ്, ഇതെല്ലാം നമ്മൾ കുറയ്ക്കണം. കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കണം, കേൾക്കേണ്ടാത്തത് നമുക്ക് കേൾക്കണ്ട. കാരണം അഡിക്ഷൻ എന്ന് പറയുന്നത് അത് ബ്രെയിനാണ്. അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് എന്തായാലും അഡിക്ഷൻ പല തരത്തിലുണ്ട്. മദ്യം മയക്കുമരുന്ന് മാത്രമല്ല, സ്വഭാവങ്ങൾ അഡിക്ഷൻ ഉണ്ട്, ഓരോ ശീലങ്ങൾ അഡിക്ഷൻ ഉണ്ട്. അതിപ്പോൾ ലവ് ആയാലും ഫുഡായാലും ഈവൻ കോഫി ആയാലും നമ്മൾ അഡിക്റ്റഡ് ആവാം. അപ്പോൾ നമ്മുടെ ബ്രെയിനെ അല്ലെങ്കിൽ പിശാച് ഉപയോഗിക്കാതെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ദൈവം നമ്മളെ ഉണ്ടാക്കിയത്, സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ നാമമഹത്വം എടുക്കുന്ന രീതിയിൽ നമ്മുടെ ബ്രെയിനിൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള സകലത്തെയും നമ്മൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. അതിനുവേണ്ടി ശീലിക്കണം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളും ഒരുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്നാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇന്ന് അഡിക്ഷൻ ചികിത്സിക്കുന്ന ഒരു പ്രൊവൈഡർ കൂടിയാണ്. മദ്യമയക്കുമരുന്നും ഉപയോഗിച്ച് വരുന്നവരെ ചികിത്സിക്കുന്ന ഒരാൾ കൂടിയാണ് സൈക്യാട്രിയിൽ. അതാണ് എൻ്റെ സ്പെഷ്യലൈസേഷൻ. കാരണം അതാണല്ലോ ആദ്യം മുതലേ ഇങ്ങനെ. പിന്നെ എൻ്റെ വീട്ടിലും സഹോദരങ്ങളുടെ ഭർത്താക്കന്മാർ ഇങ്ങനെ ആൽക്കഹോളിനും അഡിക്ഷനായിട്ട് ഉണ്ടായ ബുദ്ധിമുട്ടുകളും അവർ കടന്നു പോകുന്ന വഴികളൊക്കെ എനിക്ക് അറിയാം. അതൊക്കെ വേറെ ഭാഗങ്ങളാണ്. എന്നാൽ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അച്ഛൻ അമ്മയും വിശ്വാസത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിത്യതയിൽ ചേർക്കപ്പെട്ടേക്കുന്നത്. പിന്നെ സഹോദരങ്ങൾ 4 അനിയത്തിമാരാണ്. അതിൽ 2 പേരും വിശ്വാസത്തിൽ ആണ്, അവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്. 2 സഹോദരങ്ങളും അവരുടെ കുടുംബമാണ് ബാക്കി നിൽക്കുന്നത്. എന്നാൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന രീതിയിലൊരു ജീവിതം ജീവിക്കാൻ ഇന്ന് നമുക്ക് പറ്റിയിട്ടില്ല. വെച്ചാൽ കുടുംബമായിട്ട് ദേശത്ത്. പക്ഷേ അത് വരുന്നു എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുകയാണ്. കാരണം ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മൾ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുടുംബവും എല്ലാവരും രക്ഷ പ്രാപിക്കും എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ ദേശത്തിന് വേണ്ടിയും ആ ദേശത്തിലെ എൻ്റെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും വേണ്ടി, എൻ്റെ ദേശത്തിന് വേണ്ടിയും മാത്രമല്ല മനുഷ്യകുലത്തിന് മൊത്തം എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം എത്രയുണ്ടെന്ന് എനിക്കറിയില്ല.
ജീവിതത്തിൽ എവിടെ എന്ത് വേണമെങ്കിലും, അതായത് എങ്ങനെ പകച്ചു നിൽക്കുമ്പോഴും നമുക്ക് കടന്നു ചെല്ലാവുന്ന ഒരൊറ്റ ദൈവം, അതായത് ഒരൊറ്റ ആശ്രയം, അത് യേശുവാണെന്ന് ഞാൻ മനസ്സിലാക്കി. കാരണം ഒരുപാട് കാര്യങ്ങൾ എനിക്ക് യേശുവിനെ കുറിച്ച് പറയാനുള്ളതിൽ ഏറ്റവും വലിയ കാര്യം എനിക്ക് പറയാനുള്ളത്, എൻ്റെ ഹൃദയത്തിൽ ഏറ്റവും വലിയ കാര്യം, എനിക്ക് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിനു മുന്നേ. എന്നാൽ ആ ദൈവങ്ങളൊന്നും അവരും ഇരിക്കുന്നിടത്ത് എന്നെയും കൊണ്ടുപോകാന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. യേശു എന്നാൽ മടങ്ങി വന്ന് അവിടെ പിതാവിന്റെ പക്ക സ്ഥലമുണ്ട്, സ്ഥലം ഉണ്ടാക്കി, വീടുണ്ടാക്കി മടങ്ങി വന്ന് എന്നെ കൂട്ടിക്കൊണ്ടുപോകാന്ന് പറഞ്ഞ് വാഗ്ദത്തം തന്നിട്ടുണ്ടെങ്കിൽ അത് യേശു മാത്രമേ ഉള്ളൂ. അപ്പൊ എന്നെ കളിയാക്കുന്ന ഒരുപാട് എൻ്റെ കൂട്ടുകാരുണ്ട്. നീ ഇത്രയൊക്കെ പഠിച്ചിട്ടോ വിദ്യാഭ്യാസം ഉണ്ടായിട്ടോ നിനക്ക് ഇതൊക്കെ മണ്ടത്തരമൊക്കെ വിശ്വസിക്കാൻ എങ്ങനെ പറ്റണു എന്ന് ചോദിക്കുന്ന ചിലരുണ്ട്. അപ്പൊ ഞാനായിട്ട് ഇങ്ങനെ പറയാം, ശാസ്ത്രം വളർന്നു ശരിയാണ്, എന്നാൽ ശാസ്ത്രത്തിന് മുന്നേ ദൈവം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ശാസ്ത്രജ്ഞന്മാര് ഇത് കണ്ടുപിടിക്കുന്നുള്ളൂ. ദേ ആർ ഡിസ്കവറിങ് ദീസ് തിങ്സ്, ബട്ട് ഗോഡ് ഹാസ് ഓൾറെഡി ക്രിയേറ്റഡ് ദീസ് തിങ്സ്. അപ്പൊ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ദൈവം ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദൈവം ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ് ശാസ്ത്രജ്ഞന്മാർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എന്തോരം കാര്യങ്ങൾ ദൈവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എന്തോരം കാര്യങ്ങൾ നമ്മളിനി കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ചന്ദ്രനിൽ പോയി നമുക്ക് വീട് വെക്കാമെന്നും ചായക്കട നടത്താമെന്നും നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ സ്വർഗത്തിൽ ദൈവം വീട് ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറയാൻ നമുക്ക് എങ്ങനെ പറ്റും? അപ്പോൾ അതിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മൾ കാണാത്തതും കേൾക്കാത്തതുമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇങ്ങനെ പറയാം, യിരെമ്യാവിന്റെ പുസ്തകം 33 ചാപ്റ്റർ 33 വേഴ്സസ് 3 ഇങ്ങനെ പറയുന്നല്ലോ, എന്നോട് വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരല്ലോ. വലുതും മഹത്വവും അഗോചരവുമായ കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും എന്ന്. അപ്പൊ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ, ഞാൻ ഇത്രയേ പറയുള്ളൂ എന്നെ കേൾക്കുന്നവരോട്, എന്തെങ്കിലും നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. എന്താ പറയാ, പാസ്റ്റേഴ്സിന്റെ അടുത്തേക്ക് പോകണ്ട, അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്തേക്ക് പോകണ്ട. സത്യമായിട്ട് നിങ്ങൾക്ക് യേശുവിനെ അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സത്യമായിട്ട് നിങ്ങൾ യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. എന്നിട്ട് ചോദിക്കുക, ദൈവമേ നീ സത്യദൈവമാണോ? ഈ സിസ്റ്റർ പറയുന്നത് സത്യമാണോ? ഈ സിസ്റ്റർ പറയുന്ന ദൈവം സത്യമാണോ? എനിക്കതറിയാൻ ആഗ്രഹമുണ്ട് എന്ന് നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിക്കുന്നുവെങ്കിൽ, സത്യമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് യേശുവിനോട് ചോദിക്കാം, യേശുവേ എനിക്കറിയാൻ ആഗ്രഹമുണ്ട്, എന്നെ ഒന്ന് അറിയിക്കണമേ എന്ന് നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഉത്തരം തരും എന്നുള്ളത് എന്താ പറയാ 100% ഉറപ്പാണ്. കാരണം നമ്മുടെ ദൈവമാണ്. അവൻ നുണ പറയുന്ന ദൈവമല്ല, അവൻ സത്യവാനാണ്, നീതിമാനാണ്. ഒരാളുടെ അടുത്തേക്കും ഓടിച്ചെന്ന് അല്ലെങ്കിൽ ബലമായിട്ട് ഒരാളെ പിടിച്ചു വെക്കുന്ന ദൈവമല്ല. ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ പൂർണ്ണ മനസ്സോടുകൂടി ചെന്നാൽ മാത്രമാണ് ദൈവം നമ്മളെ കൈക്കൊള്ളുള്ളൂ. എല്ലാവരും പറയും മാനസാന്തരപ്പെടല് അല്ലെങ്കിൽ മനംമാറ്റം ഇതൊക്കെ ബ്രെയിൻ വാഷിംഗ് ആണെന്ന് പറയും. നമുക്ക് ആരുടെയും ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും, എൻ്റെ കൂട്ടുകാരും എല്ലാവരും ക്രിസ്ത്യാനികളായി അല്ലെങ്കിൽ യേശുവിൻ്റെ പിൻഗാമികളായി മാറിയാനെ. എനിക്ക് പറ്റില്ല. ഞാൻ സത്യം പറഞ്ഞ ഒരു സൈക്യാട്രിക് പ്രൊവൈഡർ കൂടിയാണ്, എന്നിട്ടും എനിക്ക് അവരെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ബ്രെയിൻ വാഷ് ചെയ്തത് കൊണ്ട് ഒരാൾ യേശുവിനെ അറിയാൻ പോകുന്നില്ല. നമ്മൾ യേശുവിനെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നു കൊടുക്കണം. അതുകൊണ്ടാണല്ലോ പറയുന്നത്, ഇതാ ഞാൻ വാതിൽക്ക് വന്ന് മുട്ടുന്നു, നിങ്ങൾ വാതിൽ തുറന്ന് ഞാൻ അകത്ത് വന്ന് നിങ്ങളോട് കൂടെ അത്താഴം കഴിക്കും. അപ്പൊ നമ്മൾ അനുവദിച്ചാൽ മാത്രം കടന്നു വരുന്ന ഒരു ദൈവമാണ് യേശു നമ്മുടെ ജീവിതത്തിൽ. ഒരാൾക്ക് യേശുവിനെ തല്ലി നമ്മുടെ ഉള്ളിലാക്കാൻ പറ്റില്ല, പൈസ കൊടുത്ത് യേശുവിനെ ഉള്ളിലാക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഒരുപാട് പരാതികൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് വിശദീകരിക്കാൻ വേണ്ടി പറയുകയാണ്, യേശു അങ്ങനെയുള്ളൊരു ദൈവമല്ല. യേശു മാന്യനാണ്. അകത്ത് കയറാൻ പറഞ്ഞാൽ മാത്രം അകത്ത് കയറുന്ന ഒരു ദൈവമാണ്. ആ ദൈവത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, മറ്റുള്ള ദൈവങ്ങളെ നമ്മൾ അന്വേഷിച്ച് ചെല്ലണം, ഈ ദൈവം നമ്മളെ അന്വേഷിച്ച് ഇങ്ങോട്ട് വരുന്നു. അത്രേ ഉള്ളൂ വ്യത്യാസം. ആ വ്യത്യാസം ഒരു വലിയ വ്യത്യാസമാണ്. കിടക്കുന്ന അവസ്ഥയിലാണോ, മരണക്കിടക്കയിലാണോ, പൂജാതി കർമ്മങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ പൈസയില്ലേ, യേശുവിന് അതൊന്നും വേണ്ട. യേശു നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത്, നിങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി കരുതുന്ന ദൈവം, നമ്മളോട് സംസാരിക്കുന്ന ദൈവം, നമ്മളെ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് ആ ദൈവം മറ്റുള്ള ദൈവങ്ങളിൽ നിന്ന് വ്യത്യാസമാണെന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം ഞാൻ അത് അനുഭവിച്ചതാണ്. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ടായി. ഞാൻ ഇന്ന് യേശു എൻ്റെ ഏക ദൈവം, യേശു മാത്രം സത്യദൈവം എന്ന് പറയാൻ എനിക്ക്
ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവമാണ്. ഒരു പെന്തിക്കോസ് പാസ്റ്ററല്ല, ഒരു പെന്തിക്കോസ് വിഭാഗമല്ല, ഒരു പെന്തിക്കോസ് വിഭാഗത്തിന്റെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടല്ല ഞാനിത് പറയുന്നത്. ഇന്ന് നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതാണ് ദൈവനാമത്തിനും ദൈവവേലയ്ക്കും വേണ്ടി. അല്ലാതെ നമുക്ക് ആരും ഇങ്ങോട്ട് തന്നിട്ട് നമ്മളെ ക്രിസ്ത്യാനിയാക്കിയ ഒരു ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. അതുകൊണ്ട് ഞാനിത് പറയാൻ കാരണം, ഒരുപാട് ഞാൻ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിത് കേട്ടു. അമ്മേനെ കൊണ്ടുപോയി വിറ്റ് അവൾ അമേരിക്കയ്ക്ക് പോയി. ഇതാണ് ഞാൻ കേട്ടത്. പക്ഷേ അമ്മയുടെ ശവസംസ്കാരം കഴിച്ചത് IPCയുടെ ഹാളിൽ, സെമിത്തേരിയിലായിരുന്നു, ആലുവയിൽ. അന്ന് അതെങ്ങനെയോ ഞങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ടായി. അങ്ങനെ കിട്ടി പാസ്റ്റർ മുഖാന്തരം. അപ്പോൾ അത് കണ്ടിട്ട് നാട്ടുകാർ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സ്വന്തം സഹോദരങ്ങൾ വരെ എന്നെ അതിൽ എന്താ പറയുക, കുറ്റം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ പറയാണ്, ഇല്ല, നമ്മൾ ദൈവത്തിൽ ആകാൻ, ദൈവം നമ്മളിലാകാൻ നമ്മുടെ ഹൃദയം തുറന്നു കൊടുത്താൽ മാത്രം കടന്നു വരുന്ന ഒരു ദൈവമാണ് ദൈവം. ആ പൈസ കൊടുത്തോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വാക്കുകൊണ്ടോ നമുക്ക് ദൈവത്തെ ഹൃദയത്തിലാക്കാൻ പറ്റില്ല. പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേറെയും പറയാനുണ്ട്. എനിക്കറിയില്ല ഇനി ഇത് നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചു എന്നറിയില്ല. ഇനി പാസ്റ്റർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട അനുഭവങ്ങളാണ് സിസ്റ്റർ കേൾക്കുന്നത്. സിസ്റ്റർ ലാസ്റ്റിൽ പറഞ്ഞു നിർത്തിയത്, യേശു കർത്താവ് പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോട് കൂടെ അത്താഴം കഴിക്കും. ഞാൻ പലപ്പോഴും സിസ്റ്റർ പറഞ്ഞ അതേ വാക്ക് ഞാൻ പറയുന്നത്, യേശു ഒരു ജെൻറ്റിൽമാനാണ്. യേശു അനുവാദമില്ലാതെ ആരെയും സ്പർശിക്കത്തില്ല. യേശു വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറാൻ ആരോഗ്യമില്ലാഞ്ഞിട്ടല്ല. യേശു ഇന്ന് വരെ ഒരു മനുഷ്യൻ്റെ വാതിൽ ചവിട്ടിപ്പൊളിച്ച് കയറത്തില്ല വാതിൽ തുറന്നാൽ. സിസ്റ്റർ അമേരിക്കയിലാണല്ലോ. അമേരിക്കയിലൊക്കെ ഒരു പേഷ്യൻറ്റിനെ ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുമ്പ് പെർമിഷൻ വേണം, അല്ലേ? അങ്ങോട്ട് എന്നിട്ട് കേരളത്തിലെ പോലെ ഇന്നാ പിടിച്ചു തിരിഞ്ഞു കിടക്ക് എന്തൊന്നും പറയാനൊക്കത്തില്ല. നമുക്ക് അവരുടെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഇഞ്ചക്ഷൻ കൊടുക്കാനൊക്കത്തുള്ളൂ. അതുപോലെ യേശു തൊടുന്നതിന് മുമ്പേ നമ്മൾ അനുവാദം കൊടുത്താലേ യേശു നമ്മളെ തൊടത്തുള്ളൂ. അവൻ ജെന്റിൽമാനാ. ദൈവത്തിൻ്റെ സ്തോത്രം ചെയ്യുന്നു ഇല്ലല്ലോ. അപ്പം അങ്ങനെ പണം കൊടുത്ത് ആരെങ്കിലും വാങ്ങാൻ പറ്റും? ഉൾട്ടാ, നമുക്കറിയാം ചെലവാണ്. ദശാംശം കൊടുക്കണം, ഇല്ലയോ? ദശാംശം കൊടുക്കണം, സ്വോത്രകാഴ്ച ഇടണം. പിന്നെ ഇതേ പറയുന്നവർ അതേ വാഗൊണ്ട് പറയും, ഈ പെന്തക്കോസിലെ പാസ്റ്റർമാരെല്ലാം ബിസിനസ്സാണെന്ന് പറയും, ഇവരോടെല്ലാം വാങ്ങിക്കുക എന്ന് പറയും. ഒരേ വാക്കുകൊണ്ടാണ് പറയുന്നത്. ഒരു വാക്കുകൊണ്ട് പറയും ഇവരെ എല്ലാം കാശ് കൊടുത്ത് വിശ്വാസത്തിലാക്കും. നേരെ തിരിച്ച് പറയും ഈ പാസ്റ്റർമാരല്ലേ ഇവരോട് കാശ് മേടിക്കും. ഇതിൽ ഏതാ സത്യം? നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്യുക, ഇതിൽ ഏതാ സത്യമുള്ളതെന്ന് ഡിസൈഡ് ചെയ്യുക. സത്യത്തിൽ യേശു ജീവിക്കുന്നു, യേശു ജീവിതങ്ങളെ തൊടുന്നു, അവർക്ക് മാറ്റമുണ്ടാകുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. സിസ്റ്റർ ജീവിതാനുഭവം, സിസ്റ്റർ പറഞ്ഞു ഒരു വലിയ പാനിക് അറ്റാക്കൊക്കെ വന്ന ഒരു സമയമുണ്ട്, അല്ലേ? വളരെ ആ ഒരു ജീവിത സാഹചര്യത്തിലൂടെ പോയൊരു സമയമുണ്ട്. പക്ഷേ ഇന്ന് അതേപോലെ കടന്നു പോകുന്ന ആളുകളെ സഹായിക്കുവാൻ ദൈവം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം നമ്മുടെ ബ്രോക്കൺനെസ്സിനെ ദൈവം അവരുടെ ഹീലിങ്ങിന് കാരണമാക്കി തീർത്തു. നമ്മുടെ ജീവിതത്തിലെ അനുഭവങ്ങളെയൊക്കെ അവരുടെ ഹീലിങ്ങിന് കാരണമാക്കി തീർത്തു. അതുപോലെ തന്നെ ഒരു നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പോയ ആളാണ്. നമ്മുടെ നാട്ടിലൊക്കെ ANM എന്ന് പറയും തോന്നുന്നു, അല്ലേ? ANM, നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് പഠിക്കാൻ പോയ ആളാണ്. കാരണം ഒരു ഡിപ്ലോമ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടായിട്ടാണ്, ഒരു ജനറൽ നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ആ വ്യക്തി ഇന്ന് നേഴ്സിങ്ങിൽ ഒരു PhD എടുത്ത്, ദൈവത്തിൻ്റെ സ്തോത്രം, ഒരു കൗൺസിലിംഗ് ചെയ്യത്തക്കവണ്ണം ലൈസൻസ് ഉള്ള ഒരു ഡോക്ടറായിട്ട് മാറി. ഇത് ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിയാണ്. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി. ദൈവം ഒരുവനെ ഉയർത്താൻ ആഗ്രഹിച്ചാൽ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. വളരെ വലിയ സാക്ഷ്യ സിസ്റ്ററെ. ഒരു കാര്യം കൂടി ചോദിച്ചിട്ട് സിസ്റ്റർക്ക് ഞാൻ സമയം തരാം. അതായത് ഇത്തിരി കാര്യങ്ങൾ ഇനിയും പറയാനുള്ളത് ഈ നാമഹത്വത്തിനുണ്ട്, നിശ്ചയമായിട്ടും പറയാം. അതായത് സിസ്റ്റർ പറഞ്ഞൊരു വാക്ക് എന്നെ തൊടുവാനിടയായി തീർന്നു. അതായത് ഓരോ ദിവസവും ആ ദിവസത്തേക്കുള്ള ദോഷം മതി എന്ന് യേശു പറഞ്ഞു. അപ്പം ജീവിക്കുന്നത് ഇന്നത്തേക്ക് ജീവിക്കുക. ഈ ടൈം മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിലും സിസ്റ്റർ അതാണോ ചെയ്യുന്നത്? കാരണം ഞാൻ വ്യക്തിപരമായിട്ട് ഞാൻ ഫേസ് ചെയ്യുന്ന വലിയൊരു ഇഷ്യൂ ആണ്. 24 മണിക്കൂറേ ഉള്ളൂ, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്നുള്ള ഒരു വലിയ പ്രശ്നം, ടൈം മാനേജ്മെൻറ്റ്. അപ്പോൾ ഈ ഓരോ ദിവസത്തേക്കുള്ള ടൈം മാനേജ്മെൻ്റ് ആണോ ചെയ്യുന്നത്? അതുകൂടെ ഒന്ന് കേട്ടാൽ ചുരുക്കത്തിൽ പറയാൻ കേട്ടോ, കാരണം ഇനി ഒത്തിരി കാര്യങ്ങൾ കേൾക്കാനുണ്ട്. തീർച്ചയായിട്ടും മാസ്റ്റർ.
അപ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻ്റെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കുന്ന സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് ട്രീറ്റ്മെൻറ്റിന് 50, 30, 60 ദിവസം വരുന്ന പേഷ്യൻസ് ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവർക്കെല്ലാം പെട്ടെന്ന് ചെയ്യണം, അങ്ങനെ ഒരവസ്ഥയാണ്. അപ്പോൾ അവർ ഭയങ്കര ആങ്സൈറ്റിയാ, ഇനി എന്ത് ചെയ്യും, നാളെ എന്താ മറ്റന്നാൾ എന്താ, അങ്ങനെ. ഇപ്പോൾ പാസ്റ്റ് ചോദിച്ചതിന് മറുപടി പറയാം. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഇന്ന് ചെയ്യേണ്ടത് ഏതാണ്, അത് പ്രയോറിറ്റൈസ് ചെയ്യുക. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ട് നാളേക്ക് സമയമുണ്ടെങ്കിൽ നാളത്തെ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പ്രയോറിറ്റൈസ് ചെയ്യാം. അങ്ങനെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കും. അപ്പോൾ നമുക്ക് അവിടെ ആകുലതകളില്ല, ആങ്സൈറ്റി ഇല്ല. അവിടെ സമയം ബാക്കി ഉള്ളപ്പോൾ നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യ കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്ത് അത് ചെയ്യും. അപ്പോൾ നമുക്ക് ആങ്സൈറ്റി ഇല്ലാണ്ട്, അതായത് കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം, പക്ഷെ നമ്മളത് ആങ്ഷ്യസ് ആവേണ്ട കാര്യമില്ല, അത്രേ ഉള്ളൂ. പ്ലാനിങ് അവിടെ വേണം. പ്ലാനിങ് വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ആങ്സൈറ്റി കൂടാതെ അത് ചെയ്യാം. സമയം ബാക്കിയുള്ളതനുസരിച്ച് നാളത്തെയും മറ്റന്നാളത്തെയും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുക. പക്ഷെ അതിനെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. ആകുലത നാളത്തേക്കുള്ളത് നാളെ ആകുലപ്പെട്ടാൽ മതി. ഇന്നത്തേക്കുള്ളത് നമ്മൾ ഇന്ന് ആകുലപ്പെടുക. നമ്മൾ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എനർജി ചോർന്നു പോവാണ്, നമ്മുടെ ശക്തി ക്ഷയിക്കുകയാണ്. നമുക്ക് പ്രൊഡക്റ്റീവ് ആവേണ്ട ചില മേഖലകളിലെ ഊർജമാണ് നമ്മൾ ആകുലപ്പെടാൻ വേണ്ടി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം ശക്തമായും എന്താ പറയുക, ഇഫക്റ്റീവായിട്ടും ചെയ്യുന്നതിന് പകരം നമ്മുടെ കുറേ എനർജി നമ്മൾ ഈ ചിന്തയിലൂടെ ഡ്രെയിൻ ചെയ്ത് പോവുകയാണ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു എഫിഷ്യൻസി കീപ്പ് ചെയ്യാൻ പറ്റില്ല. നമ്മളിപ്പോൾ ആങ്സൈറ്റി ഇല്ലാണ്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യമായിരിക്കാം, ചിലപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ചെയ്യേണ്ട കാര്യമായിരിക്കാം, ചിലപ്പോൾ നമുക്ക് അതൊരു അരമണിക്കൂർ കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ചിലപ്പോൾ അറിയേ പോലില്ല എങ്ങനെ ഇത് ചെയ്തേന്ന്. പക്ഷെ അപ്പം നമുക്ക് അത്രയും സമയം ലാഭിക്കാം. പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങൾ അപ്പം നമുക്ക് പ്ലാൻ ചെയ്യാനായിട്ട് ആ സമയം ഉപയോഗിക്കാം. നമ്മൾ ഒരുപാട് സമയം നാളെക്കുറിച്ച് ആകുലപ്പെട്ട്, അതായത് നമ്മുടെ ചിന്തകൾ, ഭാരങ്ങൾ, നാളത്തെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചുള്ളത്, സത്യം പറഞ്ഞാൽ നമ്മുടെ ആകുലതകളിൽ 80% നാളത്തെക്കുറിച്ചുള്ളതാണ്. ഇന്നത്തെക്കുറിച്ചുള്ളത് നമ്മൾ വളരെ ചുരുക്കം നമ്മൾ ചിന്തിക്കണുള്ളൂ. അപ്പൊ നമ്മൾ ഒരുപാട് സമയം, നമ്മുടെ എനർജിയും നാളത്തെക്കുറിച്ച് ചിന്തിച്ച് നമ്മൾ കളയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് യേശു പറയുന്നത് ഇന്നത്തേക്കുള്ളത് ഇന്നും മതിയെന്ന്. അത് വളരെ സത്യമായൊരു കാര്യം പാസ്റ്റർ. അതെ, ദൈവത്തിന് സ്തോത്രം. സിസ്റ്ററെ, ഈ ദിവസങ്ങളിൽ ഞാൻ ശുശ്രൂഷിക്കുന്നത്, ഞാൻ പറയുന്നതുമെല്ലാം ഒരു പ്രത്യേക സബ്ജക്റ്റാണ്, ദൈവത്തെ അന്വേഷിക്കുക. അപ്പോൾ സിസ്റ്റർ ലാസ്റ്റിൽ അത് പറഞ്ഞു. അതായത് ഒരു പാസ്റ്റർ അടുക്കലും പോകണ്ട, എങ്ങും പോകണ്ട, കർത്താവിനെ അന്വേഷിച്ചാൽ, അവനെ വിളിച്ചപേക്ഷിച്ചാൽ അവന് ഉത്തരമരുളും, അവൻ അടുക്കൽ വരും. ഞാൻ ഇന്ന് അടുത്ത ബുധനാഴ്ച ഈ സന്ദേശം കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് സന്ദേശം അല്ലെങ്കിൽ നെക്സ്റ്റ് ടെസ്റ്റിമണി പറയുന്ന ദേവദാസൻ്റെ സെഷനിലും ഇതേ സബ്ജക്റ്റ് കയറി വന്നു. ആ സമയത്ത് ഞാനൊരു വാക്യം വായിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ, ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിംഗ് മുതൽ, കഴിഞ്ഞ വ്യാഴാഴ്ചയും കഴിഞ്ഞ വെള്ളിയാഴ്ചയും ഒക്കെ ഞങ്ങളുടെ ചർച്ചിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ വായിച്ച് സംസാരിച്ച വചനമാണ് യെശയ്യാവ് 55:6, 7, 8 വാക്യങ്ങൾ. യഹോവയെ കണ്ടെത്താകുന്ന സമയത്ത് അവനെ അന്വേഷിപ്പീൻ, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കുവിൻ. ദുഷ്ടൻ തൻ്റെ വഴിയെയും നീതികെട്ടവൻ തൻ്റെ വിചാരങ്ങളെ ഉപേക്ഷിച്ച് യഹോവയെങ്കിലേക്ക് തിരിയട്ടെ, അവൻ അവനോട് കരുണ കാണിക്കും. നമ്മുടെ ദൈവത്തെങ്കിലേക്ക് തിരിയട്ടെ, അവൻ ധാരാളം ക്ഷമിക്കും. അടുത്ത വാക്യം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന അതേ കാര്യം നമ്മുടെ ഒരു ചാനലിൻ്റെ അനുഭവമാണ് കേട്ടോ. നമ്മൾ ഓരോ ആഴ്ചയും കൊണ്ടുവരുന്ന പ്രോഗ്രാം, ബുധനും വ്യാഴവും തിങ്കളാഴ്ചയും ഒക്കെ കൊണ്ടുവരുന്ന സാക്ഷ്യങ്ങൾ എല്ലാം തീമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഇത് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നതല്ല, ഇത് പരിശുദ്ധാത്മാവ് പ്ലാൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വീക്കിൽ വന്ന 2 സാക്ഷ്യങ്ങളും ആത്മഹത്യയിൽ നിന്ന് വിടുവിക്കപ്പെട്ട 2 സഹോദരിമാരുടെയായിരുന്നു. ദൈവം ആ ഒരു ലെവലിൽ നിന്ന് എങ്ങനെ അവരെ കരയിൽ വലിച്ചു കയറ്റി. നമുക്കറിയാം, കേരളത്തിലൊക്കെ ഇപ്പോൾ ഒത്തിരി ആത്മഹത്യ നടക്കുകയാണ്. അപ്പോൾ ആ ഒരു സാക്ഷ്യത്തിലൊരു സഹോദരി പറഞ്ഞു, ഞാനും എൻ്റെ അമ്മയും ഷൈനി ചെയ്തതുപോലെ ആത്മഹത്യ ചെയ്യേണ്ടവരായിരുന്നു. രണ്ടാമത്തെ സാക്ഷ്യം കേട്ട് കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെ ആളുകൾ കമൻ്റ് ഇട്ടു, ഈ സാക്ഷ്യം ഷൈനി ഒന്ന് കേട്ടിരുന്നെങ്കിൽ എന്ന് കമൻ്റ് ഇട്ടു. അപ്പോൾ തിമാറ്റിക്കായിട്ട് നമ്മൾ അടുക്കുന്നില്ല കേട്ടോ. കഴിഞ്ഞ ദിവസം സാൻറ്റി എന്നോട് ഇത് പറയുകയും ചെയ്തു, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങൾക്ക് ഭയങ്കര പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഗൈഡൻസ് ഈ വരുന്ന ഓരോ ടെസ്റ്റിമണിയിലും അനുഭവിക്കാൻ കഴിയുന്നു. അപ്പോൾ ഈ വീക്കിൽ വരുന്ന എല്ലാ ടെസ്റ്റിമണിയിലും പരിശുദ്ധാത്മാവ് പറയുന്നത് ദൈവത്തെ അന്വേഷിക്കാനാണ് പറയുന്നത്, കണ്ടെത്തുമെന്നാണ് പറയുന്നത്. ഞാൻ സഭയിൽ കഴിഞ്ഞ വ്യാഴം, വെള്ളി, ദൈവം അനുവദിച്ചാൽ ഈ റെക്കോർഡിങ് നടക്കുമ്പോൾ അടുത്ത ഞായറാഴ്ചയും ഇതേ സന്ദേശമാണ് പറയാൻ എൻ്റെ ഹൃദയത്തിൽ ആഗ്രഹമുള്ളത്. കണ്ടെത്താകുന്ന ഒരു സമയമുണ്ട്. നാളെ എന്നുള്ളത്
നമ്മുടേതല്ല. ഇന്നെന്ന ദിവസം നമുക്കായി ശേഷിക്കുന്നു. സിസ്റ്റർ പറഞ്ഞ് ഞാൻ ആവർത്തിക്കുക, ഇന്നത്തെ ദിവസം നമുക്കുള്ള ദിവസമാണ്. ഇന്ന് നമുക്ക് അന്വേഷിക്കാം, ദൈവത്തെ കണ്ടെത്തും. ദുഷ്ടൻ തൻ്റെ ദുഷ്ടവഴികൾ വിട്ടുതിരിയട്ടെ, ദൈവത്തിലേക്ക് അടുത്ത് വരട്ടെ. അങ്ങനെ അടുത്ത് വന്നാൽ ഒരു കാര്യം ഓർത്തോണം, നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വിചാരങ്ങൾ വലുതാണ്. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. പക്ഷെ ആദ്യം പറയുന്നത് ദൈവത്തെ അന്വേഷിക്കണമെന്നാണ്. ദൈവത്തെ അന്വേഷിക്കണം, ദുഷ്ടപ്രവൃത്തികൾ പാപവഴി വിട്ട് ദൈവത്തിലേക്ക് വരണം. അത്രയും ചെയ്തു കഴിഞ്ഞാൽ ബാക്കി ദൈവം പറയുക, എൻ്റെ മക്കളെ, എനിക്ക് നിന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലുള്ള എൻ്റെ പദ്ധതികൾ നിങ്ങളെക്കുറിച്ച് നടക്കും. ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. കണ്ടെത്തുക മാത്രമല്ല, ദൈവത്തിൻ്റെ വലിയ പദ്ധതികൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാനിടയെത്തിരും. സിസ്റ്റർ കണ്ടിന്യൂ ചെയ്യാം കേട്ടോ, സമയം നോക്കണ്ട. എന്തെങ്കിലും അനുഭവങ്ങൾ വിട്ടുപോയതുണ്ടെങ്കിൽ, പറയേണ്ടത് അത്യാവശ്യമായിട്ട് പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ടെങ്കിൽ പറഞ്ഞിട്ടേ പോകാവുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ പാസ്റ്റർ, എനിക്ക് അത്യാവശ്യമായിട്ട് പറയാനുള്ള ഒരു കാര്യം, പ്രാർത്ഥന എങ്ങനെയാണ്, പ്രാർത്ഥനയ്ക്ക് ദൈവം എങ്ങനെ മറുപടി തരുന്നു എന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രാർത്ഥനാ ജീവിതം യേശുവിനെ കണ്ടുകൊണ്ട് ഉള്ള ഒരു പ്രാർത്ഥനാ ജീവിതമാണ്. പ്രാർത്ഥന എന്നെ ആരും പഠിപ്പിച്ചതല്ല. കാരണം എൻ്റെ എന്താ പറയുക, അവസ്ഥയിൽ, ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്താ പറയുക, ഒരു വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ച് തുടങ്ങിയ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നുള്ളത് വളരെ കാര്യങ്ങളിലൂടെ ദൈവം എൻ്റെ ജീവിതത്തിൽ തെളിയിച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ അമേരിക്കയിൽ വന്നിട്ട് പിറ്റേ വർഷം ഞങ്ങൾ നാട്ടിൽ പോയി അമ്മനെ, വീട്ടുകാരെ, കാരണന്മാരെ കാണാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോൾ അമ്മയ്ക്ക് തിരിച്ചു വന്ന് ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ക്യാൻസർ ആണെന്ന്, പാൻക്രിയാറ്റിക് ക്യാൻസർ ലാസ്റ്റ് സ്റ്റേജ് ആണ്, 3 മാസം കൂടി ജീവിച്ചിരിക്കുള്ളൂ എന്ന് ഡോക്ടർമാര് വിധി എഴുതി എന്ന് പറഞ്ഞ് എൻ്റെ അനിയത്തിമാരെന്നെ വിളിച്ചു. എനിക്കത് കേട്ടപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, എനിക്ക് എൻ്റെ അമ്മേനെ അടുത്ത് പോകണം, അമ്മേടെ അടുത്ത് കുറച്ചു കാലം ജീവിക്കണം. എന്നാൽ ഞാനിപ്പോൾ അമേരിക്കയിൽ നിന്ന് നാട്ടിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് 1 മാസമായിട്ടുള്ളൂ. ഈ 1 മാസത്തിനുള്ളിൽ, ഇനി ഒരു 3 മാസത്തിനുള്ളിൽ അങ്ങോട്ട് പോവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വന്ന ഉടനെ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധിയുള്ള സമയത്താണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. നമ്മൾ ഇവിടുന്ന് പോയിട്ട് ആദ്യമായി ഡൽഹിയിലേക്ക് പോയത്. ആദ്യത്തെ പോക്ക് ഇവിടുന്ന് പോയിട്ട് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ 1 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ലോണ് അവിടെ ചെന്ന് ആ 1 ലക്ഷം രൂപ കൊടുത്ത് ആ ലോൺ അടച്ച് ഞങ്ങൾ ഇറങ്ങിയപ്പോൾ എന്താ പറയുക, ബാങ്ക് മാനേജർ ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ലോൺ എടുത്തിട്ട് ഒരാൾ പുറത്തു പോയിട്ട്, അല്ലെങ്കിൽ ലോൺ എടുത്ത് കടവായി പോയിട്ട് തിരിച്ചു വന്നിട്ട് ആ പൈസ അടച്ചു തരുന്നതെന്ന് ആദ്യമായിട്ട് ഒരാള് നിങ്ങളാണ് ഞങ്ങളെടുത്ത് പറയാനിടയായി. അത് പറയേണ്ടത് അത്യാവശ്യമായിരുന്നു. കാരണം ഒരുപാട് പേരുദോഷം ഞങ്ങൾ കേട്ടതാണ്. കാരണം ഞങ്ങൾ മറ്റുള്ളവരുടെ പൈസ വാങ്ങി ഞങ്ങൾ സുഖമായി ജീവിച്ചു, അല്ലെങ്കിൽ ആഡംബരം കാണിച്ചു എന്നുള്ളൊരു പേര് ഞങ്ങൾ കേട്ടതാണ്. പക്ഷെ സത്യം ഇങ്ങനെയായിരുന്നു, ഞങ്ങളുടെ പൈസ, അവരുടെ പൈസ പോയ പോലെ തന്നെ ഞങ്ങളുടെയും പൈസ പോയി. ഈ മനുഷ്യൻ പറ്റിച്ചു കൊണ്ടുപോയതാണ്, ഈ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ ആ പുള്ളിക്കാരൻ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നാട്ടിൽ നിന്ന് തിരിച്ചു വന്നിട്ട് അമ്മയ്ക്ക് ഇങ്ങനെ വയ്യാന്ന് കേട്ടപ്പോ ഞാൻ എനിക്ക് തോന്നുന്നു സിസ്റ്റർ, ഡൽഹിയിലുണ്ടായ തിക്താനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ ആയിരിക്കും അല്ലേ, ഈ അനുഭവങ്ങളായിരിക്കും. ആദ്യം സിസ്റ്റർ ഒന്ന് സൂചിപ്പിച്ചുവല്ലോ, ആത്മീയ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി, അത് സ്വല്പം ആത്മീയ വിഷയത്തിൽ ഇടർച്ചയായെന്ന് പറഞ്ഞ ഈ അനുഭവങ്ങളാ. അതെ. അപ്പൊ വിശ്വാസം നമുക്ക് നഷ്ടപ്പെടുമായിരുന്നു. അപ്പൊ പാസ്റ്റർമാരിലുള്ള, അതുകൊണ്ടാണ് പിന്നെ പാസ്റ്റർമാരിലല്ല വിശ്വസിക്കേണ്ടത്, ദൈവത്തിലെ വിശ്വസിക്കേണ്ടതെന്ന് യേശു എന്നോട് നീ എന്നെ നോക്ക് എന്ന് പറഞ്ഞൊരവസ്ഥയായിരുന്നു ആ കിടക്കയില്, മരണക്കിടക്കയില്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ മറ്റുള്ളവർ നോക്കി ജീവിക്കുമ്പോൾ നമുക്ക് താഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ നമ്മൾ യേശുവിനെ നോക്കുവാണെങ്കിൽ, അവന്റെ വാക്ക് കേൾക്കുവാണെങ്കിൽ നമുക്ക് തകരേണ്ടി വരില്ല, നമുക്ക് നാശത്തിലേക്ക് പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ നാശം നമുക്ക് സംഭവിച്ചേക്കാം. അത് തീർച്ചയായിട്ടും അതൊരു എൻ്റെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ്. എനിവേ, അമ്മയുടെ കാര്യത്തില് ഞാനിങ്ങനെ 3 മാസം കഴിഞ്ഞിട്ട് 3 മാസത്തിനുള്ളിൽ അമ്മ മരിക്കുന്നു കേട്ടപ്പോൾ എൻ്റെ അനിയത്തിമാരൊക്കെ എല്ലാവരും വിചാരിച്ചു ഇനി ഞാൻ അമ്മേനെ കാണില്ല എന്ന്. എന്നാൽ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എനിക്കൊരു 10 മാസം സമയം തരണം, പണി ചെയ്ത് ജോലി കാശുണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ പോയി അമ്മേനെ കാണാനായിട്ട്. ഞാൻ പ്രാർത്ഥിച്ച് എനിക്ക് 10 മാസം ദൈവം സമയം തന്നു. പക്ഷെ ഞാൻ മാർച്ചിൽ പോകാനിരുന്നത്, എന്നാൽ ജനുവരി ആയപ്പോൾ തമ്പുരാൻ കർത്താവ് ഇങ്ങനെ, ഞാൻ അടുക്കളയിൽ നിന്ന് എന്തോ ചെയ്തുകൊണ്ടിരിക്കുക, കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ദൈവം എന്നോട് പറഞ്ഞു, ഉടനെ പുറപ്പെടുക, നാളെ പുറപ്പെടുക. പെട്ടെന്ന് ഞാൻ ഹസ്ബൻഡിന്റെ അടുത്ത്, പുള്ളി അവിടെ കമ്പ്യൂട്ടറിന്റെ അടുത്തിരിക്കുക, ഞാൻ പറഞ്ഞു, ചേട്ടായി എനിക്ക് നാളെ നാട്ടിൽ പോകണം. അപ്പോൾ ലീവ്
ചെയ്തിട്ടില്ല. ഒരു കാര്യങ്ങളും അറേഞ്ച് ആയിട്ടില്ല. പുള്ളി അന്ന് തന്നെ ടിക്കറ്റ് എടുത്തിട്ട് പിറ്റേ ദിവസം ഞാൻ ഇവിടുന്ന് പോവാ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പേപ്പറുകളൊക്കെ ഇവിടെ വന്നിട്ടാണ്, അവിടെ മീൻസ് ഞാൻ അവിടെ ചെന്നിട്ട് പേപ്പറുകളൊക്കെ അയച്ചു കൊടുത്തിട്ടാണ് എനിക്കിവിടെ ലീവ്, ഫാമിലി FMLA ലീവ് റെഡിയാക്കുന്നത് 3 മാസത്തേക്ക്. എന്നാൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ ഞാൻ അവിടെ ചെന്നില്ലായിരുന്നുവെങ്കിൽ അമ്മ ആ ആഴ്ച തന്നെ മരിക്കുമായിരുന്നു. അതേ അവസ്ഥയിലായിരുന്നു. എന്നാൽ ഞാൻ ചെന്നിട്ട് അമ്മേനെ ശുശ്രൂഷിക്കാനും 2 മാസത്തിന് 3 ദിവസം കുറവുണ്ടാവും, അത്ര 2 മാസക്കാലം അമ്മയുടെ കൂടെ നിൽക്കാനും അമ്മേനെ കൊണ്ട് ചർച്ചിൽ പോവാനും ഒക്കെ. മരിക്കാൻ കിടന്ന അമ്മയാണ് ഇതൊക്കെ ചെയ്യാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അപ്പൊ നാട്ടുകാർ കണ്ടവര് പറഞ്ഞു, ഓ ലീലയ്ക്ക് മോളെ കാണാണ്ടുള്ള അസ്വസ്ഥതയായിരുന്നു, കുഴപ്പമൊന്നുമില്ലല്ലോ ഇപ്പോ, അങ്ങനെ വരെ പറഞ്ഞു. എന്നാൽ ദൈവം എന്നെ സഹായിച്ചു. അതായത് 3 മാസത്തിനുള്ളിൽ മരിക്കൂ എന്ന് പറഞ്ഞ് അമ്മേനെ 10 മാസം ജീവിപ്പിച്ച് അമ്മയുടെ കൂടെ 2 മാസം ജീവിക്കാനും അതിനിടയ്ക്ക് ഒരു വീട് മാറണമായിരുന്നു. വീട് പുതിയതൊന്ന് വാങ്ങണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മ മരിക്കുന്നതിന് മുന്നേ. അപ്പൊ അമ്മയുടെ ഇഷ്ടാനുസരണം, ഞാൻ പറഞ്ഞല്ലോ കുന്നിൻ പുറത്തായിരുന്നു ഞങ്ങളുടെ വീട്, വഴിയില്ല, വെട്ടമില്ല, അങ്ങോട്ട് ബുദ്ധിമുട്ടാണ്, ഒരു ചെറിയ ഇടവഴി മാത്രമേ ഉള്ളൂ, വണ്ടി പോവില്ല, അങ്ങനെയൊക്കെ അപ്പൊ അമ്മയ്ക്ക് എന്നും ആഗ്രഹമാണ് എൻ്റെ മക്കള് ഒരു നല്ല സ്ഥലത്ത്, അല്ലെങ്കിൽ താഴേക്ക് വന്ന ഒരു നല്ല സ്ഥലത്ത്, വെള്ളം വെട്ടം വഴിയുള്ള ഒരു സ്ഥലത്ത് ജീവിക്കണമെന്ന്. അങ്ങനെ ഒരു സ്ഥലത്ത് വീട് കിട്ടാനും അങ്ങനെ വീട്ടിലേക്ക് മാറി 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് അമ്മ മരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ ഹൃദയത്തിലെ ചെറുതാണെന്ന് നമുക്ക് തോന്നാം, പക്ഷെ അത് മറ്റുള്ളവർക്ക് തോന്നാം. പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ചെറിയ ആഗ്രഹം പോലും, വലിയ ആഗ്രഹമായാലും ചെറിയ ആഗ്രഹമായാലും ദൈവം നമുക്ക് സാധിച്ചു തരും. നമ്മൾ അത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ടെന്നും വിശ്വാസത്തോടുള്ള പ്രാർത്ഥന മറുപടി തരൂന്ന് എൻ്റെ ജീവിതത്തിൽ. അത് മാത്രമല്ല, അങ്ങനെ ഓരോ കാര്യങ്ങളും. പിന്നെ അമ്മ മരിച്ചതിന് ശേഷം അച്ഛന് ഡിപ്രഷനായി. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ കുടുംബത്തെ, അതായത് അമ്മയുടെ കുടുംബത്തെ, അമ്മയ്ക്ക് അവര് 4 സഹോദരിമാരാ, 3 സഹോദരന്മാര്. ഈ 3 സഹോദരിമാര്, അമ്മയടക്കം 4 സഹോദരിമാര്, 3 സഹോദരിമാരുടെയും ഭർത്താക്കന്മാരെ ആത്മഹത്യ ചെയ്യായിരുന്നു. ഡിപ്രഷൻ എൻ്റെ അച്ഛന് വന്നത് എനിക്ക് മനസ്സിലായി. അമ്മ മരിച്ചപ്പോൾ അച്ഛന് ഡിപ്രഷൻ വന്നെന്ന് മനസ്സിലായപ്പോൾ എൻ്റെ ഉള്ളിലേക്ക് ആദ്യം വന്ന ഭയം എന്ന് പറഞ്ഞാൽ ഈ ആത്മഹത്യ പ്രേരണയാണ്. അച്ഛൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അങ്ങനെ ഞാൻ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, വളരെ ശക്തമായി തന്നെ. കാരണം ഏത് വഴിക്ക് പോവാൻ സാധ്യത നമുക്കറിയാം. പിന്നെ അച്ഛന് വേണ്ടിയിട്ട് ഒരു 2ാം വിവാഹത്തെക്കുറിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡും ആലോചിച്ചു. അങ്ങനെ അത് അച്ഛനെ അറിയിച്ചു. 3 കൊല്ലക്കാലം, അമ്മ മരിച്ച് 3 വർഷത്തിന് ശേഷം അങ്ങനെ ഒരു വിവാഹം, ഒരു എന്താ പറയുക, വിശ്വാസ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു വിവാഹം കഴിക്കാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ അച്ഛൻ 13 കൊല്ലം കൂടെ ജീവിച്ചു വിശ്വാസിയായിട്ട്. സ്നാനപ്പെട്ട് വിശ്വാസിയായി ചർച്ചിലൊക്കെ പോയി. പിന്നെ നമുക്ക് അതിനോടനുബന്ധിച്ച് നാട്ടിലൊരു ചെറിയ ഒരു ചർച്ച് വാങ്ങിക്കാനും ദൈവം അനുവദിച്ചു. അവിടെ ഒരു ഹിന്ദു പാസ്റ്ററാണ് ഇരിക്കുന്നത്. വിശ്വാസികളൊന്നും അധികമില്ല, എന്നാൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും, ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കേൾക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാനും. അങ്ങനെ ഒരു ചെറിയ ചർച്ച് നാട്ടിലുണ്ട്. അപ്പോൾ അതിനോടനുബന്ധിച്ച് അച്ഛൻ ഇങ്ങനെ 13 വർഷം അതിനുശേഷം ജീവിച്ചിരിക്കാനും സന്തോഷമായി ജീവിച്ചിരിക്കാനും, അച്ഛൻ്റെ ജീവിതത്തിൽ അച്ഛൻ സന്തോഷം എന്താണെന്ന് അനുഭവിച്ചിട്ടില്ല, അത് ഞങ്ങൾക്ക് അറിയാം. എന്നാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയാം, ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നു. കാരണം ഞാനിവിടെ രാത്രിയിൽ ഇവിടെ ഇരുന്ന് ഞാൻ കരയും, അച്ഛനും ഫോൺ വിളിച്ച് അച്ഛൻ അവിടെ ഇരുന്ന് കരയും, ഞങ്ങൾ 2 പേരും ഇരുന്ന് കരച്ചിൽ തന്നെയാണ് 3 വർഷക്കാലം. അപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്ന ദൈവമാണെന്നും നമ്മുടെ ആഗ്രഹങ്ങളെ അവനറിയാം. ദൈവനാമമഹത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് ചോദിച്ചാലും ദൈവം നമുക്കത് നൽകി തരുമെന്നും എൻ്റെ ജീവിതം പ്രാർത്ഥന എന്നെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ഓരോ കാര്യങ്ങളിലും, പേഷ്യൻസിന്റെ കാര്യം ആണെങ്കിൽ പോലും ദൈവം അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്നത്, ഓരോ ദിവസം അത്ഭുതം പ്രവർത്തിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ ശീലമാക്കണം. അത് എന്താ പറയാ, നമ്മളൊരു സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ജീവിതം തന്നെ ഒരു പ്രാർത്ഥനയാണ്. പോക്കിലും വരവിലും കിടപ്പിലും ഊണിലും ഉറക്കത്തിലും നമ്മുടെ വിശ്വാസത്തിലാണ് ആ പ്രാർത്ഥന നിൽക്കുന്നത്. പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ നേരത്തെ ഒരു പരിപാടിയല്ല, അത് നമ്മുടെ വിശ്വാസം, ആ വിശ്വാസത്തിന്മേൽ നമ്മൾ പ്രവർത്തിക്കുന്ന ദൈവമായിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ ആയിട്ടാണ് പ്രാർത്ഥനയെ ഞാൻ എടുക്കുന്നത്. എനിക്ക് കൂട്ടുകാര്, അതായത് ഇന്റിമേറ്റ് അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട്സ് ഒന്നും ജീവിതകാലം മുഴുവനും ഉണ്ടായിട്ടില്ല. അതായത് നമ്മുടെ ഹൃദയം തുറന്ന് സംസാരിക്കുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരി ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. യേശുവായിരുന്നു എൻ്റെ ഏക കൂട്ടുകാരൻ.
എനിക്ക് പറയാനുള്ളതും എന്നെ കേൾക്കാനും എനിക്ക് ആകെ ഉണ്ടായിരുന്ന യേശുവ. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇത് എങ്ങനെയാ, പക്ഷേ നിങ്ങളത് ചെയ്തു വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാതെ എങ്ങനെയാന്ന്. അമ്മ ഉപേക്ഷിച്ചാലും വീട്ടുകാരില്ലെങ്കിലും നാട്ടുകാരില്ലെങ്കിലും കൂട്ടുകാരില്ലെങ്കിലും നമുക്ക് പറയാൻ പറ്റാത്ത ഏത് അവസ്ഥക്കൂടെ നമ്മൾ കടന്നു പോകണമെന്നുണ്ടെങ്കിലും ആ യേശു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് അവനോട് കൂടിയുള്ള ആ നടപ്പ്, ആ പ്രാർത്ഥന, അത് ജീവിതത്തിൽ മതിയായതാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരുപാട് പേര് ഡിപ്രഷൻ, ആത്മഹത്യ അല്ലെങ്കിൽ മരുന്നിലേക്കൊക്കെ തിരിയുമ്പോൾ, മദ്യത്തിലേക്കും മയക്കുമരുത്തിലേക്ക് തിരിയുമ്പോൾ, യേശുവിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവ സാന്നിധ്യം കൂടെ ഉള്ളവർക്ക് യേശു മതി. വേറെ ഒന്നില്ലേലും കുഴപ്പമില്ല, യേശു ഉണ്ടായാൽ അത് മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ പ്രാർത്ഥന ഒരു ശക്തിയാണ്, അതിന് ആരും മടുപ്പ് കാണിക്കരുത്. നമുക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രാർത്ഥിക്കുക. നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കാൻ ശ്രമിച്ച് പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അത് വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് കാര്യമില്ല എന്നല്ല, നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന നമ്മൾ ചെയ്യും. പക്ഷേ എന്നാൽ നമുക്ക് വേണ്ടി നമ്മൾ എങ്ങനെ പ്രാർത്ഥിക്കണം, പോരാടി എങ്ങനെ ആത്മാവിൽ പോരാടുന്ന എങ്ങനെ നമ്മൾ പഠിക്കണം, അത് പറയുമ്പോൾ വേറൊരു വിഷയമാണല്ലോ മാസ്റ്ററെ. അപ്പോൾ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, നമുക്ക് പോരാട്ടമുള്ളത് ബാക്കി കാര്യങ്ങളോടാണ് എന്ന് മനസ്സിലാക്കി എങ്ങനെയാണ് ആ പോരാട്ടത്തിന് നമ്മൾ ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് ആ ദൈവത്തിൻ്റെ എന്താ പറയുക ആയുധ വർഗങ്ങൾ നമ്മൾ എങ്ങനെയാണ് ധരിക്കേണ്ടത്, അത് എങ്ങനെയാണ് അതിൽ കൂടെ നമ്മൾ ആത്മീയ പോരാട്ടം ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓരോ ക്രിസ്ത്യാനി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മക്കളും മനസ്സിലാക്കിയിരിക്കണം. അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ കാലം അത് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. നല്ല അനുഭവങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്ത് സിസ്റ്റർ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ചുരുക്കമായിട്ട് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അവരുടെ എല്ലാം ജീവിതത്തിൽ, പ്രത്യേകിച്ചും വിദ്യാഭ്യാസം മുടങ്ങിക്കിടക്കുന്നവരുണ്ട്, അവർക്ക് ഒരു മുന്നേറ്റം ഉണ്ടാകണം, ഇനി കഴിയത്തില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട്, അവർക്കൊക്കെ ഒരു പ്രത്യാശയും ഒരു നല്ല അനുഗ്രഹം ഉണ്ടാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ആ രമ്യയുടെ സാക്ഷ്യം കേട്ടു. മകളെ നേഴ്സിംഗ് പഠിക്കണമെന്ന് വലിയ ആഗ്രഹത്തോട് ജീവിച്ചു. പക്ഷെ രോഗം കൊണ്ട് പകുതി വഴിക്ക് പഠനം മുടങ്ങിപ്പോയി. ഇനി അത് കഴിയത്തില്ലെന്ന് നിരാശയോടുകൂടി ചിന്തിച്ചു. പക്ഷേ കർത്താവ് സൗഖ്യം കൊടുത്തു. പിന്നെയും പഠനം കണ്ടിന്യൂ ചെയ്യാനൊക്കെ കർത്താവ് സഹായിച്ചു. ഇന്ന് നമ്മൾ കേൾക്കുന്ന സാക്ഷ്യം അതുപോലെ തന്നെയാണ്. വിദ്യാഭ്യാസ കാലത്ത് ആഗ്രഹമായിരുന്നു, വലിയ ആഗ്രഹം ഒരു നേഴ്സാകാൻ. പക്ഷേ ദൈവം ഒരു ഡോക്ടറൽ കോഴ്സ് അല്ലെങ്കിൽ ഒരു PhD ചെയ്ത് ആ വിധത്തിൽ കർത്താവ് സഹായിച്ചു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയത്തിൽ ആ വലിയ പ്രത്യാശ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രായം എന്തുമാകട്ടെ. സിസ്റ്ററൊക്കെ PhD ഒക്കെ ചെയ്തപ്പോൾ അല്ലേ ആളുകൾ ചോദിച്ചു കാണും, ഇനിയിപ്പോൾ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചു കാണും. അപ്പം പ്രായം എന്തുമാകട്ടെ, ഇനിയുമായാലും പഠിക്കാം കേട്ടോ, ഇനിയുമായാലും പഠിക്കാം, ഇനിയായാലും ജീവിതമുണ്ട്. അതുകൊണ്ട് പ്രായം പോയെന്നൊന്നും ചിന്തിക്കേണ്ട. ചിലരൊക്കെ ഈ അടുത്ത വർഷങ്ങളിൽ പുതിയ കോഴ്സുകൾക്കൊക്കെ ജോയിൻ ചെയ്യട്ടെ. ദൈവം അങ്ങനെ നിങ്ങളുടെ പഴയകാല സ്വപ്നങ്ങളൊക്കെ തിരിച്ചു തരട്ടെ. അതുകൊണ്ട് അങ്ങനെ എല്ലാവർക്കും ഒരു അനുഗ്രഹമാകട്ടെ. സിസ്റ്റർക്ക് തന്നെ ഒന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം. കർത്താവേ, ഞങ്ങൾ നല്ല ദൈവമേ, നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തമ്പുരാനെ, നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ദൈവമേ, ഇന്ന് പകൽക്കാലം ദൈവമേ ഈ മീഡിയയിലൂടെ ഇനി തുടർന്നും ഞങ്ങളെ കേൾക്കാനിരിക്കുന്ന എല്ലാവരെയും നിന്റെ തിരുരക്തത്താൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. അവരിൽ ആരെങ്കിലും ദൈവമേ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, ദൈവമേ സാമ്പത്തികമായി ദൈവമേ കഷ്ടതയിലായിരിക്കുന്നുവെങ്കിൽ, ഞെരുക്കത്തിലായിരിക്കുന്നുവെങ്കിൽ, ശാരീരികപരമായി മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുവെങ്കിൽ, ആത്മീയമായി കൺഫ്യൂഷനിലായിരിക്കുന്നുവെങ്കിൽ, സ്വർഗത്തിലെ ദൈവമേ നീ അവരോട് നേരിട്ട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. അവർക്ക് താങ്ങും തണലുമായി യേശു സദാസമയവും എല്ലാ കാലത്തും ദൈവമേ അനന്യനായ ദൈവമായി കൂടെയുണ്ടെന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ദൈവമേ, അവരുടെ ജീവിതം കഴിഞ്ഞിട്ടില്ല. ഏത് ദൈവം മനുഷ്യർ അവസാനിപ്പിച്ചെടുത്ത് ദൈവം തുടങ്ങുന്ന ദൈവമെന്ന് ഓരോരുത്തരെയും നീ മനസ്സിലാക്കിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ. ആഗ്രഹങ്ങൾ ദൈവമേ വേറിട്ട് പോയ ജീവിതങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവമേ അടിയനെ കേൾക്കുന്ന നിന്റെ ജനം ദൈവമേ ശക്തി പ്രാപിപ്പാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ശക്തിയെ പുതുക്കി കഴുകനെ പോലെ പറന്നു വരുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവത്തിന്റെ ആത്മാവ് ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ഒരു മെസ്സേജായി തീരുവാൻ തക്കവണ്ണം കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്ന ഞങ്ങളുടെ കുഴപ്പങ്ങള് ദൈവമേ എല്ലാം ഒരു
മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം ദൈവം ഒരു മെസ്സേജായി തീരുവാൻ തക്കവണ്ണം ദൈവം ഈ സാക്ഷ്യത്തെ ദൈവം ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുഞ്ഞുങ്ങൾ കർത്താവെ, യെസ് ലോർഡ്, മാതാപിതാക്കളെ ദൈവമേ അനുസരിക്കേണ്ടതിനും കർത്താവെ ദൈവം കൊടുത്തിരിക്കുന്ന സമയം ദൈവമേ അത് ബുദ്ധിപൂർവ്വം ഉപയോഗിക്കേണ്ടതിനും ദൈവനാമ മഹത്വത്തിന് വേണ്ടി അവരുടെ കുടുംബത്തിന് വേണ്ടിയും ദൈവമേ നിലനിൽക്കേണ്ടതിനും സ്വർഗം ദൈവമേ ഈ നാളുകളിൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് ദൈവമേ രോഗികളായിരിക്കുന്നവരെ പ്രത്യേകം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ശാരീരിക അസ്വസ്ഥത മൂലം ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമേ അവർക്കുള്ള വഴി, അവർക്കുള്ള ദൈവമേ യെസ് ലോർഡ് ശക്തി, അവർക്കുള്ള സൗഖ്യം, ദൈവമേ മാനസിക കരുത്ത് ദൈവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മനസ്സ് ദൈവമേ ഉടഞ്ഞു പോയവരുണ്ടെങ്കിൽ കർത്താവെ അവരെ ദൈവമേ നിന്റെ ശക്തിയാൽ, ദൈവമേ നിന്റെ സമാധാനത്താൽ, ലോകം കൊടുക്കുന്ന സമാധാനമല്ല ദൈവമേ, സ്വർഗത്തിലെ ദൈവം കൊടുക്കുന്ന സമാധാനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സർവോപരി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം മനസ്സിലാക്കി ദൈവമേ ഏറെ ആഗ്രഹിച്ച് മുന്നോട്ട് പോകുവാൻ സ്വർഗം അവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ. സകലത്തിമേലും യേശുവിന്റെ നാമം സകല കാര്യങ്ങളിലും മഹത്വം എടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവനം വെച്ച് പൊന്നേശു നാമത്തിൽ ചോദിക്കുന്നു. കൃപയാൽ കേട്ടുത്തരം വരണമേ സ്വർഗീയ പിതാവേ. പിതാപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ, സഹവാസം, കാവൽ നമ്മെല്ലാവരുടെ പേരും പ്രത്യേകമായി നമ്മുടെ നടുവിൽ കടന്നു വന്ന ജീവിതാനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ സിസ്റ്റർ മേൽ തൻ്റെ കുടുംബത്തിന് മേൽ ഇന്ന് മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്ററെ, നന്ദി പറയുന്നു. ദൈവം സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ. അനേകർക്ക് ഈ സാക്ഷ്യം അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. താങ്ക് യു സിസ്റ്റർ. ഞങ്ങളുടെ നന്ദി സ്നേഹം പിന്നെ അറിയിക്കുകയാണ്. ദൈവം ധാരാളം അനുഗ്രഹിക്കാൻ സഹായിക്കുകയും ചെയ്യട്ടെ. പ്രൈസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.